Sunshine and be on your own. Welcome to this national webinar on entrepreneurship education, a roadmap for molding unique human task force, organized by Entrepreneurship Development Cell of Sri Narayana Training College, Nedinganda. Let's start the session by the invocation of Almighty. I invite Manasi RT, Department of Social Science, for the prayer. Audible ആണോ? Audible. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ നാവികൻ നീ പ്രവാസിക്ക് ഉഴാവിവൻ തോണിനിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും പോലുള്ള നിന്നിലെ സ്പന്ദമാകണം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയ്ക്ക് സായുജ്യം നൽകുമാരനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ല അകവും പുറവും തിങ്ങും മഹിമാവാർന്നനിപ്പതും പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ജയിക്കുക ശിവാനന്ദ ദയാസിന്ധോ ജയിക്കുക ആഴമേറും നിൻ മഹത്താം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. Thank you, Manasi. Now I invite Dr. Smita S., Assistant Professor of our college and Convener of ED Cell, for the welcome address. Thank you, Avani. A warm good morning, one and all. വളരെ സന്തോഷം. പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് കാലാവസ്ഥയിൽ മാത്രം അത് നമുക്ക് പ്രോഗ്രാമിലൊന്നും യാതൊരു പ്രശ്നം വരാതിരിക്കണേ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. ബഹുമാന്യ ഷീബ ടീച്ചർ, കോളേജ് പ്രിൻസിപ്പൽ, നമ്മുടെ ഇവരുടെയും പ്രിയങ്കരനായ ഇന്നത്തെ നമ്മുടെ അതിഥിയും ഈ പ്രോഗ്രാമിന്റെ റിസോഴ്സ് പേഴ്സണുമായ ഡോക്ടർ ഐസക് പോൾ സർ, വിജി ടീച്ചർ, സംഗീത ടീച്ചർ, മറ്റെല്ലാ അധ്യാപക സുഹൃത്തുക്കളെ, ഇ ഡി സെല്ലിന്റെ കോർഡിനേറ്റർ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ അശ്വിനി, ഈ പ്രോഗ്രാമിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന കമ്പയർ ചെയ്യുന്ന ആവണി, പ്രയർ ചൊല്ലിയ മാനസി, ദെൻ നാഷണൽ ആന്തത്തിന് തയ്യാറായിരിക്കുന്ന അപർണ, ശ്യാമിലി, മറ്റെല്ലാ കുഞ്ഞുങ്ങളെ വളരെ സന്തോഷം. എല്ലാവരെയും റോഷ്ന ടീച്ചർ ഈസ് സോഫിയ,
വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ശരിക്കും. ഐസക് സാറിനെ നമ്മുടെ കോളേജിൽ, സാർ എനിക്ക് തോന്നുന്നു അങ്ങനെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു, ഇതിന് മുന്നേ ഇല്ല വന്നിട്ടില്ല. അപ്പൊ സാറിനെ എങ്ങനെയെങ്കിലും നമ്മുടെ കോളേജിൽ കൊണ്ടുവരണമെന്നുള്ള വളരെ ഒരു ആഗ്രഹമായിരുന്നു. ഞാനിങ്ങനെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇതിനിടയ്ക്കാണ് ആകസ്മികമായിട്ട് നമുക്ക് ED ക്ലബുമായിട്ടൊരു എന്തോ ഒരു ചർച്ച ഞങ്ങളുടെ ഇടയിൽ വന്നപ്പോഴേക്കും സാറാണ് അവിടുത്തെ കോർഡിനേറ്റർ എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അത് തന്നെ എന്ന് പറഞ്ഞിട്ടാണ് സാറിനോട് ചോദിച്ചത്. കുറച്ച് ദിവസം മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തു, എങ്കിലും കുറച്ച് നീണ്ടുപോയി. നമ്മുടെ ഇടയ്ക്കുള്ള ലോക്ക്ഡൌണും മറ്റ് പ്രോഗ്രാംസ് ഒക്കെ വന്നപ്പോഴത്തേക്കൊന്ന്, എങ്കിലും സാറിനെ കിട്ടിയതിലുള്ള വളരെയധികമുള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. അത് പ്രത്യേകിച്ചും ഒരു സാറിന്റെ ഈ ഒരു മേഖലയിലുള്ള സാർ കോളേജിൽ ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് എപ്പോഴും വളരെ പ്രസൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയിലും വളരെ ആക്റ്റീവായിട്ട് സാറിന്റെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളുടെ ചെയർമാനാണ്, മറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗ് എല്ലാത്തിനും സാറ് ചെയർമാൻ ആയിട്ടുണ്ട്. സാറിന്റെ കൂടെ ഞാൻ എക്സാമിനർ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉള്ള ആ ഒരു വളരെ ആക്റ്റീവ് ആയിട്ടുള്ള പ്രസൻസ് ആൻഡ് അപ്രോച്ച്, നമ്മളുമായിട്ടൊക്കെയുള്ള ആ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് എല്ലാ കോളേജസും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് സാറിനെ കുറിച്ച്. അപ്പോൾ അത്രയും നല്ലൊരു വ്യക്തിയെ, പിന്നെ സാറിന്റെ ആക്ടിവിറ്റീസ് മെയിനായിട്ട് ഓണ്ടർപ്രണർഷിപ്പുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ സാർ ഒരുപാട് വർക്കുകൾ സാറിന്റെ കോളേജിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ കുട്ടികൾക്കും കൂടെ പകർന്ന് കിട്ടിയാൽ അത്രയും നല്ലതായിരിക്കും എന്നുള്ള ഒരാഗ്രഹം. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് വളരെ സന്തോഷം സാറിന് കിട്ടിയതിൽ. അപ്പൊ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വളരെ ശിവ ടീച്ചറാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും ഉള്ള ഊർജവും ഒക്കെ തരുന്നത്. പെട്ടെന്ന് ചെയ്തു, കുഴപ്പമില്ല. ഇന്ന് രാവിലെ തന്നെ ഞാൻ ചോദിച്ചു എന്തെങ്കിലും നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥ പ്രമാണിച്ച് സാറിനെ വിളിച്ചപ്പോൾ തന്നെ ചോദിച്ചായിരുന്നു. എനിവേ ടീച്ചറും വളരെ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ എവരുടെയും പേരിൽ, ക്ലബിന്റെ പേരിൽ പ്രത്യേകിച്ചും നമ്മുടെ പ്രിയപ്പെട്ട ശിവ ടീച്ചറിനെ ഈ ഒരു ചടങ്ങിന്റെ പ്രസിഡന്റ് ടീച്ചറിനെ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടീച്ചർ. ദെൻ ഐസക് സാറിനെ കുറിച്ച് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ സംഗീത ടീച്ചർ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തരും. സാറ് ത്രൂ ഔട്ട് റാങ്ക് ഹോൾഡർ ആണ്. അപ്പോൾ ആ ഒരു കാലിബർ, ആ ഒരു എഫിഷ്യൻസിയും ഒക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഇതിന് ഒരു തയ്യാറ് കാണിച്ച സാറ്, ഞങ്ങളോട് വരാം എന്നുള്ള ആ ഒരു മനസ്സ് കാണിച്ച സാറിനെ ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങളുടെ ഏവരുടെയും പേരിൽ നമ്മുടെ ശ്രീനാരായണ ട്രെയിനിങ് കോളേജ് ഫാമിലിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ, വാം വെൽക്കം. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ സാറിനെ റിസോഴ്സ് പേഴ്സണെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സംഗീത ടീച്ചറാണ്. ടീച്ചറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ വിജി ടീച്ചറാണ് ഇതിന് ആശംസ നൽകുന്നത്. ടീച്ചറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മറ്റെല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ ക്ലബിന്റെ ഭാരവാഹികൾ, അവരാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇതിനുമായിട്ട് ചർച്ചകളൊക്കെ നടത്തി ഭാരവാഹിത്വം ഏറ്റെടുക്കുന്നതിനുള്ള ഓരോ പ്രോഗ്രാമിലും അതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള നമ്മുടെ അശ്വിനിയാണ്. മറ്റെല്ലാ സുഹൃത്തുക്കളെയും എല്ലാ കുട്ടികളെയും ഇതിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുറത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ എനിക്ക് റോഷനെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. മറ്റ് ഔട്ട്സൈഡ് വന്നിട്ടുള്ള റോഷന നമ്മുടെ തന്നെ ആള് തന്നെയാണ്. എല്ലാ സ്നേഹത്തോടു കൂടിയും റോഷൻ ടീച്ചറിനെയും മറ്റ് ആരെങ്കിലും ഒക്കെ പുറത്തുന്നുണ്ടെങ്കിൽ അവരെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you, ma'am. Let's invite our Honorable Principal, Dr. Sheba P, for the Presidential Address. A warm good morning to one and all. എത്രയും പ്രിയപ്പെട്ട ഐസക് സാർ, സ്മിത ടീച്ചർ, സംഗീത ടീച്ചർ, വിജി ടീച്ചർ, മറ്റെല്ലാ അധ്യാപക സുഹൃത്തുക്കളും, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ കാലമായി നമ്മൾ ഇതുപോലൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയായിരുന്നു. അതിൽ പ്രധാനമായും ഈ എന്റർപ്രണർഷിപ്പ് ക്ലബിന്റെ ഭാഗമായി ഒരു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസിന് നേതൃത്വം നൽകുന്ന നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിത്വത്തെ തന്നെ കൊണ്ടുവരണം എന്ന് നമ്മൾ വളരെ കാലമായി ആഗ്രഹിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ
കഴിഞ്ഞ വർഷം മീൻസ് കഴിഞ്ഞ വർഷം ഒന്നും അങ്ങനെ നടന്നില്ല, അതിന്റെ കൊറോണയ്ക്ക് തൊട്ട് മുന്നുള്ള 1920 വർഷം നമ്മളിതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് അവരാണല്ലോ ഈ ഒരു പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത്. ഈ എന്റർപ്രണർഷിപ്പ് ക്ലബ്ബുകൾ കോളേജുകളിലും സ്കൂളുകളിലും സ്റ്റാർട്ട് ചെയ്യുന്നതിന് നേതൃത്വം വഹിക്കുന്നതും കേരള ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ആണ്. അപ്പൊ ആ ഒരു ക്ലബിന്റെ നേതൃത്വത്തിൽ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സിൽ നിന്നുള്ള റിസോഴ്സ് പേഴ്സൺസ് തന്നെ നമുക്ക് നമ്മുടെ കോളേജിൽ വന്ന് ഇതിന്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം നടത്തുവാനും അതുപോലെ നമ്മുടെ കോളേജിനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഗവൺമെന്റ് ഓഫ് കേരളയുമായി രജിസ്റ്റർ ചെയ്യുവാനും നമുക്ക് സാധിച്ചു. അപ്പോൾ കഴിഞ്ഞ വർഷം അവസാനം തന്നെ നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റും കിട്ടിയതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രമാണ് അതിൽ നമുക്കൊരു കറക്ഷൻ വന്നത്, കാരണം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അതിന്റെ ആ ഒഫീഷ്യൽ രജിസ്ട്രേഷൻ കൈമാറിയത്. അപ്പൊ ആ സന്തോഷവും ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി, വിശേഷിച്ച് സാറിനെ, ബാക്കിയുള്ളവർ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, അറിയിക്കുകയാണ്. അപ്പൊ അതിന് നേതൃത്വം നൽകിയത് സ്മിത ടീച്ചറാണ്. അപ്പൊ ടീച്ചറിനെ ഈ ഒരു ക്ലബ്ബ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന്, അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ചെയ്തതിനും ഈ ഒരു അവസരത്തിൽ ഞാൻ ഔപചാരികമായി അഭിനന്ദിക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലാ ക്ലബ്ബുകളും ഓരോ ഡിപ്പാർട്ട്മെന്റുമായി രജിസ്ട്രേഷൻ കിട്ടുന്നതിനും തദ്വാര നമുക്ക് പല ഡിപ്പാർട്ട്മെന്റുകളുമായി MOUs സൈൻ ചെയ്യുന്നതിനും നമുക്ക് ജഗദീശ്വരൻ അവസരം നൽകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയും ആഗ്രഹിക്കുകയും കൂടിയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കുട്ടികളിൽ, അതായത് കുട്ടിയാവട്ടെ അഥവാ കോളേജ് സ്റ്റുഡന്റ് ആകട്ടെ, ഇന്നത്തെ ഒരു നിലയെന്ന് പറയുന്നത്, പഠിക്കുക എന്ന് പറയുന്നത് ഒരു വൈറ്റ് കോളർ ജോബ്, മിക്കവാറും ഒരു ക്ലറിക്കൽ തുടങ്ങി IAS വരെയുള്ള ഒരു ക്ലറിക്കൽ മീൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സിൽ മാത്രമാണ് കണ്ണു നട്ടുകൊണ്ട് പഠിക്കുന്നത്. അതിലുപരി ഇപ്പൊ എല്ലാവർക്കും നമ്മൾ പഠിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികളെയും അഡോപ്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സിൽ വേക്കൻസി ഇല്ല. എന്നാൽ ധാരാളം പ്രോഗ്രാമുകൾ നമ്മുടെ രാജ്യത്തിന് തന്നെ, നമ്മുടെ സമൂഹത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ പഠനത്തിൽ കൂടി നേടിയത് വഴി നമുക്ക് തന്നെ, നമ്മുടെ കുട്ടികൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അതായത് ഒരുപാട് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനൊക്കെയുള്ള ഒരു വേദിയാണ് നമ്മുടെ അതിനുള്ള ഫസ്റ്റ് ചവിട്ടുപടിയാണ് കുട്ടികൾക്ക് കുഞ്ഞുനാൾ മുതലേ, സ്കൂൾ മുതൽ കോളേജിൽ കൂടി അവരൊരു ഗ്രോണപ്പ് ആകുന്നത് വരെ ഈ ED സെല്ല് വഴി കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്നത് ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അവരിൽ ഇന്നോവേഷനും ഇൻകൾക്കേറ്റ് ചെയ്യുക, സംരംഭകത്വ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യിക്കുക, ഭാവിയിൽ ഒരു സംരംഭകനാകാൻ അവർ ശ്രമിക്കുക. ഇതൊക്കെ കിട്ടുന്നത് വഴി നമ്മുടെ കുട്ടികളിൽ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള ഒരു പ്രശ്നമേ ഇല്ലാതാകും. അവർക്ക് ആ ജോലിയുടെ കൂടെ, അതായത് വർക്ക് ഈസ് വർഷിപ്പ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സിലാക്കുന്നതിനുള്ള ഒരു വേദിയാണ്. അപ്പൊ ഇതിൽ നമ്മൾ ധാരാളം സംരംഭകരെ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മുടെ ഈ ടൈറ്റ് ഷെഡ്യൂൾ, അതായത് 2 മാസം, ഇനി ഒരു മാസം പോലും ഇല്ല എക്സാമിനേഷൻ, അതിനുള്ളിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇനി ഒരു മാർച്ച് 3rd സെമ്മും 4th സെമ്മും വളരെ ടൈറ്റ് ആണ്, ആ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അതിന് മാക്സിമം അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. അതുപോലെ ഇപ്രകാരം ഇപ്പൊ നമ്മളിപ്പോ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇൻഡസ്ട്രീസും ഒക്കെ ആയിട്ട് നമ്മുടെ കോളേജിൽ ലിങ്ക് കുറവാണ് താരതമ്യേന. എന്തെന്ന് വെച്ചാൽ നമ്മളെല്ലാം പ്യൂർ സബ്ജക്ട്സ് പഠിച്ചവരാണ്, കൊമേഴ്സ് നമ്മുടെ കോളേജിലില്ല. അപ്പോൾ ഈ ഒരു എന്റർപ്രണർഷിപ്പ് ക്ലബിന്റെ ഒരു വഴികാട്ടിയാകാൻ ഏറ്റവും യോജിച്ച ഒരു വ്യക്തിയാണ് ഐസക് സാറ്.
അപ്പൊ സാറ് കൊമേഴ്സിന്റെ തന്നെ അധ്യാപകനാണ്. അപ്പോൾ കൂടുതൽ ആ ഇൻഡസ്ട്രീസ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റുമായി ധാരാളം പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ സാറിന് നല്ല അറിവുണ്ട്. അപ്പൊ ആ സാറിന്റെ ആ മാത്സ് അറിവുകൾ നമ്മുടെ കുട്ടികൾക്കും ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലൊരു വെബിനാർ സംഘടിപ്പിച്ചത്. അപ്പോ പിന്നെ സാറിനെ കുറിച്ച് പറയുമ്പോൾ സാറിന്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് ഒക്കെ സംഗീത ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറയുമായിരിക്കും. എന്നാലും നമ്മുടെ കോളേജിന്റെ ഒരു നല്ല ഫ്രണ്ട് ആണ് ഐസക് സാറ്. നമ്മുടെ കോളേജിലെ എല്ലാ അധ്യാപകരുമായി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു നല്ലൊരു ബന്ധം സാറിനുണ്ട്. ഇപ്പൊ സാറ് ടീച്ചർ പറഞ്ഞതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം ചെയർമാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കോളേജിലെ എല്ലാ അധ്യാപകരെയും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സ് ആയിട്ടും എല്ലാം വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെയർമാനായി പോകുമ്പോൾ എക്സാമിനേഴ്സ് ആയിട്ട് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഒരു നല്ല ഫ്രണ്ട് കൂടിയായ സാറിനെ ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നമ്മുടെ ഈ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ കടമ എന്ന് പറയുന്നത് സാറിൽ നിന്ന് കിട്ടാവുന്നതിന്റെ മാക്സിമം നിങ്ങൾ മേടിച്ചെടുക്കുക. അതാണ് നിങ്ങളുടെ ഒരു കഴിവ്. അപ്പൊ അങ്ങനെ സാറ് കുറച്ച് കാര്യങ്ങൾ പറയും. പിന്നെ നിങ്ങളുടെ ആ ഡൗട്ട്സുകൾ ഒരു നല്ല സംരംഭകനാകാൻ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല സംരംഭകനാകാം എന്നെല്ലാം സാറിനോട് ചോദിച്ച് എല്ലാ കാര്യങ്ങളും അറിയുക. ഒപ്പം ഒരു നല്ല അതിനോടൊപ്പം തന്നെ സാറ് സ്റ്റാർട്ടപ്പ് മുന്നേ കുറിച്ച് പറയുക മാത്രമല്ല, സാർ ഒരു ടീച്ചർ എഡ്യൂക്കേറ്ററും കൂടി ആയതുകൊണ്ട് ആ രീതിയിലും സാറിന് ലിങ്ക് ചെയ്യാൻ സാധിക്കും. അപ്രകാരം നിങ്ങൾക്ക് ഈ ഒരു സെഷൻ വളരെ ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആയി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കൂടുതൽ സമയം എടുക്കുന്നില്ല. മഴയൊക്കെയാണ്, പ്രശ്നങ്ങളാണ്. എന്നാലും നല്ലൊരു കുട്ടികളുടെ ഇതുണ്ട്. ഇനിയും മഴയുടെ ഒരു ഇത് കഴിയുമ്പോൾ കുട്ടികൾ കൂടുതൽ ജോയിൻ ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം. എല്ലാവിധ ആശംസകളും. അപ്പൊ അങ്ങനെ ഒരു നല്ല സെഷനായി തീരട്ടെ എന്ന്, നമുക്ക് പ്രതികൂല കാലാവസ്ഥയൊക്കെ ഇതിൽ അഡ്ജസ്റ്റഡ് ആകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. Now I invite Dr. Sangeeta NR, Assistant Professor of our college, for the introduction of the resource person. Good morning, respected principal, the teacher, നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് ഗസ്റ്റ് റിസോഴ്സ് പേഴ്സൺ ഐസക് പോൾ സാർ, മറ്റ് അധ്യാപകർ, പ്രിയപ്പെട്ട സ്റ്റുഡൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് സ്മിത ടീച്ചർ ഫോർ ഇൻവൈറ്റിംഗ് ഐസക് സാർ ഫോർ ദിസ് സെഷൻ. വളരെ സന്തോഷം ഐസക് സാറിനെ നമ്മുടെ കോളേജിലേക്ക് ഓൺടർപ്രണർഷിപ്പ് ക്ലബിന്റെ ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് ക്ഷണിച്ചതിൽ. സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ടീച്ചറും പറഞ്ഞു കഴിഞ്ഞു, അതുപോലെ സ്മിത ടീച്ചറും പറഞ്ഞു. ഞങ്ങൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ ഐസക് പോൾ എന്ന് പറയുന്നത്. നമ്മൾ ഐസക് സാർ എന്ന് പറയാറുള്ളൂ. സാറിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ സൗമ്യനായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ടീച്ചർ സാറിന്റെ മുഖം മനസ്സിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്നത് സാറിന്റെ ആ പ്ലസന്റ് ഫേസ് ആണ്. വളരെ സൗമ്യ ഭാവം, ദേഷ്യപ്പെട്ടൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ടീച്ചർ പറഞ്ഞതുപോലെ ഞങ്ങള് കുറച്ച് പേര്, സ്മിത ടീച്ചറും ചിത്ര ടീച്ചറും ഞാനും ഒക്കെ സ്ഥിരം സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ് പല ആവശ്യങ്ങൾക്കായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സാറ് നമ്മൾക്ക് എത്ര തിരക്കഴിഞ്ഞാലും സാറ് വിളിച്ചിട്ട് അങ്ങനെ അന്ന് ചെയ്തു തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മടി പറയില്ല. ഒരു നോ പറയാ, വേറെ ആരോട് നോ പറഞ്ഞു കഴിഞ്ഞാലും സാറിനോട് പറയാൻ തോന്നില്ല. കാരണം സാറിന്റെ ഫേസ് അങ്ങനെയാണ്, സാറിന്റെ ആ വിളി എങ്ങനെയാണ്. അതുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നി സാറാണ് റിസോഴ്സ് പേഴ്സൺ എന്ന് അറിഞ്ഞപ്പോൾ. വളരെ വളരെ സന്തോഷം. അതുപോലെ ഷെറിൻ ടീച്ചർ, സാറിന്റെ വൈഫ്, യൂണിവേഴ്സിറ്റി കോളേജില് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റിയാണ്, എന്റെ ഫ്രണ്ടും കൂടെയാണ്. അത് വളരെ സന്തോഷം രണ്ടുപേരെയും ഓർത്തതില്. ഓക്കെ, സോ നൗ ലെറ്റ് മീ എൻറ്റർ ഇൻ ടു മൈ ഡ്യൂട്ടി. സാറ് GCT ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ കൊമേഴ്സ് എഡ്യൂക്കേഷന്റെ അധ്യാപകനാണ്. കൊമേഴ്സിൽ MCOM ചെയ്തത് കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് ഫസ്റ്റ് റാങ്കോട് കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് B.Ed പുളക്കട സെന്ററിൽ ടോപ്പ് സ്കോറർ ആയിരുന്നു. ദെൻ M.Ed മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ടോപ്പ് സ്കോറർ ആയിരുന്നു. ദെൻ അവിടെ നിന്ന് സാറ് MPhil ചെയ്തു, ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MPhil ചെയ്തു. ദെൻ ഹി ക്ലിയർഡ് സെറ്റ് ആൻഡ് നെറ്റ്. PhD ചെയ്തു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ദെൻ സാറ്
പ്രോജക്ട്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓണ്ടർപ്രണർഷിപ്പ് ക്ലബിനെ കുറിച്ച് വർക്കിനെ കുറിച്ച് പറയാൻ സാറ് വളരെ റിസോഴ്സ്ഫുൾ ആണ്. പ്രോജക്ട്സ് UGCയുടെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും എല്ലാം പ്രോജക്ട്സുകൾ സാർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന നെറ്റിൽ അവൈലബിൾ ആണ് സാറിന്റെ പ്രോജക്ട്. ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ടായിരുന്നു. സാറിന്റെ രാഹുൽ സാറും കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സാർ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അവൈലബിൾ ആണ് എല്ലാ റിപ്പോർട്ട്സും. പിന്നെ സാറ് GCTയിൽ തന്നെ ED സെല്ലിന്റെ കൺവീനർ ആണ്. എല്ലാത്തിനുപരി ഞാൻ റീസെന്റ് ആയിട്ട് സാറിനെ കുറിച്ചൊക്കെ അറിഞ്ഞത് സാറിന്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സാറിന്റെ കൊമേഴ്സ് എഡ്യൂക്കേഷന്റെ ആണ്. എനിക്ക് ശിവരാജ് സാറുമായിട്ട് ചേർന്നിട്ടാണെന്ന് തോന്നുന്നു ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പൊതുവെ BEdന് ബുക്സ് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്സ് വളരെ കുറവാണ്. പൊതുവെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ബുക്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അകത്ത് തന്നെയുള്ള ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ് എഴുതിയതായിരിക്കും. അപ്പം അങ്ങനെ എനിക്കൊന്ന് കൊമേഴ്സ് എഡ്യൂക്കേഷൻ ഒരു കോൺട്രിബ്യൂഷൻ ആണ് സാറിന്റെ ബുക്ക്. സോ നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് സാറിന്റെ വക ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കൊമേഴ്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തേണ്ട കാര്യമില്ലായിരിക്കും. കാരണം ഒരു ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ മെത്തഡോളജിയും പെഡഗോജിയും ഒരുപക്ഷെ എല്ലാ സബ്ജക്ട്സിനും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നതായിരിക്കും. സാറിന്റെയും കൂടെ എഴുത്തല്ലേ. അപ്പൊ അതുകൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ബുക്ക്, ഒരു പുസ്തകം കൂടി സാർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറിന്റെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊക്കെ സാറിന്റെ അക്കാഡമിക് പെർഫോമൻസ് എന്ന് പറയുന്ന അക്കാഡമിക് അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത്. ബാക്കി പേഴ്സണൽ ക്വാളിറ്റീസ് സാറ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രസന്റേഷൻ സ്കില്ലും ഏറെ ബഹുമാനത്തോടു കൂടി ഏറെ സന്തോഷത്തോടു കൂടി ഐസക് സാറിനെ ഞങ്ങളുടെ കോളേജിലേക്ക് സ്നേഹപൂർവ്വം ഒരു അതിഥി, ഒരു റിസോഴ്സ് പേഴ്സൺ, അതിഥി എന്ന് പറയുന്നില്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, Sangeeta. Thank you, ma'am. Now, let's invite Dr. VGV, Assistant Professor of our college, for the felicitation. ബഹുമാനപ്പെട്ട ഡോക്ടർ ഷീബ ടീച്ചർ, ഇന്നത്തെ മുഖ്യാതിഥി ഡോക്ടർ ഐസക് പോൾ സർ, ഈ വെബിനാറിന്റെ കൺവീനർ ഡോക്ടർ സ്മിത ടീച്ചർ, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഓൺട്രപ്രണർഷിപ്പ് എഡ്യൂക്കേഷൻ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ആശയം. എങ്കിലും വിദ്യാർത്ഥികൾക്ക് ക്രിയാത്മകമായിട്ട് ചിന്തിക്കാനും ചുറ്റും കാണുന്ന പ്രശ്നങ്ങൾക്ക് അവർക്ക് പരിഹാരം കണ്ടെത്താനും അവരിൽ ഒരു റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി വളർത്തിയെടുക്കാനും എന്തെങ്കിലും ഒരു പരാജയം വന്നാൽ അതിനെ ബോൾഡായിട്ട് ഫേസ് ചെയ്യാനും അതിനെ അംഗീകരിക്കാനും ഹാർഡ് വർക്കിലൂടെ അവർ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്നും അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഒക്കെ അത് ആ രീതിയിലൊക്കെ അവരെ പ്രാപ്തരാക്കിയെടുക്കുക എന്ന മഹത്തരമായ ലക്ഷ്യമാണ് ഓൺട്രപ്രണർഷിപ്പ് എഡ്യൂക്കേഷൻ ഉള്ളത്. ഈ വിഷയത്തെ പറ്റി വിലയേറിയ അറിവുകൾ പകർന്നു തരാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തൈക്കാട് ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ ഏവരുടെയും പ്രിയപ്പെട്ട അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഐസക് പോൾ സാറാണ്. വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഈ വിഷയത്തിൽ ഒരു വെബിനാർ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട സ്മിത ടീച്ചറിനോടും ഇതിന് പരിപൂർണ പിന്തുണ നൽകിയ ഷീബ ടീച്ചറിനോടും നമ്മുടെ കോളേജിലെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെൽ മെമ്പേഴ്സിനോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഈ വെബിനാറിൽ പങ്കെടുക്കാൻ ഓരോരുത്തർക്കും ഇവിടെ നിന്ന് ഈ വെബിനാറിൽ പങ്കെടുക്കുന്നതിലൂടെ ഓരോരുത്തർക്കും ഇവിടെ നിന്ന് പകർന്നു കിട്ടുന്ന പലതരത്തിലുള്ള അറിവുകൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. So now it is the most awaiting session of the webinar, the resource talk. I invite Dr. Isaac Pohl sir, Assistant Professor of Commerce Education, Government College, Thaikad, to talk about entrepreneurship education, a roadmap for molding unique human task force. Good morning. Am I audible? Audible, sir. Welcome. Clear. ഏറ്റവും പ്രിയമുള്ള ഷീബ ടീച്ചർ, പ്രോഗ്രാം കോർഡിനേറ്റർ സ്മിത ടീച്ചർ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളായ സംഗീത ടീച്ചർ, ചിത്ര, വിജി ടീച്ചർ, എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ട അധ്യാപകരാണ്. റാണി ടീച്ചറിനെ കാണുന്നുണ്ട്. മറ്റുള്ളവർ റീത്ത ടീച്ചർ, പ്രവീൺ സാർ, പ്രമോദ് സാർ, ഓൾ ഫാക്കൽറ്റി മെമ്പേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങളെ കാണുന്നതിൽ അതിയായ സന്തോഷം.
നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കഴിഞ്ഞത്. വളരെ സന്തോഷം. അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ മനോഹരമായ ഒരു ദിവസം. മഴ, കാലാവസ്ഥയുടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഐ തിങ്ക് അറൌണ്ട് 65% അല്ലെ, 60-ൽ പുറത്ത് കുട്ടികൾ പങ്കെടുക്കുന്ന ഈ മീറ്റിംഗിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യം, സന്തോഷം. അതോടൊപ്പം പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇത്രയൊക്കെ എക്സ്പെക്ടേഷൻ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന റിസോഴ്സ് ചിലപ്പോൾ കുറഞ്ഞു പോയാൽ വലിയ ബുദ്ധിമുട്ടാവും. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാനാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. വർക്കല കോളേജിലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥാപനമാണ്. എൻ്റെ അതേപോലെയുള്ള അല്ലെങ്കിൽ എൻ്റെ അതേപോലെ അത്ര അടുപ്പമുള്ള അധ്യാപകരുള്ള ഒരു കോളേജാണ്. എപ്പോഴും വിളിച്ചാൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് പോളിസി പോലെ വളരെ സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു സ്ഥാപനമാണ്. പ്രത്യേകിച്ച് ഷീബ ടീച്ചറിനോടൊപ്പം ഒരു ടേം ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഇരിക്കാനും നല്ല ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ഒക്കെ കഴിഞ്ഞു. നല്ല ഓർമ്മകൾ. അതുപോലെ തന്നെ എപ്പോഴും വൈബ്രന്റ് ആയ ഒരു ടീച്ചേഴ്സ് ഉള്ള ഒരു ടീമാണ് SN ട്രെയിനിങ് കോളേജ്. എല്ലാ കാര്യങ്ങളിലും അവരുടെ സാന്നിധ്യം എല്ലാത്തിലും ഉറപ്പുവരുന്ന ഒരു സ്ഥാപനമാണ്. അത് ഞങ്ങൾക്ക് എപ്പോഴും കോളേജിൽ എപ്പോഴും പറയാറുണ്ട്. എല്ലാത്തിലും, റിസർച്ചിലാണെങ്കിലും പ്രോജക്റ്റിലാണെങ്കിലും വെബിനാർസിലാണെങ്കിലും അക്കാഡമിക്സിലാണെങ്കിലും. അത്ര എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട കുട്ടികൾ, നിങ്ങൾ വളരെ മഹത്വമുള്ള കുട്ടികളാണ്. നല്ല ഒരു കൂട്ടം അധ്യാപകരുടെ കീഴിൽ ട്രെയിൻ ചെയ്യപ്പെടുന്ന നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ കഴിഞ്ഞത്. അതിനോടൊപ്പം തന്നെ എനിക്ക് ആ മനോഹരമായ പ്രയർ സോങ് എനിക്ക് എവിടെ കേട്ടാലും വളരെ സന്തോഷമാണ്. ദൈവദശകത്തിൽ ആ വരികൾ കേൾക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന എല്ലാ ഊർജവും നമുക്ക് ആവാഹിച്ചു തരുന്ന ഒരു മനോഹരമായ ഒരു പ്രാർത്ഥന അല്ലെ. അതിന് പ്രത്യേകം എനിക്ക് തോന്നുന്നു ആരും മാനസിക കുട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ, അശ്വിനി ആണെന്ന് തോന്നുന്നു പാടി. നല്ല മെലോഡിയസ് സോങ്. വളരെ അതിനകത്ത് ഓരോ വേർഡ്സ് എന്റെ മനസ്സിൽ അതൊക്കെ കേൾക്കുമ്പോൾ അതിനകത്തൊക്കെ എന്തൊക്കെയോ സംതിങ് അല്ലേ, അതിനകത്തൊക്കെ എന്തൊക്കെയോ പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ടാവും. എത്ര വാല്യൂസ്, എത്ര നഷ്ടപ്പെട്ടു പോയ എത്ര കാര്യങ്ങൾ അതിനകത്ത് കൂട്ടിച്ചേർത്ത് നിലനിർത്തണം എന്ന നിലയിലാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം എഴുതിയതല്ലേ അത് അല്ലേ, അദ്ദേഹം എഴുതിയതാണെന്ന് തോന്നുന്നു. അതെ, ദൈവദശകത്തിലെ അല്ലേ. അതിന്റെ 100 വർഷമൊക്കെ ആഘോഷങ്ങളിലൊക്കെ ഞാനും പങ്കാളികളായിരുന്നു. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രയർ സോങ് ആണ്. ഇഷ്ടത്തിന് മാത്രമല്ല, ഒരു മനുഷ്യനെ രൂപമാറ്റം ട്രാൻസ്ഫോം ചെയ്യാൻ പോലും അല്ലേ എത്ര വാക്കുകൾ 10 അല്ലെങ്കിൽ കുറച്ചോ 20 ലൈൻസിൽ കൂടി കഴിയുന്നു. അതൊക്കെയാണ് അതിന്റെയൊക്കെ മഹത്വം. നമ്മൾ പലപ്പോഴും കവിതകൾ കേൾക്കുകയും കേട്ട് അതുപോലെ കളയുകയും ചെയ്യുന്നതുണ്ട്. എന്നാൽ പോലും വർഷങ്ങളായി ജനറേഷൻ ടു ജനറേഷൻ ആ നിലയിൽ നിലനിർത്താൻ കഴിയുന്നതൊക്കെ അദ്ദേഹത്തെ നമിക്കുകയാണ് അല്ലെ, അദ്ദേഹത്തിന്റെ ആ കോൺട്രിബ്യൂഷനൊക്കെ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭാവനകൾ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് മനസ്സിലായോ ചോദിക്കുന്നതിനെക്കാട്ടുപരി നിങ്ങളുടെ മനസ്സിൽ ഞാനൊന്ന് ആകുമ്പോഴാണ് ഞാൻ പ്രധാനപ്പെട്ട നല്ല അർത്ഥമുള്ള അധ്യാപകനായി തീരുന്നത്. നമുക്കിടെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻസോ കാര്യമില്ല. എന്നെ അധ്യാപനാക്കുന്ന എന്റെ വിദ്യാർത്ഥിയാണ് അല്ലെ, വിദ്യാർത്ഥികൾ കൂടിയാണ് ഞാൻ മഹത്വമുള്ളതായി തീരുന്നത്. അന്നേരം ആ ചിന്ത നിങ്ങൾ അധ്യാപകരായി പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇവിടെയൊക്കെയാണ് ഓണ്ടർപ്രണർഷിപ്പിന്റെ ഒക്കെ പ്രാധാന്യം. സംതിങ് യൂണിക്, സംതിങ് ഡിഫറെന്റ്. ഞാൻ ഒരാളെ പോലെ സ്മിത ടീച്ചറിനെ പോലെ ഞാൻ ആകണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ പരാജയമായി തീരുകയുള്ളൂ. സ്മിത ടീച്ചറിനെ പോലെ ടീച്ചറിന് മാത്രമേ ആകാൻ കഴിയുള്ളൂ. ദാറ്റ് ഇസ് ദ യുണീക്നെസ്. എന്നെ പോലെ എനിക്ക് മാത്രമേ ആകാൻ പറ്റുകയുള്ളൂ. എന്നാൽ നിങ്ങളെ പോലെ നിങ്ങൾക്ക് മാത്രമേ ആകാൻ കഴിയത്തുള്ളൂ. അതാണ് നമ്മുടെ പ്രത്യേകത. ഈശ്വരൻ എല്ലാവരെയും സൃഷ്ടിച്ചു, പക്ഷെ എല്ലാവരും ഒരുപോലെ അല്ല, എല്ലാവരും വ്യത്യസ്തരാണ്. അതാണ് മഹത്വം. അന്നേരം എല്ലാവരിലും എല്ലാം സംതിങ് ഡിഫറെന്റ്, സംതിങ് യുണീക്, സം കൈൻഡ് ഓഫ് സ്പെഷ്യാലിറ്റി. ഈ ഇരട്ട കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ കാഴ്ചയിൽ ചിലപ്പോൾ ഒരുപോലെയാണെങ്കിൽ പോലും അവരുടെ പ്രവർത്തന രീതികളും ചിന്തിക്കുന്നതിലും അവരുടെ ആശയം കൈമാറ്റപ്പെടുന്നതിലും ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ശരിയല്ലേ? അതുപോലെ നമ്മൾ പറയുന്നത് ചലഞ്ച് സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അവർ ചില ക്വാളിറ്റീസ് പ്രോമിനന്റ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ സാധ്യതകളാക്കി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഓണ്ടർപ്രണർഷിപ്പിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ചെറിയ സാധ്യതകളെ അത് നന്നായിട്ട് നറിഷ് ചെയ്യിക്കുക അല്ലെ, അതിൽ കൂടി ഡെവലപ്പ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. നമുക്ക് ഒരു കാലത്ത് ഇത് കൊമേഴ്സിന്റെയും അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെയും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന്റെയും ഒക്കെ ഭാഗമായി നിന്ന ഓണ്ടർപ്രണർഷിപ്പ് ഇപ്പൊ എല്ലാ സിസ്റ്റത്തിലേക്കും അല്ലെങ്കിൽ എല്ലാ മൾട്ടി ഡിസിപ്ലിനറി നേച്ചറിലേക്ക് ഇത് കടന്നു വന്നിരിക്കുകയാണ്. എനിവേ, ഓണ്ടർപ്രണർഷിപ്പ് ക്ലബിന് എല്ലാ ആശംസകളും അല്ലെ. ഒരുപാട് കാര്യങ്ങൾ ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇത് എഫക്റ്റീവ് ആയിട്ട് മാറുകയുള്ളൂ. ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും. പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റുമായി ഒരു ലൈസൻസ് വർക്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് നിങ്ങളെ അഭിനന്ദിക്കുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. ഞാൻ എപ്പോഴും ഓർക്കുന്നത് BEd എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ UGC പറയുന്ന ഒരു 10 ടീച്ചർ എഡ്യൂക്കേഷൻ പ്രത്യേകിച്ച് ഒരു 10
ഈ ആസ്പെക്ട്സ് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ 10 എക്സ്പെക്ടഡ് ഔട്ട്കം കുട്ടികളിൽ ഉണ്ടാകണം. അതിനകത്ത് ഒരുപാട് സ്കിൽ ഓറിയന്റഡ് കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോഴ് പക്ഷെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് മുറികളിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബി.എഡിന്റെ റിസൾട്ട് വരുമ്പോൾ ഫിലോസഫിക്ക് ഇത്ര മാർക്ക്, സൈക്കോളജിക്ക് ഇത്ര മാർക്ക്, ടെക്നോളജിക്ക് ഇത്ര മാർക്ക്, തന്നെ നമ്മുടെ അസസ്മെന്റിന് ഇത്ര മാർക്ക്, ടീച്ചിങ് പ്രാക്ടീസിന് ഇത്ര മാർക്ക്, ഡിസ്കഷൻ ലെസൺ ഡെമോയ്ക്ക് ഇത്ര മാർക്ക് എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷെ ആക്ച്വലി ബി.എഡ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, ഒരു സ്കിൽ ഓറിയന്റഡ് പ്രോഗ്രാം ആണ്. അതിന്റെ UGC പോലെ അല്ലെങ്കിൽ ഔട്ട്കം വരുമ്പോൾ ആദ്യം സെറ്റ് ചെയ്തിരിക്കുന്ന ഔട്ട്കം അവസാനം വരുമ്പോൾ അതായിരിക്കണം നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ട് വരേണ്ടത്, അല്ലെ? ഡൈവേഴ്സിറ്റി, സ്കിൽ ഓറിയന്റേഷൻ. ഇനി ഒരു കാലത്ത് വരുമ്പോൾ മാർക്ക് കുട്ടികളുടെ വാല്യൂ ഓറിയന്റേഷൻ അല്ലെങ്കിൽ വാല്യൂ ട്രാൻസ്ഫോർമേഷൻ, അതിന് ഇത്ര സ്കോർ, സ്കിൽ ഓറിയന്റേഷൻ ഇത്ര, ടീച്ചർ കോമ്പിറ്റൻസി ഇത്ര സ്കോർ. ഈ രീതിയിലുള്ള ഒരു സ്കോറിംഗ് സിസ്റ്റം ആയിരിക്കും വരാൻ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കണം വരുന്നത്. അപ്പോഴും നമ്മുടെ ഈ സ്കിൽ, ഈ ED ക്ലബുകളും ഇതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഇതിനോട് നിങ്ങൾ കൊടുക്കുന്ന താല്പര്യങ്ങളും ഒക്കെയും വാല്യൂ ചെയ്യപ്പെട്ടു വരും. പ്രിയ കുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിൽ എല്ലാവരും കഴിവുകളുണ്ട്. ഈ കഴിവുകളെ ഫലപ്രദമായി ഉപയോഗിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഓക്കെ, എഡ്യൂക്കേഷണൽ ഓണ്ടർപ്രണർഷിപ്പ്, അതാണ് എന്റെ ടോപ്പിക്. ഓണ്ടർപ്രണർഷിപ്പ് നമുക്ക് കാണാം, സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ട്, എൻവയോൺമെന്റൽ ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ട്, മാർക്കറ്റിംഗ്, ഡിജിറ്റൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പെഡഗോജിക്കൽ ആസ്പെക്ട്സിനെ നമുക്ക് എങ്ങനെ ക്ലാസ് മുറികളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് നമ്മുടെ പ്രത്യേകത. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു വീഡിയോ ആണ്. ഒരു മിനിറ്റ് ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഒരു മിനിറ്റ് സർ, PPT പറഞ്ഞാൽ മതി സർ. ഞാൻ പറയാം, ഒരു മിനിറ്റ്. ഓക്കെ. കാണാമോ? Has reshaped the world in ways that will endure long after the pandemic ends. അല്ല, വീഡിയോ കാണത്തില്ല സർ. വീഡിയോ കാണുന്നില്ല. PPT കാണാം. Our research indicates that the mix of available jobs will change as a result, creating more urgency for training. വരുന്നില്ലല്ലേ? PPT വരുന്നില്ലല്ലേ? അല്ല, വീഡിയോ വന്നില്ലല്ലേ? വീഡിയോ വന്നില്ല സർ. കുഴപ്പമില്ല, ഞാൻ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് പോട്ടെ, അത് കുഴപ്പമില്ല. ടീച്ചർ PPT ഒന്ന് ഷെയർ ചെയ്യാവോ? PPT. ഓണ്ടർപ്രണർഷിപ്പ് എപ്പോഴും നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്കില്ലുമായി ബന്ധപ്പെട്ടാണ്. വാട്ട് ഈസ് മെന്റ് ബൈ സ്കിൽ? സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും പറയാമോ? ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് നന്നായിരിക്കും. എനിക്ക് നിങ്ങളുടെ സുന്ദരമായ മുഖങ്ങളൊക്കെ ഒന്ന് കാണുമ്പോൾ, അധ്യാപകൻ എപ്പോഴും ഫേസ് ടു ഫേസ് ഇന്ററാക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണല്ലോ. ആർക്കെങ്കിലും പറയും, വാട്ട് ഈസ് സ്കിൽ? നോളജ് ആണോ സ്കിൽ? എന്താണ് സ്കിൽ? ആ നോളജിനെ പ്രയോജനപ്പെടുത്തുന്ന രീതി. നോളജിനെ പ്രയോജനപ്പെടുത്തുന്ന രീതി. അതിനകത്ത് എങ്ങനെയാണ് അത് പ്രയോജനപ്പെട്ട ഒരു സ്കില്ലായി മാറുന്നത്? അറിവുണ്ട്, നോളജ് ഡൊമൈൻ ഉണ്ട്, അല്ലെ? ഇൻഫർമേഷൻ നോളജ് വന്നാണോ? ഇൻഫർമേഷനും നോളജും സ്കില്ലും എന്താണ്? ഇൻഫർമേഷനും നോളജ് വന്നാണോ? ആരെങ്കിലും പറയാമോ? ഒന്ന് ട്രൈ ചെയ്യൂ. സർ, ഇൻഫർമേഷൻ നമ്മൾ നേടിയെടുക്കുമ്പോൾ അത് നമ്മുടെ നോളജ് ആകുന്നു. അങ്ങനെ എല്ലാ ഇൻഫർമേഷനും നോളജ് ആകുമോ? അത് ശരിയാണ്. ഓൾ ഇൻഫർമേഷൻ ഈക്വൽസ് നോളജ്. ഒരാൾ റെസ്പോണ്ട് ചെയ്തേ.
എല്ലാ ഇൻഫർമേഷനും നോളജ് ആണോ? അല്ല. അല്ല അല്ലെ? ഇന്ന് ഞാൻ നിങ്ങൾ എന്തെല്ലാം ഇൻഫർമേഷൻ കിട്ടി നിങ്ങൾക്ക്, പക്ഷെ അതെല്ലാം നോളജ് ആയിട്ട് കൺവേർട്ട് ആയോ? ഇല്ല. ഇല്ല ഇല്ല. നമുക്ക് അതിന് ഒരു ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് ആർ ദയർ. കോളേജിൽ ഒരു ദിവസം വരുമ്പോൾ തന്നെ എത്ര ഇൻഫർമേഷൻ കേൾക്കുന്നു, കാണുന്നു. യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുമ്പോഴും, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും, നടക്കുമ്പോഴും, നാട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോഴും, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് ആർ ദയർ. ബട്ട് നമുക്ക് എല്ലാം കൺവേർട്ട് ചെയ്ത് നോളജ് ആക്കാൻ പറ്റില്ല അല്ലെ? കുറച്ച് ഭാഗം മാത്രമേ. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു അതിന് നമ്മൾ ചില മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ചില ലിങ്കിങ് അല്ലെങ്കിൽ ചില കാര്യങ്ങളെ അസോസിയേറ്റ് ചെയ്യും. അപ്പോഴും നമ്മൾ അത് നോളജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് സ്കിൽ എന്ന് പറയുന്നത് അതിനേക്കാളും മുകളിൽ നിൽക്കുന്നതാണ്. ദാറ്റ് ഈസ് സ്കില്ലിനകത്ത് എബിലിറ്റി ടു ഡു എ പെർട്ടിക്കുലർ തിങ് കോമ്പീറ്റന്റ്ലി, എബിലിറ്റി ടു ഡൂയിങ് പാർട്ട് കൂടുതൽ വരുന്നുണ്ട്. ഡു എ പെർട്ടിക്കുലർ തിങ് കോമ്പീറ്റന്റ്ലി ത്രൂ കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ പ്രാക്ടീസസ്. അതാണ് സ്കില്ലായിട്ട് വരുന്നത്. ടീച്ചിങ് ഒരു സ്കില്ലാണ്. ഒരു കാര്യം ചെയ്യുന്നതല്ല, അല്ല ഡൂയിങ് പാർട്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് സ്കില്ലിലേക്ക് വരുന്നത്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചൊരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ കോവിഡ് കാലത്ത് വന്നിരിക്കുന്ന ഒരുപാട് മാറ്റത്തേക്ക് സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, നെറ്റിൽ കിടപ്പുണ്ട്. ദ ഫ്യൂച്ചർ ഓഫ് വർക്ക് എന്ന് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന, അതായത് ലോകത്തിന് വന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് ഒരിക്കൽ പോലും പണ്ട് വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് ലോകം മാറിക്കൊണ്ടത്. പക്ഷെ ഇപ്പോഴും സെക്കൻഡ്സ് കൊണ്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ്സ് കൊണ്ട് ഇപ്പൊ മനസ്സിൽ തോന്നുന്ന ഒരു ആശയം പെട്ടെന്ന് അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെയാണ് അല്ലെ ഒരുപാട് പേർ ഇത് ബുദ്ധിയാണോ, അതിനേക്കാൾ ലോജിക്കാണോ, ക്രിയേറ്റിവിറ്റി ആണോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് കടന്നു വരുമ്പോഴാണ് ഇത് എന്താണ് ഒരു സ്കില്ലായിട്ട് വർത്തിക്കുന്നത്, സ്കില്ലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് ടീച്ചറെ, നെക്സ്റ്റ് സ്ലൈഡ്. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയുടെ എക്കോണമി ഒരു അൺബാലൻസ്ഡ് ഓക്കുപേഷണൽ സ്ട്രക്ചർ ആണ്. നേരത്തെ ശിവ ടീച്ചർ പറഞ്ഞ ഓക്കുപേഷൻ വളരെ പ്രാധാന്യമുണ്ട്, സെൽഫ് എംപ്ലോയ്മെന്റ് പ്രാധാന്യമുണ്ട്. ഇവിടെ നമ്മുടെ രാജ്യത്ത് നോക്കുമ്പോൾ ഒരു ഇത് ഈ ഡേറ്റ കുറച്ച് ബാക്കിലുള്ളത്, എന്നാൽ പോലും ഏകദേശം ഇതുമായിട്ട് ചേർന്ന് 68% പീപ്പിൾ മാത്രം, അത് മെജോറിറ്റി ലാൻഡ് ഷെയർ, ദാറ്റ് ഈസ് 68% ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ആർ എൻഗേജ് വിത്ത് അഗ്രികൾച്ചർ. 68%, അതായത് 50ക്ക് അബോവ് ആണ്. 14% ഇൻഡസ്ട്രീസ്, 8% in trade and transport and 10% in professional and services. നോക്കി എന്തിനും ഇങ്ങനെ ഒരു പ്രൊഫഷണൽസിലേക്കും സർവീസിലേക്കും എത്തപ്പെടുന്ന 10% പേരേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ജീവിക്കണം. ഇന്ത്യ ലോകത്തിലല്ലോ പോപ്പുലേഷൻ എത്ര വലിയ രാജ്യമാണ്. എങ്ങനെ ഇന്നത്തെ ഒരു സാമ്പത്തിക നിലയിൽ കോപ്പപ്പ് ചെയ്യാൻ പറ്റും? വാട്ട് ഈസ് ദ സൊല്യൂഷൻ? എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഈ അടുത്ത നെക്സ്റ്റ് സ്ലൈഡ്. ഇവിടെ ഇതൊരു വലിയ ഇഷ്യൂ ആണ്. ഇവിടെയാണ് ഗവൺമെന്റിന്റെ സ്കിൽ ഇന്ത്യ മൂവ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ മൂവ്മെന്റ്. എല്ലാവരും സ്കിൽ ഡെവലപ്ഡ് ആവണം. ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന 68 പേര് അല്ലെങ്കിൽ നിങ്ങൾ 55 പേരുണ്ടെങ്കിൽ എല്ലാവരിലും ഒരു നൈപുണി അല്ലെങ്കിൽ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. എങ്ങനെ ഡെവലപ്പ് ചെയ്യും? എന്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ കഴിവല്ല നിങ്ങളുടെ കഴിവ്, എല്ലാവരും വ്യത്യസ്തതയുണ്ട്. ഈ വ്യത്യസ്തത നാം ഒരു കോമ്പീറ്റൻസി ആയിട്ട്, ഒരു സ്കില്ലായിട്ട്, ഒരു ഓൺട്രപ്രണർ ആകാൻ വേണ്ടുന്ന ഒരു സപ്പോർട്ടിങ് എവിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് നമ്മൾ സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് കൊണ്ടുവരണം. നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നതിനെ നമുക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് പാടുന്നതിനെ കൺവേർട്ട് ചെയ്തെടുക്കണം. എനിക്ക് നന്നായിട്ട് ഡ്രോയിങ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കണം. എനിക്ക് നന്നായിട്ട് എഴുതുവാൻ കഴിയുന്നെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തെഴുതാം. ഒരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൺവേർട്ട് ചെയ്ത് മറ്റൊരു ഭാഗം, ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഒരു ഡേറ്റയായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നെങ്കിൽ അതൊരു ടീച്ചറിന്റെ എഡ്യൂക്കേഷൻ ഓൺട്രപ്രണർഷിപ്പിന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ നമ്മളുടെ കഴിവുകളെ നാം മാറ്റി അല്ലെ എപ്പോഴും നമ്മൾ ഒരേ ലൈനിൽ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ തിങ്ക് ക്രിയേറ്റീവ്ലി അല്ലെങ്കിൽ ഡൈവേർജന്റ് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോഴും മാത്രമേ ഇന്ത്യ ഡെവലപ്പ് ചെയ്യൂ, നമ്മുടെ ഭാരതം ഡെവലപ്പ് ചെയ്യുള്ളൂ. എപ്പോഴും നോക്കുക, നമ്മള് ഇവിടെ ഇന്ത്യയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഇന്റലക്ച്വലി വളരെ കോമ്പിറ്റന്റ് ആണ്. നമുക്കാണ് ഒരു സയൻസ് റിസർച്ച് ഒക്കെ ചെയ്യുന്ന മെജോറിറ്റി PhD സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ബയോളജിക്കൽ സയൻസില്, എക്കണോമിക്സിലൊക്കെ റിസർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ ഇന്ത്യയിൽ പഠനം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് പോസ്റ്റ് ഡോക്ടറിലും അതൊക്കെ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങൾ ഇവരെ അങ്ങ് അബ്സോർബ് ചെയ്യും. അവിടെ അവർ ഹൈ സാലറി കൊടുത്ത് നമ്മുടെ ബ്രെയിനും നമ്മുടെ റിസോഴ്സും മൊത്തം അവർ ഉപയോഗിക്കും അല്ലെ? നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, റിസോഴ്സസ്, അവർ കൊടുക്കുന്ന മറ്റ് അമ്യൂണിറ്റീസ് എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരിക്കൽ പോലും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതെല്ലാം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് വരുന്ന ഒരു മാറ്റം ഇതിനെക്കാട്ടും ഫാർ ബെറ്റർ ആണ്. നോബൽ പ്രൈസിലോ ഒക്കെ എത്തപ്പെടും. ഇന്ത്യൻ വംശജരായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ. യഥാർത്ഥത്തില് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഞാൻ ഓർക്കുന്ന കാര്യം, ഇപ്പൊ ഇനിയുള്ള കാലത്ത് നമുക്ക് വേണ്ടത്
ഈ കോൺട്രിബ്യൂഷൻ നമുക്ക് കൊടുക്കാൻ കഴിയണം. എന്തുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും? അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കണം, എന്റെ യൂണിക് ട്രേറ്റ്സ് എന്താണ്, എന്റെ പ്രത്യേകം. നിങ്ങൾ ടീച്ചേഴ്സ് ആയി പോകുന്നു, അല്ലെങ്കിൽ വേറെ ഫീൽഡിലേക്ക് പോകുന്നു, എനിവേ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അതാണ് പ്രത്യേകത. റെസ്പോൺസിബിൾ ഹ്യൂമൻ ബീയിങ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഫിലോസഫിയിലെ ഒരു ഫിലോസഫി ഉണ്ടല്ലോ, എക്സിസ്റ്റൻഷ്യലിസം പറയുന്നതിനകത്ത്, എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്. നമ്മുടെ ഇപ്പോഴത്തെ ഞാൻ ബിഫോർ ബർത്തിനും ആഫ്റ്റർ ഡെത്തിനും വലിയ പ്രാധാന്യമൊന്നുമില്ല. ഞാനിവിടെ 70 വർഷമോ 80 വർഷമോ ജീവിക്കുമ്പോൾ വാട്ട് ഈസ് മൈ കോൺട്രിബ്യൂഷൻ? ഞാൻ റെസ്പോൺസിബിൾ ഹ്യൂമൻ ബീയിങ് ആയി മാറണമെങ്കിൽ എന്റെ സ്കിൽസും എന്റെ എബിലിറ്റിയും എന്റെ കോമ്പീറ്റൻസിയും എഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും ആപ്റ്റ് ആയിട്ടും പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണം. സി, India is relatively young as a nation with around 28 million young youth people being added every year. ഓരോ വർഷം യൂത്തിന്റെ എണ്ണത്തിനകത്ത് വരുന്ന ആഡ് ചെയ്യുന്നതാണ്. അതായത് ഇവിടെ നോക്കി, ഇൻ 2020 ആവുമ്പോൾ ദിസ് ഇയർ, ഡേറ്റ അല്പം പഴയതാണ്, ആവറേജ് ഏജ് ഓഫ് ആൻ ഇന്ത്യൻ, ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ എടുക്കുമ്പോൾ ആവറേജ് വരുന്നത് 29 വയസ്സാണ്. പക്ഷെ ചൈനയിലെ ടോട്ടൽ പോപ്പുലേഷന്റെ ആവറേജ് ലെവൽ നിൽക്കുന്നത് 37 വയസ്സും ജപ്പാൻ 48ഉമാണ്. അന്നേരം വളരെ യങ് എനർജറ്റിക് ബ്ലഡ് എന്ന് പറയുന്നത് നമ്മത്, റൈറ്റ്? അതായത് ഈ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മളെല്ലാം നിൽക്കുന്നത് ഇപ്പൊ 2020 എത്തിക്കഴിഞ്ഞു, അല്ല 2021 21 ഇപ്പോൾ കഴിഞ്ഞു, 21 ആയല്ലോ. അപ്പോൾ അത് നമ്മുടെ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ പ്രണബ് മുഖർജി പറഞ്ഞത്, വി ഓഫൻ ബോസ്റ്റ് about India's demographic dividend, but the question that arises is what we do with this if we cannot skill them, if we cannot educate them, and we cannot enhance their employability. ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഇത്രയൊരു ഹ്യൂമൻ റിസോഴ്സ്, പഴയ കാലത്താണെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു ട്യൂട്ടോറിയലും പഠിപ്പിച്ചു ആ രീതിയിലേക്ക് പോകുന്നൊരു കാലമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എപ്പോഴും കുറെ ട്രെയിൻ PSC കോച്ചിങ് ആണ്. എന്താല്ലേ, എന്തുകൊണ്ട് എനിക്ക് എന്റെ സ്കില്ലിനെ വേസ്റ്റ് ഔട്ട് ചെയ്ത് അല്ലെ അതിനെ ഒരു എംപ്ലോയബിലിറ്റി ആക്കി മാറ്റാനായിട്ട് എന്തുകൊണ്ട് കഴിയുന്നില്ല? നമ്മുടെ ഈ കോളേജുകളിൽ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെല്ലുകളുടെ ഒക്കെ പ്രത്യേകിച്ച് നിങ്ങളിലുള്ള സ്കില്ലിനെ ഐഡന്റിഫൈ ചെയ്യിക്കുക മാത്രമേ ഉള്ളൂ. അതിനുള്ള സാഹചര്യം മാത്രമേ നമുക്ക് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജുകളിലുള്ളൂ. ഇന്ന് പക്ഷേ നിങ്ങൾ ഇതിനകത്ത് എന്തൊക്കെ, നിങ്ങളുടെ കപ്പാസിറ്റി എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും? സിമ്പിൾ എക്സാമ്പിൾ, എന്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിന് ഞങ്ങൾക്ക് അതൊരു കേക്ക് ഓർഡർ ചെയ്യണം. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും നന്നായിട്ട് കേക്ക് ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൾ 1-2 സ്റ്റാറ്റസ് ഒക്കെ വാട്സപ്പിൽ ഇട്ടിരുന്നു. അന്ന് നമ്മൾ വിചാരിച്ചു ആ കേക്കിനെ കുറിച്ച് അറിഞ്ഞ് നമ്മളൊന്ന് ഓർഡർ ചെയ്തു. എന്നിരിക്കും ഞാൻ വളരെ എക്സലന്റ് ആയ കേക്ക് നമുക്ക് കിട്ടി, അവർക്ക് നല്ലൊരു എമൗണ്ട് നമ്മൾ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു ആ കുട്ടിയെ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി കോളേജിൽ എനിക്ക് ഓൺടർപ്രണർഷിപ്പ് ക്ലബിന്റെ പേരിൽ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. എന്ന് വെച്ചാൽ കോളേജ് മുഴുവനും പോപ്പുലറായി. എത്ര വർഷം എന്ന് വെച്ചാൽ അവർ കണക്റ്റഡ് ആണ് അല്ലെ, കണക്ട് ചെയ്ത് നെറ്റ്വർക്ക് പോലെ ഇനി അങ്ങ് പോകും. അതിന് ചെറിയ ഏണിങ്സ്, ഡിഗ്രിയോടൊപ്പം തന്നെ പഠിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ആ ഏണിങ്സ് ആണ് പ്രത്യേകത. എന്ന് വെച്ചാൽ അതിനുള്ള കഴിവാണ്. യൂട്യൂബ് നോക്കി കോവിഡ് കാലത്തൊക്കെ ഇരുന്ന് പഠിച്ച് അത് ക്രിയേറ്റീവ് ആയിട്ട്. പക്ഷെ ഒരു കാര്യം, റിസ്ക് ഉണ്ട് വിത്ത് പെർഫെക്ഷനും വേണം. ഈ 2 കാര്യം നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റിയിലും വേണം. സോറി, നരേന്ദ്രമോദി അത് അവർ പ്രധാനമന്ത്രി 2015 പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം സ്കിൽ ഇന്ത്യ എന്നൊരു ക്യാമ്പയിൻ, ആ സ്കിൽ ഇന്ത്യ ക്യാമ്പയിൻ വഴി, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ക്ലിയർ ആവുന്നു സർ. അദ്ദേഹം പറയുന്നൊരു ക്യാമ്പയിൻ ലോഞ്ച്, സ്കിൽ ഇന്ത്യ എന്നൊരു ക്യാമ്പയിനില് പറഞ്ഞിരിക്കുന്നത് 2015, സോറി PPT, okay, which aims to train over 40 crore people in India in different skill by 2022. 2022 ഇന്ത്യയിലെ 40 ലക്ഷം പീപ്പിൾ ഏതെങ്കിലും ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുമെന്നാണ്. പക്ഷേ ഇത് 2015 പറഞ്ഞത്, 2022 ആകുമ്പോഴത്തേക്ക്. പക്ഷെ ഓർക്കുക, 2022 എത്താൻ ഇനിയിപ്പോ മാസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, അല്ലെങ്കിൽ നാം ചിന്തിക്കുക, നമ്മുടെ ക്ലാസ് മുറി ചിന്തിക്കുക, നമ്മുടെ ചെറിയ ക്ലാസ് ലേണിംഗ് എൻവയോൺമെന്റ് നോക്കി എത്ര പേർ ആ സ്കില്ലിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ, അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു എംപ്ലോയ്മെന്റിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പ്രോജക്റ്റുകൾ സർക്കാർ കൊണ്ടുവന്നു, പക്ഷെ അത് ഇതുവരെയും സക്സസ്ഫുൾ ആയില്ല. പക്ഷേ പല രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആണ് ആക്ഷൻ. ഇമ്മീഡിയറ്റ് ആയുള്ള ആക്ഷനിൽ കൂടി മാത്രമേ ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. വേരിയസ് ഇനിഷ്യേറ്റീവ്, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവ്, സ്റ്റാർട്ടപ്പ് മിഷൻ, നമുക്കൊക്കെ സ്റ്റാർട്ടപ്പ് മിഷനുമായി കേരള ഗവൺമെന്റ് അതുമായിട്ടൊക്കെ കൈകോർക്കാം. ഇപ്പൊ കേരളത്തിലെ YIP യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം നിങ്ങളുടെ കോളേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഞങ്ങൾ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ടീച്ചർ? സംഗീത സ്മിത ടീച്ചറെ YIP-ല് രജിസ്റ്റർ ചെയ്തിരുന്നോ?
ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. YAP രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ടീച്ചർ? YAP രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാർ. ഓക്കെ. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഐഡിയ കൊടുത്തിരുന്നോ? ഓക്കെ സാർ. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്യണം. നമുക്ക് പ്രൈസ് കിട്ടുമോ അതൊന്നും അല്ല കാര്യം. എല്ലാവരും YAP ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഞാൻ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ഞാൻ അവസാനം നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. എങ്ങനെയാണ് അതിനകത്ത് നമ്മുടെ ഐഡിയ കൊണ്ടുവരേണ്ടത് എന്നൊരു രീതിയിലേക്ക് ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഇൻഫർമേഷൻ തരാം. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, നയന മല്ലത്തർ പ്രോഗ്രാം ഹെഡ് ദിസ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഹെഡ് ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് about 90% of employment opportunities require vocational skills. Only 20% of our graduates get employed. നേരത്തെ ഞാൻ പറഞ്ഞ ഡേറ്റയുടെ കണ്ടിന്യൂഷൻ ആണ്. The rest are unable to get suitable employment due to lack of employable skill. BEd കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ ക്ലാസ് മുറി ഓർക്കുമ്പോഴേ എല്ലാവർക്കും നല്ല മാർക്കാണ്. പക്ഷേ നമ്മൾ ഒരു ഇന്റർവ്യൂ ബോർഡിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ടീച്ചിങ് സ്കിൽ അവിടെ അസസ് ചെയ്യാറുണ്ട്. അന്നേരം സ്കില്ലിലാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലെ. എന്നാൽ നിങ്ങൾ 30 ദിവസവും 40 ദിവസം അല്ലെങ്കിൽ 70 ദിവസം ടീച്ചിങ് പ്രാക്ടീസിന് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വലിയ സ്കോർ തരാറുണ്ട് ഞങ്ങൾ. പക്ഷെ അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്കിൽ ഓറിയന്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ ഞാനിപ്പോൾ ഇത്ര വർഷം 20 വർഷമായിട്ട് പഠിപ്പിക്കുന്നു. എനിക്ക് ടീച്ചിങ് സ്കില്ലിന് ചിലപ്പോൾ ഒരു മാർക്ക് ഇട്ടാൽ ചിലപ്പോൾ 60-62% മാർക്ക് ഇടുകയേ ഉണ്ടാവുള്ളൂ. അതേസമയം നിങ്ങൾ ഒരു കുറച്ച് 10 ആഴ്ച അല്ലെങ്കിൽ 20 ആഴ്ച ഇന്റേൺഷിപ്പ് പോകുമ്പോൾ നിങ്ങൾക്ക് വരുന്ന മാർക്ക് ഞങ്ങൾ 90+ ആയിരിക്കും തരുന്നത്. അത് പോട്ടെ. എന്നാൽ ഞാൻ ഓർക്കുന്നത് പക്ഷെ നമ്മൾ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എൻവയോൺമെന്റിൽ എത്തപ്പെടുമ്പോഴും വി ഹാവ് ടു പ്രൂവ് അവർ സ്കിൽ, എസ്പെഷ്യലി അവർ എംപ്ലോയബിൾ സ്കിൽ, ടീച്ചിങ് സ്കിൽ. നമ്മൾ നിൽക്കുന്ന ഫീൽഡിൽ നമ്മുടെ സ്കില്ല് പ്രൂവ് ചെയ്യപ്പെടണം. എന്നിട്ട് അവിടെ ഒരു പ്രത്യേകത, എന്റെ മുമ്പിലേക്ക് ദിവ്യശ്രീയും സ്വാതിയും ഒരു ഇന്റർവ്യൂ ബോർഡ് ചെല്ലുമ്പോൾ നിങ്ങളുടെ സ്കിൽ എന്നെ പോലെ പ്രസന്റ് ചെയ്തിട്ട് കാര്യമില്ല. യു ഹാവ് ടു നിങ്ങളുടെ കോമ്പിറ്റൻസിയും സ്കിൽസും എഫക്റ്റീവായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം. എന്നിട്ട് അവിടെ ചെയ്യേണ്ടത്, നമ്മൾ ഒരു ഫുഡിനകത്ത് എല്ലാവർക്കും അവിയലും സാമ്പാറും അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുന്ന വിചാരിക്കുക. ചില സാമ്പാർ വളരെ എല്ലാത്തിനും ഇടുന്ന കൂട്ടരുവാലല്ലേ, പക്ഷെ ടേസ്റ്റ് എന്താ വ്യത്യാസം വരുന്നത്? ചിലയിടത്ത് തരുമ്പോൾ കൊള്ളാം സൂപ്പർ ആണെന്ന് പറയും, ചിലത് അത്ര മോശം. എന്തുകൊണ്ടാണ് ദിവ്യശ്രീ എങ്ങനെ പറയുന്നേ? കേൾക്കാമോ? ദിവ്യശ്രീ ഉണ്ടോ? പേര് കണ്ടോണ്ട് അതിനെ നോക്കി. ഹലോ, കേൾക്കുന്നില്ല. സ്വാതി കേൾക്കാം സർ. സ്വാതി പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു സാമ്പാർ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അതിനകത്തുള്ള ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഓക്കെ, റേഞ്ച് ഇഷ്യൂസ് ഉണ്ട്. ആരെങ്കിലും ഇപ്പൊ സംസാരിക്കൂ, ആരെങ്കിലും പറഞ്ഞോളൂ. അതിനകത്തുള്ള ഐറ്റംസ് എല്ലാം അതിനകത്ത് ഇടുന്ന എല്ലാം കൂട്ടുകളെല്ലാം സെയിം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് ചിലത് സൂപ്പർ ആണെന്ന് പറയുന്നത്, ചിലത് കുഴപ്പമില്ല കൊള്ളമില്ല എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? വാട്ട് ഇസ് ദ റീസൺ? അത് വെക്കുന്ന രീതി അനുസരിച്ചിട്ട് അതിൽ ചേർക്കുന്ന അതെ, അതാണ് പ്രത്യേകത അല്ലേ. എന്തോ സംതിങ് ഡിഫറെന്റ്, എന്തോ ആഡ് ചെയ്യുന്ന ഡിഫറെന്റ് ആണ് അല്ലേ. എല്ലാ ദിവസവും ചായ ഇടുന്നുണ്ട്. ഇപ്പൊ ചായ നമ്മൾ ടീ ഇടുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചായ അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുന്ന പ്രത്യേകത നിങ്ങൾ എല്ലാവർക്കും അറിയാം. ഇത് ഒരു നോളജ് മാനേജ്മെന്റിന്റെ പ്രത്യേകതയാണ്. നമ്മൾ നോളജ് മാനേജ് ചെയ്യുന്ന സമയത്ത് ഇത് പറയാറുണ്ട്. എക്സാമ്പിൾ, ഞാൻ സ്മിത ടീച്ചറുടെ വീട്ടിൽ പോയി, ടീച്ചർ എനിക്കൊരു ചായ തന്നു. സ്മിത ടീച്ചർ എന്ന് ഇവിടുത്തെ ചായയിൽ ഇടുമ്പോഴും പക്ഷേ ഞാനാണ് നല്ലതെന്ന് പറയേണ്ടത് അല്ലേ. സൂപ്പർ ആയിരിക്കുന്ന ചായ, എക്സലന്റ് ആയിട്ട്. അന്നേരം എന്നെ പോലെ ഉള്ളവരില് ആ ടീയെ അല്ലെങ്കിൽ ആ ചായ ഇഷ്ടപ്പെടണം, താല്പര്യം ഉളവാക്കണം. അത് വേണ്ടേ? അല്ലെങ്കിൽ സ്മിത ടീച്ചർ ഉണ്ടാക്കിയതുകൊണ്ട് പ്രത്യേകത എന്നല്ല പറയേണ്ടത്. പബ്ലിക്കിന് അല്ലെങ്കിൽ ഇത് ആരാണോ ആ ടാർഗറ്റ് ഓഡിയൻസ് അവരിലേക്ക് എത്തപ്പെടുമ്പോൾ അത് കൊള്ളാം, അതാണ് പ്രത്യേകത. ഓക്കെ, ഇതാണ് ഓൺടർപ്രണർഷിപ്പിലും പ്രത്യേകത. ഞാൻ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും, ഞാൻ എക്സലന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആരിലേക്ക് എത്തപ്പെടുന്നു, ഏത് ഗ്രൂപ്പിലേക്ക് എത്തപ്പെടുന്നു, അവരിലേക്ക് എത്തപ്പെടുമ്പോൾ മാത്രമേ അത് സൂപ്പർ ആണെന്ന് നമ്മൾ പറയത്തുള്ളൂ. ഇറ്റ്സ് എ ക്ലിയർ? അതാണ് ഈ നോളജ് മാനേജ്മെന്റിന്റെ പ്രത്യേകത, നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം. ഓക്കെ, ഒരു ക്ലാസ് മുറിയിലേക്ക് പോകുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും നിങ്ങൾക്ക് അറിയാം, പലരെയും അറിയാം. പക്ഷെ ഏറ്റവും നല്ല ടീച്ചർ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അയാൾ പഠിപ്പിച്ച കണ്ടന്റ് ആണോ? കണ്ടന്റ് ഓർക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാമോ? ഇല്ല. ആ പഠിപ്പിച്ച കണ്ടന്റിനാണോ പ്രാധാന്യം? അഖില? അല്ല, പിന്നെ എന്താ പ്രത്യേകത?
ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ. വേറെ എന്തോ സാധനം അല്ലേ? ഒരു കാര്യം പറ്റും, ആ സ്കിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡല്ലോ അല്ലെങ്കിൽ അപ്രോച്ച് എന്തോ ഡിഫറെന്റ് ആണ്. അതാണ് ആ മനസ്സിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്, അതാണ് നമ്മുടെ മനസ്സിലായത്. ശരിയല്ലേ? ശരിയല്ലേ? ഇതാണ് ഈ നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയിലും വേണ്ടത്. നല്ലൊരു പെഡഗോജിക് എന്ന നിലയിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓണ്ടർപ്രണർഷിപ്പിലൊക്കെ വരുമ്പോഴും ഒരു ടീച്ചിങ് എയ്ഡ് കൊണ്ട് ചെല്ലുമ്പോഴും അതാണ് പ്രത്യേകത. ഒരു ലേണിംഗ് മെറ്റീരിയൽ പ്രസന്റ് ചെയ്യുമ്പോഴും ഇതാണ് പ്രത്യേകത. അന്നേരം ഈ എഡ്യൂക്കേഷൻ ഓണ്ടർപ്രണർഷിപ്പിലും അതാണ് കൊടുക്കുന്നത്. എന്താണോ അത് എഴുതുന്ന റൈറ്റിംഗ് ആണെങ്കിലും ആക്ടിവിറ്റി ആണെങ്കിലും നാം ഉണ്ടാക്കുന്ന ടീച്ചിങ് മെറ്റീരിയൽ ആണെങ്കിലും അല്ലെങ്കിൽ ക്ലാസ് റൂം അറേഞ്ച്മെന്റ്സ് ആണെങ്കിലും ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യേകത. ഇങ്ങനെ വ്യത്യസ്തത ഉള്ളതിനെ അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്ത ഒരു ഭംഗിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് മുറിയിൽ ഞങ്ങളുടെ ഇന്റർ കോളേജ് കോമ്പറ്റീഷൻ നടത്തി. നമ്മുടെ കോളേജ് നിങ്ങളുടെ കോളേജിൽ ആരും പങ്കെടുത്ത് ഞാൻ കണ്ടില്ല. ഒരു അഡ്വർടൈസ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾ അഡ്വർടൈസ്മെന്റ് അതിന് കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്തിരുന്നു. നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന റിസൾട്ട് വന്നു. 2-3 കുട്ടികൾക്ക് പ്രൈസ് ഒക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞുതരും, ഈ ഒരു പരസ്യം നിങ്ങളുടെ മനസ്സിലൊക്കെ എല്ലാ വർഷവും പുതിയ പരസ്യവുമായിട്ട് എന്ന് വെച്ചാൽ കല്യാൺ ജുവല്ലേഴ്സിന്റെ പരസ്യം വളരെ ലീഡിംഗ് ആയ അഡ്വർടൈസ്മെന്റ്സ് ആണ്. വളരെ കുറച്ച് സമയം കൊണ്ട് സെക്കൻഡ്സ് കൊണ്ടാണ് ആ പരസ്യം കാണിക്കുന്നത്. കണ്ടിട്ടില്ലേ? ഈ വർഷം കാണിച്ച പരസ്യമാണോ അവർ കാണിക്കുന്നത് അടുത്ത വർഷം? അല്ലല്ലോ, അല്ലെ? വ്യത്യസ്തമായ ഒരു പരസ്യം നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ ക്യാച്ച് ചെയ്യും, നമ്മുടെ മനസ്സിലേക്ക് എത്തപ്പെടും. ചില പരസ്യം കണ്ട് ഒന്നും മനസ്സിലാവില്ല. കുട്ടികൾ പരസ്യം കാണാറില്ലേ? ചോക്ലേറ്റ്സിന്റെയും അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ താല്പര്യമുള്ള മേഖലകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ഒരു പരസ്യം പെട്ടെന്ന് അങ്ങ് നിന്നു പോകും. കണ്ടിട്ടില്ലേ? ഹലോ, കേൾക്കാമോ? കണ്ടിട്ടില്ലേ? എന്തുകൊണ്ട് അവരെ പെട്ടെന്ന് കേൾക്കുന്ന ഒരു നമ്മൾ സ്ഥിരം കാണുന്ന കാര്യമില്ല, പക്ഷെ എന്നും കാണുന്ന ഒരു പരസ്യമല്ല. അവനെ ക്യാച്ച്, അന്നേരം അവനെ ആ നോളജ് മാനേജ്മെന്റ് ആ പരസ്യ നിർമ്മാതാക്കൾക്കുണ്ട്. അതല്ലേ ക്ലാസ് മുറിയിലേക്ക് എത്തപ്പെടുന്ന നമുക്കും ഇതുപോലെ ഓണ്ടർപ്രണർഷിപ്പ് ട്രേഡ്സ് സ്കിൽസ് ഉണ്ടാവണം. സ്കില്ലാണ്. എന്നാലും ഞാൻ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത് അതാണ്, അല്ലെ? ബിസിനസ് തുടങ്ങുന്നതൊന്നുമല്ല, ഒരു ഇനിഷ്യേറ്റീവിലേക്ക് പോവുകയാണ്. വിത്ത് ആക്ഷൻ ആണ്, വിത്ത് പെർഫെക്ഷൻ ആണ്. ഓക്കെ, അവിടെ റിസ്ക് ഉണ്ട്, ചിലപ്പോൾ സക്സസ്ഫുൾ ആവണമെന്നില്ല. അന്നേരം ഒരാൾക്കൊണ്ട ഒരു പുതിയ പോപ്പിയുടെ പരസ്യം കണ്ടിട്ടില്ല? കുട എല്ലാ വർഷവും പുതിയ പരസ്യങ്ങളുമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ കൊല്ലത്തിനെ മോഡിഫൈ ചെയ്യല്ല ചെയ്തത്, എന്തായാലും ഡിഫറെന്റ് ആണ്. സെക്കൻഡ് സമയം അവർക്ക് കൊടുക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് അഡ്വർടൈസ്മെന്റ് കൊണ്ട് ഒരു പരസ്യം, വാച്ചിന്റെ ഒരു പരസ്യത്തെ കുറിച്ച് ഒരു അഡ്വർടൈസ്മെന്റ് ആണ് കൊടുത്തത്. പല കുട്ടികളും ചെയ്തത് നെറ്റിൽ കിടന്ന പല വാച്ചുകൾ എടുത്ത് ക്ലബ് ചെയ്ത് ഒരു ഫോമാറ്റ് ആക്കി. യഥാർത്ഥത്തിൽ അതല്ല നമുക്ക് വേണ്ടത്. അതൊരു ക്രിയേറ്റിവിറ്റി അല്ല, ഡൈവർജൻസി അല്ല, ഇന്നോവേഷൻ അല്ല, അല്ലെ? നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് അല്ല. പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ടീച്ചറായിട്ടോ നിങ്ങളൊരു ഇനിഷ്യേറ്റീവിലോ എൻഗേജ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറെന്റ് ആയ ഒരു രീതിയിൽ ചിന്തിക്കുക. തിങ്ക് ഡൈവേർജൻലി. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് വ്യത്യസ്തമായിരിക്കും. എപ്പോഴും സ്ക്വയർ ടൈപ്പ് സോപ്പ് കണ്ടിട്ടില്ലേ? ആ സോപ്പിന്റെ ഷേപ്പ് ഒന്ന് മാറ്റി നോക്കൂ. അപ്പോൾ നമ്മൾ കടകളിൽ ചെന്ന് ഒരാൾക്ക് ഗിഫ്റ്റ് വാങ്ങി ഒരു പേന നോക്കുന്നു. എന്തായിരിക്കും നിങ്ങളുടെ ഓപ്ഷൻസ്? എന്തായിരിക്കും? ഒരു പേന, നിങ്ങളുടെ ഈ 15 രൂപയുണ്ട്, ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, ആ 15 രൂപ ഒരു പേന വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായിരിക്കും നിങ്ങൾ ഏത് രീതിയിലുള്ള പേനയായിരിക്കും സെലക്ട് ചെയ്യുന്നത്? നല്ല എന്താ? ബ്രാൻഡ് നോക്കും. പിന്നെ കാണുമ്പോൾ തന്നെ അട്രാക്റ്റീവ് ആയിരിക്കും. കാണുമ്പോൾ തന്നെ അട്രാക്ഷൻ ഉണ്ടാവും. അത് വളരെ പ്രധാനം. ലേബലിങ്ങും അതിന്റെ ഡിസൈനിങ്ങും. ശരിയല്ലേ? കാഴ്ചക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് കാഴ്ചക്കാരിലേക്ക് അല്ലെ അയാൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ പേനയൊക്കെ പണ്ട് യൂസ് ആൻഡ് ത്രോ എന്ന രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ട എഴുതാതെ സൂക്ഷിച്ചു വെക്കുന്ന ചില പേനകളും ഉണ്ടാകും. ഇതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഏത് പീപ്പിളിനാണെങ്കിൽ, ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ, കുട്ടികൾ തൊട്ട് ഓൾഡ് പീപ്പിളിനാണെങ്കിൽ പോലും അവരെ അട്രാക്ട് ചെയ്യുന്ന കാര്യം നമ്മുടെ ക്ലാസ് മുറികളിലും ഇതുപോലെ ആകണം. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വൺ. ഓക്കെ, ഇവിടെ ഒരുപാട് ജോബിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ഡിജിറ്റൽ കൾച്ചറൽ കമന്റേറ്റർ കേട്ടിട്ട് പോലും ഇല്ല അല്ലേ? സ്പേസ് ടൂർ ഗൈഡ് ഇപ്പൊ ആയിട്ടുണ്ട്. സ്പേസ് ടൂറിലേക്ക് പോകുന്നത് ഇപ്പോഴാണ് വന്നത്. സ്പേസിലേക്ക് ടൂർ പോകുന്നു. കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് ഒന്നും കേട്ടിട്ടില്ല. വെർച്വൽ റിയാലിറ്റി ഹാബിറ്റാറ്റ് ഡിസൈനർ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഡാറ്റ ക്രിയേറ്റീവ്, സസ്റ്റൈനബിൾ പവർ ഇന്നോവേറ്റർ, ഹ്യൂമൻ ബോഡി ഡിസൈനർ, ഓക്കെ, എത്തിക്കൽ ടെക്നോളജി അഡ്വക്കേറ്റ്, ഓക്കെ, പേഴ്സണൽ കണ്ടന്റ് ക്രിയേറ്റർ. ഇതേപോലെ ഒരുപാട് പുതിയ ഇതൊക്കെ ജസ്റ്റ് ചുമ്മാ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ്. അത് ഞാൻ ആരാണ്, എന്റെ പൊസിഷൻ എന്താണ്? ഞാൻ MSc അല്ലെങ്കിൽ MA അല്ലെങ്കിൽ PG കഴിഞ്ഞ കുട്ടി, ഇപ്പം B.Ed കഴിയാണ്. എനിക്ക് ഇതുപോലെ ടാഗ് കിട്ടുമോ? എനിക്ക് ഇങ്ങനെ ഒരു ലേബൽ ഉണ്ടോ?
ഞാൻ ഡിജിറ്റൽ കണ്ടന്റ് റൈറ്റർ ആണ്. ഞാൻ ജോഗ്രഫി അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ BEd ചെയ്യാണ്. എനിക്ക് എന്ത് ടാഗാണ്, എന്ത് മാർക്കറ്റിൽ എന്ത് വാല്യൂ ആണുള്ളത്? പ്രിയ കുഞ്ഞുങ്ങൾ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. നമ്മുടെ ഇങ്ങനത്തെ ഒരു ക്ലബിൽ കൂടി ഇങ്ങനെ ക്രിയേറ്റീവ്, അല്ലെങ്കിൽ ഞാനൊരു പെഡഗോജി ആയിട്ട് മാറാൻ പോവുകയാണ്, അങ്ങനെ ഒരു പെഡഗോജിക്കൽ പാർക്ക് എനിക്ക് നിർമ്മിക്കാൻ പറ്റുമോ നമ്മുടെ കോളേജിന്? അതൊക്കെ നാക്ക് വരുമ്പോഴൊക്കെ കാണിക്കാം. SNTC പെഡഗോജിക്കൽ പാർക്ക്. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. എന്താണ് ആ പാർക്കിൽ പ്രത്യേകത? പെഡഗോജിക്കൽ എലമെന്റ്സ് എങ്ങനെ മാറ്റാം, അല്ലെ? എഫക്റ്റീവായിട്ട് എങ്ങനെ കരിക്കുലം ട്രാൻസാക്ട് ചെയ്യാം? ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പാർക്കിൽ കൂടി എങ്ങനെ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ പറ്റും? അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലെങ്കിൽ ക്ലാസ് മുറി, എന്റെ മലയാളം ക്ലാസ് മുറി, എനിക്ക് ഇംഗ്ലീഷ് ക്ലാസ് മുറി, സൈക്കോളജിക്കൽ ക്ലാസ് മുറിയിലുണ്ടായ മാറ്റം, സൈക്കോളജി തിയറി പറയുന്നതിനപ്പുറമായിട്ട് ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് ബ്ലൂമിന്റെ ടാക്സോണമി പഠിപ്പിക്കുമ്പോഴും പിയാഷെ പഠിപ്പിക്കുമ്പോഴും അതിനപ്പുറമായിട്ട് ഞാൻ ആരാണ്, അല്ലെ? ആ രീതിയിലേക്ക് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നമ്മൾ എഫക്റ്റീവായ പെഡഗോജിയായി മാറുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് ഒരുപാട് ജോബ് ഉണ്ട്. ഞാനിത് കുറെ നോക്കിയതാണ്, ചിലതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ആസ്ട്രോ ഫാർമർ, ആസ്ട്രോ സൈക്കോളജിസ്റ്റ്, ആസ്ട്രോ ടീച്ചർ, ഓഗ്മെന്റഡ് റിയാലിറ്റി ആർക്കിടെക്ട്, ഓട്ടോണമസ് വെഹിക്കിൾ ഓപ്പറേറ്റർ. നമ്മൾ നിങ്ങളുടെ മനസ്സിൽ നോക്കി നമുക്കിപ്പോ പല ചെറിയ വെഞ്ചേഴ്സ് കാണാം. ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് എവിടെങ്കിലും ഒരു ഫെൽറ്റ് ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യുമ്പോൾ അതിനെ ഒരു ഇനിഷ്യേറ്റീവായി മാറുന്ന ഒരു കാര്യമാണ്. സിമ്പിൾ എക്സാമ്പിൾ, ഇടയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ടയർ പഞ്ചറായി. അന്നേരം അതിനുള്ള പ്രത്യേകത, ഇപ്പൊ ആൾക്ക് സിറ്റിയിൽ കൂടെ മൂവ് ചെയ്യുന്ന വാഹനം പഞ്ചർ ഒട്ടിക്കുന്ന ആൾക്കാരുണ്ട്. ഓൺലൈൻ സെക്കൻഡ്സ് കൊണ്ട് ഡയൽ ചെയ്താൽ മതി, അത് നമ്മൾ മുമ്പിൽ എത്തും. ഇതല്ലേ നമുക്ക് ആവശ്യം? അയാൾ നേടുന്ന പണം എത്രയാ? ശരിയല്ലേ? വെക്കേഷൻ അന്ന് ഈ നമ്മുടെ കോവിഡ് കാലത്ത് ഏതെല്ലാം രീതിയിൽ ചെടികൾ വിറ്റുണ്ടാക്കുന്ന ഏതെല്ലാം ഡിസൈൻ ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ എന്തെല്ലാം നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാം പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ പുതിയ ആപ്ലിക്കേഷൻസ്. ഞാൻ ടെക്നോളജി മാത്രം പറയുന്ന ഒരാളല്ല, പുതിയ ആപ്ലിക്കേഷൻ. പക്ഷെ ടെക്നോളജി ആകുമ്പോൾ ജസ്റ്റ് ഒരു സ്പേസ് ഇത്രയും മതി, അല്ലെ? എത്ര സ്പേസ് ആണ് നമ്മുടെ മൊബൈലിൽ കൊടുക്കുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ആപ്പിന് വേണ്ടി? ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ ചെന്ന് എവിടെല്ലാം ചെല്ലാൻ പറ്റും, എവിടെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ തന്നെ സ്മാർട്ട് റോഡുകൾ, അല്ലെ? റോഡുകളുടെ ഒക്കെ പ്രത്യേകം നമ്മൾ നെറ്റിലൊക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ പുതിയ ഒരുപാട് വീഡിയോസ് ഒക്കെ വരുമ്പോഴും നമുക്ക് ഇതുപോലെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനെ എങ്ങനെ ഫലവത്താക്കി മാറ്റാനായിട്ട് പറ്റും? ബോട്ടണി പഠിച്ച കുട്ടികൾക്ക് തന്നെ ഇപ്പൊ ചെടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ? ഒരേ ബ്രീഡിലുള്ള 2 ചെടികളെ പല രണ്ടുകൂടെ ഒരുമിച്ചാക്കിയിട്ട് നമ്മൾ പറഞ്ഞത് പേര് പറഞ്ഞു പോയല്ലോ, അത് ഒരുമിച്ച് ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ ബഡ് ചെയ്തും ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ പുതിയ ചെടികളാക്കുന്നു. ഇത് നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത് വിറ്റ് അതിനകത്ത് നമ്മൾ കളർഫുൾ ആയിട്ടും മനോഹരമായൊക്കെ നമുക്ക് ഏണിങ്സ് ആകും, അല്ലെ? ഇത് ടീച്ചറിന് മാത്രം ചെയ്യാൻ പാടുണ്ടോ? ടീച്ചറിനും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. പണമാണ് നമുക്ക് പ്രാധാന്യം, പണം മാത്രം. ഇത് വാല്യൂ ആണ്. വാല്യൂ നഷ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സിമ്പിൾ. ഈ ഇടയ്ക്ക് YIPയുടെ ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷത്തെ എന്റെ 2 കുട്ടികൾ, ഒരു MEd കോമേഴ്സിലെയും BEdലെ ഒരു കുട്ടികളും കൂടെ ചേർന്ന് ഫൈനലിൽ എത്തിയിട്ടുണ്ട്. റിസൾട്ട് വന്നിട്ടില്ല. പക്ഷെ ജില്ലാ തലത്തിലും ഒരു കുട്ടിക്ക് ഒരു സെലക്ഷൻ കിട്ടി, പക്ഷെ അവർ ഫൈനലിലേക്ക് പോയില്ല. അവർക്ക് കൊടുത്ത, ഞാനായിരുന്നു അവരുടെ മെന്റർ. ഞാൻ കൊടുത്ത ഒരു ഐഡിയ ഇതായിരുന്നു. അവരും കൂടെ ചേർന്ന് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസിന്റെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടെ അഭിമുഖീകരിച്ച ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് ക്രിറ്റിസിസം ക്ലാസ് എടുക്കുന്നതും ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കുന്നതിന്റെ തമ്മിലുള്ള ബുദ്ധിമുട്ടാണ്. സ്കൂളില്ല. എങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്യാം? കുട്ടികളില്ല, നമ്മുടെ മുമ്പിൽ കിട്ടുന്നില്ല. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഹലോ കേൾക്കാമോ? ക്ലാസ് മുറിയിൽ വന്നപ്പോഴും ഓൺലൈൻ ടീച്ചിങ്ങിന് ഒരുപാട് ഡ്രോബാക്ക് ഉണ്ട്. ഇത് നമുക്ക് ഇപ്പോഴത്തേക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഒരു ഡിജിറ്റൽ ക്ലാസ് റൂം അല്ലെങ്കിൽ ഡിജിറ്റൽ പാർക്ക് ഉണ്ടാക്കുന്ന കാര്യത്തേക്ക്, ഒരു ക്ലാസ് മുറിയെ കുറിച്ച് ചിന്തിച്ചു. നമ്മൾ കൊടുത്തൊരു ഫണ്ട് സർക്കാർ തരും, നല്ല പ്രപ്പോസൽ ആണെങ്കിൽ സർക്കാർ ഫണ്ട് തരും. നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞൊരു കാര്യം, കുട്ടികളുടെ അതായത് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ കുട്ടിയെ ഉദ്ദേശിച്ചാണ് പഠിപ്പിക്കുന്നെങ്കിൽ 8ഓ 10ഓ റോബോട്ടിക്സിനെ ഉണ്ടാക്കി തരിക. റൈറ്റ്? ഈ റോബോട്ടിക്സിൽ 9ാം ക്ലാസ്സിലെ കുട്ടിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിറയ്ക്കുക. 9ാം ക്ലാസ്സിലെ കുട്ടിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടിയുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും കുട്ടികളായി തീരുന്നത്, എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും, ഏത് രീതിയിൽ കുട്ടിയെ റെസ്പോണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും, ഇങ്ങനെയുള്ളൊരു ക്ലാസ് മുറി രൂപീകരിച്ച് ഞങ്ങൾ അയച്ചു. ഞങ്ങൾ 2-3 സ്റ്റേജിലേക്ക് കടന്നുപോയി. പക്ഷെ ഫൈനലി ആ കുട്ടികൾ 1-2 BEd അപ്പോഴത്തേക്ക് കോഴ്സ് കഴിഞ്ഞു. ആ കുട്ടികൾക്ക് അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുമോ ഇല്ലയോ എന്നല്ല, പക്ഷെ ആശയം നല്ലതല്ലേ? നിങ്ങൾ എന്ത് പറയുന്നു? അല്ലേ?
ആശയം നല്ല ആശയമാണ് അല്ലേ? ഇത് ഫീസിബിൾ ആകുമ്പോൾ നമുക്കറിയില്ല. പക്ഷെ വിദേശ രാജ്യം ചിലപ്പോൾ അത് ഫീസിബിൾ ആകും. പക്ഷെ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജുകളിലെ റോബോട്ടിക്സിന്റെ സാധ്യത വളരെ കൂടുതലാണ്. മെഷീൻ ലേണിംഗിൻ്റെത്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇങ്ങനെ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഇത് എഞ്ചിനീയറിംഗ് മാത്രമല്ല. എന്നിട്ട് നാം ആ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ തന്നെ വേറൊരു കുട്ടികൾ കൊടുത്തിരിക്കുന്ന ഫൈനലെത്തി റിസൾട്ട് വരുന്നതിന് വന്നില്ല. അവർ കൊടുത്തത് ഇതുപോലെ. കുട്ടികൾക്ക് ഒരുപാട് കൗൺസിലിംഗ് ആവശ്യമുണ്ട്. ഡയറക്റ്റ് വിളിച്ച് പറയില്ല. അതേ കൗൺസിലേഴ്സിനെ കുട്ടിയുമായി കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗിന്റെ ഒരു സിസ്റ്റം അത് കൊടുത്ത് ഇപ്പൊ ഫൈനൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്, റിസൾട്ട് വരുമെന്ന് അറിയില്ല. അങ്ങനെ നിപ്പിയ കുഞ്ഞുങ്ങളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ തന്നെ വേറെ ഗ്രൂപ്പ് കൊടുത്തിട്ട് ബാർട്ടർ സിസ്റ്റത്തിന്റെ ഇന്നോവേറ്റീവ് മോഡൽ പ്രോഡക്റ്റുകൾ ഇപ്പം തന്നെ ഈ ഒരുപാട് കൃഷികളും നാട്ടിൽ സിറ്റിയിലെല്ലാം പച്ചക്കറികൾ വീടുകൾ ചെയ്യുന്നുണ്ടല്ലോ, ടെറസ് ഫാമിങ്ങും അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെ എങ്ങനെ ഒരു കൺവേർട്ട് ചെയ്ത് എക്കോണമി അല്ലെങ്കിൽ എക്കോണമിയെ സ്ട്രെങ്തൻ ചെയ്യാൻ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് കുട്ടികളെയും കൂടെ അല്ലെങ്കിൽ പേരൻസിനെ കൂടെ പങ്കാളികളാക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ഒരുപാട് നമ്മുടെ മനസ്സിലുണ്ട്. ക്ലാസ് മുറി വെറൈറ്റി കുട്ടികളാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുക, ഈ കുട്ടികളെല്ലാം വ്യത്യസ്തരാക്കണം. ഏറ്റവും കൂടുതൽ റിസോഴ്സ് ഇപ്പോഴത്തെ റിസോഴ്സുകളുടെ മാർക്ക് ഒരുപാട് കിട്ടിയെങ്കിലും എല്ലാവർക്കും അഡ്മിഷനും കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിനെങ്ങനെ പരിഹാരം വരുത്താം? നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? എങ്ങനെയായിരിക്കണം പുതിയൊരു രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്? അങ്ങനെ ഒരു സജഷൻ പ്രപ്പോസ് ചെയ്യുക നിങ്ങളുടെ ED ക്ലബ്ബ്. അപ്പോൾ നാം യുണീക്കായി മാറും. അത് അക്സെപ്റ്റ് ചെയ്യപ്പെടണം. റോയൽറ്റി കിട്ടും, അല്ലെങ്കിൽ പേറ്റന്റ് കിട്ടും. ഇങ്ങനെ സീഡ് ക്യാപിറ്റലിസ്റ്റ് ഒരുപാട് പഴയ വിത്തുകളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഇരിപ്പുണ്ട് അല്ലെ, പലതും ഉപയോഗിക്കാത്തതുകൊണ്ട്. ഇതിനെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ ഇത്രയും കാര്യങ്ങളെ പറയാം. അടുത്ത വൺ, നെക്സ്റ്റ് വൺ, ടൈം പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, നെക്സ്റ്റ്. ഓക്കെ, ട്രഡീഷണൽ ക്ലാസ് റൂം അല്ലേ? ഇറ്റ് ഈസ് ക്യാൻ ദേ ക്രിയേറ്റ് ഓണ്ടർപ്രണേഴ്സ്. ക്ലാസ് മുറിയിൽ പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോഴൊന്നും അല്ല. ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളെ ആർക്കും വേണ്ടതാനും. എനിക്ക് വേണ്ട അങ്ങനത്തെ കുട്ടികളെ, ഉറങ്ങിയിരിക്കുന്ന കുട്ടികൾ അല്ലെ. ഇപ്പൊ നമ്മുടെ വീട് ക്ലാസ് മുറി കുട്ടികളുടെ എണ്ണം കുറവാണ്, പക്ഷെ വ്യത്യസ്തമായ രീതിയിൽ ഇരിക്കുകയും അല്ലെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കും. പഴയ ഒരു കാലത്ത് എങ്ങനെയാണ് ആൺകുട്ടി ഒരു സ്ഥലത്ത് പെൺകുട്ടി ഒരു സ്ഥലത്ത്. ഞാൻ PG പഠിക്കാൻ ചെല്ലുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ചെല്ലുമ്പോഴാണ് ആറ്റിറ്റ്യൂഡ് മാറുന്നത്. നമ്മൾ നാട്ടിൽ പുറത്തു നിന്നൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ കോളേജ് ചെല്ലുമ്പോൾ ആൺകുട്ടികൾ ഒരു സ്ഥലത്ത് പെൺകുട്ടികൾ ഒരു സ്ഥലത്ത്. ടീച്ചേഴ്സ് അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഇരിക്കുക, ഇന്ററാക്ട് ചെയ്യുക. അത് വലിയ ബുദ്ധിമുട്ടാണ്. അതാ ഇങ്ങനെ മാറി ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ക്ലാസ് മുറികൾ വൈബ്രന്റ് ആകുന്നത്. ഓക്കെ അല്ലെ? അതാണ് ജെൻഡർ ഡിഫറൻസ് മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെ ഇതൊക്കെ ഇപ്പോഴേക്ക് ഒരു കോളേജിൽ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരുന്നത് പെൺകുട്ടികൾ അസിസ്റ്റന്റ് പ്രൊഫസർ ലേഡി ടീച്ചേഴ്സ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. എനിക്കതൊക്കെ കണ്ടപ്പോൾ അവിടെ ആ കോളേജിൽ ഏതൊരു കോളേജില് ലേഡി ടീച്ചേഴ്സിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. അവിടെ പഠിപ്പിക്കുന്നത് എന്താ, ജെൻഡർ ഇക്വാളിറ്റി, സോഷ്യോളജിയും സോഷ്യൽ വർക്കും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ പോലും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ, അന്നേരം എന്താണ് ഓണ്ടർപ്രണർഷിപ്പിൽ എല്ലാ ബൾബുകളും പ്രകാശിക്കുന്നുണ്ട്. ഏത് ബൾബിന്റെ പ്രകാശമാണ് വ്യത്യസ്തത ഉള്ളത്, വ്യത്യാസമുള്ളത് അല്ലെ? ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള കാര്യം. നെക്സ്റ്റ് വൺ. ഓക്കെ, ആർ വി ട്രൈങ് ടു ക്രിയേറ്റ്? ഇതിന്റെ സ്ഥാനം നിങ്ങളുടെ തലയാണോ അടുത്തത്? ബിൽ ഗേറ്റ്സിനെയോ ടാറ്റയെ പോലെയോ അല്ലെങ്കിൽ മാർക്സ് ഇവരെ പോലെയുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് കാണിച്ചു കൊടുക്കാവുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ, കുറച്ച് വർഷം മുമ്പ് വിമൻസ് കോളേജിൽ ഓണ്ടർപ്രണർഷിപ്പ് എഡ്യൂക്കേഷന്റെ ഒരു യങ് ഓണ്ടർപ്രണേഴ്സിനെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തീം പേപ്പർ പ്രസന്റേഷൻ ഒരു സെഷനിൽ ഒരു സെഷൻ ചെയർ ചെയ്യാനായിട്ട് ഞാൻ പോയി. ആ സമയത്ത് ഒരു യങ് ഓണ്ടർപ്രണർ, ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്, വെഞ്ഞാറമൂട്ടിലുള്ള ഒരു പയ്യന്, ആ പയ്യന് അവന് എഞ്ചിനീയറിംഗിന് മിനിമം മാർക്ക് ജയിക്കുകയോ അങ്ങോട്ട് ചെയ്തിട്ട് ഒരുപാട് ലോണൊക്കെ എടുത്താണ് BTech പഠിച്ചത്, വെഞ്ഞാറമൂട് മുസ്ലിം അസോസിയേഷൻ എഞ്ചിനീയറിംഗ് കോളേജിൽ. എന്നിട്ട് ഈ പയ്യന് തിരുവനന്തപുരത്ത് സഞ്ചി, തുണി സഞ്ചിയില്ലേ, സഞ്ചി ബാഗ് ഒക്കെ തുടങ്ങുന്നത് അയാൾ അത് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തു. അന്നേരം അവിടുത്തെ കുടുംബശ്രീ യൂണിറ്റിലുള്ള കുറച്ച് ലേഡീസിനെ ചേർത്ത് കുറെ തയ്യൽ മെഷീനും അതൊക്കെ മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഇദ്ദേഹം കുറച്ച് സഞ്ചി, എന്നിട്ട് ആ സമയത്ത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ്. വെറൈറ്റി ആയ സഞ്ചികൾ ഒരേ കളേഴ്സിൽ കൊണ്ടുവന്ന് അവിടെ വിൽക്കാനായിട്ട് വെച്ചു. ഫോറിനേഴ്സ് എല്ലാം കണ്ടപ്പോൾ അവർക്ക് സഞ്ചി അങ്ങ് ഇഷ്ടപ്പെട്ടു. അവർ ബൾക്കായിട്ട് വാങ്ങി വന്നിട്ട് ഇപ്പൊ അയാൾ എന്താ സഞ്ചി എന്ന ലേബിൽ ഒരു വലിയ ഓണ്ടർപ്രണർ ആയിട്ട് മാറി. കഴിഞ്ഞ വർഷം ഈ ഇടയ്ക്ക് ഞങ്ങളുടെ കോളേജിൽ ഒരു പ്രോഗ്രാം ഞങ്ങളുടെ കുട്ടികളുടെ ഒരു ഓണ്ടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു. അദ്ദേഹത്തെ ഗസ്റ്റ് ആയിരുന്നു. ആ പയ്യനിപ്പം വലിയ കാറിലും വലിയ വെഞ്ചറായിട്ട് തൈക്കാട് നമ്മുടെ മോഡൽ സ്കൂളിന്റെ അപ്പുറത്ത് ആ ജംഗ്ഷനിൽ ഒരു വലിയ ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ആയ സഞ്ചികൾ ഒരുപാട് രീതിയിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞത് നമുക്ക് എന്തുകൊണ്ട് പറ്റും, നമുക്ക് വേണ്ടത് ഇങ്ങനെ നമ്മൾ ഇതിലേക്കാട്ടും എടുക്കാനാണ് അല്ലെ? നമുക്ക് ഒരുപാട് BEd ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫിലോസഫിയും സൈക്കോളജിയും സോഷ്യോളജിയും ടെക്നോളജി ഇതെല്ലാം പഠിച്ച് വളരെ ക്രിയേറ്റീവായിട്ട് നിൽക്കുക. പക്ഷെ
ആ രീതിയിൽ ഡയറക്റ്റ് തിയററ്റിക്കിലേക്ക് പോകാതെ സംതിങ് യുണീക്ക് ഡിഫറെന്റ് ആയി മാറാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മാത്രമേ ഇവരെ പോലെ തന്നെ അല്ല ഇവരെ പോലെ ആകാൻ ഞാൻ ശ്രമിക്കരുത്, എന്റെ യുണീക്നെസ് എനിക്ക് റിഫ്ലക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വൺ, ഓക്കെ, സെൽഫ് ഡിപ്പെൻഡന്റ്, സെൽഫ് മെയ്ഡ് അല്ലെ, ഇന്ത്യ മെയ്ഡ് നമ്മൾ പറയുന്നുണ്ടല്ലോ, സെൽഫ് മെയ്ഡ് അല്ലെ, സെൽഫ് ഡിപ്പെൻഡന്റ് ആകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റും പ്രിയ കുട്ടികളെ, നമുക്ക് ചെയ്യാൻ എല്ലാവരിലും. ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കഴിവുകൾ. ചിലർക്ക് ഞാൻ പറഞ്ഞു നന്നായിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, അതിനെ എന്തുകൊണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല? അതായത് എഴുതാൻ അല്ലെ പോയംസ് റൈറ്റ് ചെയ്യാൻ പറ്റുന്നു, അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല? ഈ രീതിയിൽ ഒന്ന് ചിന്തിക്കുക. അപ്പോഴാണ് ടീച്ചേഴ്സിന്റെയും ഇങ്ങനെ ഓണ്ടർപ്രണർഷിപ്പ് ക്ലബിന്റെയും പ്രത്യേകത. അവർ ഐഡിയകൾ നമുക്ക് അതിന് ഇടാൻ പറ്റും. ആശയങ്ങൾ ഇടുമ്പോൾ വലുതായി മാറും. ഗ്രൂപ്പ് ആക്ടിവിറ്റികളിലൊക്കെ പ്രത്യേകത കണ്ടിട്ടില്ലേ? ഷെയർ ചെയ്യുക, കെയർ ചെയ്യുക അല്ലെ, കപ്പാസിറ്റി അല്ലെങ്കിൽ ഗീവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരുപാട് മാസ്റ്റർ ആയി മാറാനായിട്ട് നമുക്ക് സാധ്യതകളുണ്ട്, അവസരങ്ങളുണ്ട്, റിസോഴ്സസ് ഉണ്ട്. പക്ഷെ നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയട്ടെ. നെക്സ്റ്റ് വൺ, ഓക്കെ, നെക്സ്റ്റ് വൺ, ഇത് ഈ നെക്സ്റ്റ് വൺ ഞാൻ സ്പീഡിൽ പോവാണ്. ഇതിന് സിമ്പിൾ ആയ എക്സാമ്പിൾ, ഓണ്ടർപ്രണർഷിപ്പിന്റെ മീനിങ് ടു അണ്ടർടേക്ക് എന്നുള്ള അർത്ഥം. അണ്ടർടേക്സ്, ദ ഓണ്ടർപ്രണർ ഈസ് ദ പേഴ്സൺ ഹു അണ്ടർടേക്സ് ദ റിസ്ക്. ഈ എലമെന്റ് വരുമ്പോഴേക്കും സക്സസ് ആകുമോ? അവിടെ ഒരു കാര്യമുണ്ട്. പക്ഷെ എവിടെയാ സക്സസ് റിസ്ക് ഇല്ലാത്തത്? അല്ലെ, നമ്മൾ പലപ്പോഴും സ്കൂളിൽ പഠിപ്പിച്ചാൽ റിസ്ക് ഇല്ല, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ റിസ്ക് ഇല്ല. പക്ഷെ റിസ്ക് എടുക്കുമ്പോൾ, റിസ്കിൽ കൂടി സക്സസ് ആകുമ്പോൾ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അഭിമാനം വളരെ വലുതാണ്. ജീവിതത്തില് പ്രോബ്ലം ഇല്ലാത്തവരാരും ഇല്ല അല്ലെ. പിന്നെ ഇതിനകത്ത് ഡിസിക്ലിബ്രിയം സ്റ്റേറ്റിൽ വരണം, പിന്നെ ഇക്ലിബ്രിയം സ്റ്റേറ്റിലേക്ക് ആവും. ഇതുപോലെ റിസ്ക് എടുക്കാൻ വലിയ വലിയ റിസ്കിലേക്ക് ആദ്യം പോയി കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. ചെറിയ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റിൽ കൂടി അതിലേക്ക് ഉയർന്നു വരുവാനായിട്ട് നിങ്ങൾക്ക് പറ്റും. എന്ന് വെച്ചാൽ സർക്കാരാണെങ്കിലും എല്ലാ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഓണ്ടർപ്രണർഷിപ്പ് ആണ്. ഇനി ഒരു കാലത്ത് നിങ്ങളോട് പറയും, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഏത് ഫീൽഡിലായിക്കോട്ടെ, അതിനാവശ്യമായുള്ള എനർജിയും ഊർജ്ജവും അല്ല റിസോഴ്സ് നാം തന്നെ കണ്ടുപിടിക്കണമെന്ന് സ്ട്രിക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ 20% ഈ രീതിയിലായിരിക്കണം, അല്ലെ ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യണം. നിങ്ങളുടെ സെൽഫ് എംപ്ലോയ്മെന്റ് 20% ടാക്സ് അടയ്ക്കണമെന്ന് നിയമം വന്നാൽ എന്ത് ചെയ്യും? 10%. മനസ്സിലായില്ലേ? 10 വർഷം കഴിയുമ്പോൾ ഗവൺമെന്റ് പറയാം എല്ലാ ഓൾ എംപ്ലോയീസ് ആർ ടു പേ, അല്ലെ നമ്മൾ എല്ലാവരുടെയും സാലറിയുടെ 20%, സാലറിയുടെ ടാക്സിന്റെ ഇത്ര ശതമാനം സെൽഫ് എംപ്ലോയ്മെന്റിന് കൊടുക്കണം. എന്തിനു നിയമം വന്നാൽ നമ്മൾ എല്ലാവരും സ്വയമായി ഒരു ഓണ്ടർപ്രണർ ആയി മാറും. ഓക്കെ, ആ രീതിയിലേക്ക് മാറിക്കൂടായികയില്ല, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇപ്പോഴേ അതനുസരിച്ചുള്ള പ്ലാനിങ്ങും പ്രോസസ്സും ഇംപ്ലിമെന്റേഷനും ആ കാര്യങ്ങൾ ചിന്തകളും നമ്മുടെ മുമ്പിലേക്ക് എത്തപ്പെടണം. നെക്സ്റ്റ് വൺ, ഓക്കെ, നെക്സ്റ്റ് വൺ. എപ്പോഴും അടുത്തത് നെക്സ്റ്റ് സ്പീഡിലേക്ക് പോകും. ഒരുപാട് കേട്ടിരുന്ന ബോറായിരിക്കും. എപ്പോഴും ഓർക്കേണ്ടത് ഈ യങ്സ്റ്റേഴ്സിനെയാണ് കൂടുതൽ ആവശ്യം. പ്രായമുള്ളവരുടെ റിസോഴ്സ് ഒന്നും വേണ്ട. എപ്പോഴും ഈ ടെക്നോ പാർക്കോ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളിലും അല്ലേ ഫ്രഷ് ഗ്രാജുവേറ്റ്. എന്തിനാ അങ്ങനെ പറയുന്നത്? അക്ഷയ അല്ലെങ്കിൽ വേറെ ആരും റെസ്പോണ്ട് ചെയ്തേ, എന്തിനാണ് ഫ്രഷ് ഗ്രാജുവേറ്റ്സിനെ വിളിക്കുന്നത്? ഫ്രഷ് പ്രായമായവരുടെ ഊർജ്ജമായിരിക്കത്തില്ല യങ്സ്റ്റേഴ്സിന്റെ. അതെ അതെ അല്ലെ, ഓക്കെ, ആ ഒരു ഏജിൽ വൈബ്രന്റ് ആയിരിക്കും. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ ഐഡിയയും കൂടുതൽ അല്ലെ ക്രിയേറ്റീവ് ആയിരിക്കും, ഇന്നോവേറ്റീവ് ആയിരിക്കും. അപ്പോൾ പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിനെ അല്ലെങ്കിൽ മനുഷ്യനെ ഹ്യൂമൻ റിസോഴ്സ് ആണ്, അതിനൊരു അസറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അസറ്റുള്ള പ്രത്യേകത അറിയാമല്ലോ. കുറെ വർഷം ഒരു ഫർണിച്ചർ മേടിച്ച് കുറെ നാൾ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു കുറെ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും സ്ക്രാപ്പ് വില, ആക്രി വിലക്ക് വിൽക്കും. അങ്ങനെ പക്ഷേ ടെക്നോളജിയിലൊക്കെ കണ്ടില്ലേ, സോഫ്റ്റ്വെയർ കമ്പനികളിലൊക്കെ കണ്ടിട്ടില്ലേ, എഞ്ചിനീയേഴ്സ് ഒക്കെ ഭയങ്കര ഹൈ സാലറി കൊടുത്ത് കയറ്റും കൊച്ചു പിള്ളേർക്ക്. 30, 10, 15 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. എന്താ സ്ട്രഗിൾ ചെയ്യുന്നത്? എന്താണ് അവർ സ്ട്രഗിൾ ചെയ്യുന്നത്? സാലറി കുറയ്ക്ക് അവർ ത്രോൺ ഔട്ട് ആവുന്നത് എന്തുകൊണ്ടാ? അവരെ മാറ്റി, അവർ പറഞ്ഞു ഞങ്ങൾ സിസ്റ്റത്തിൽ നിന്ന് ഔട്ട് ആകാറായി. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ്? ഈ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി മാറ്റങ്ങൾ അനുസരിച്ച് അവരും അപ്ഡേറ്റ് ആയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരും സിസ്റ്റത്തിൽ നിന്ന് ഔട്ടാവും. പുതിയ ആൾക്കാർ അവരുടെ സ്ഥാനത്തേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിവിടെ നോക്കൂ, ഇവിടെ പ്രിപ്പയറിംഗ് ദ പീപ്പിൾ ഫോർ പ്രാക്ടിക്കൽ എവറി ഡേ ലൈഫ് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ബി പ്രാക്ടിക്കൽ. തിയറി അല്ല, പ്രാക്ടിക്കൽ ലൈഫിൽ ഒരുപോലെ അത് ബാലൻസ് ചെയ്ത് പോകണം. ഡെവലപ്പിംഗ് സെൽഫ് എഫിക്കസി, സെൽഫ് കോൺഫിഡൻസ്, ഇൻഡിപെൻഡൻസ് ആൻഡ് സപ്പോർട്ട് ഫോർ ക്രിട്ടിക്കൽ തിങ്കിങ്, ഫ്ലെക്സിബിലിറ്റി, ക്രിയേറ്റിവിറ്റി, റിസ്ക് ടേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ.
ഇതെന്താ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. പ്രശ്നങ്ങളുടെ പ്രോബ്ലം. ഇപ്പൊ വീട് നിർമ്മിക്കുന്ന കാര്യം, ഞാനിപ്പോൾ എന്റെ വീട് വെച്ചിരിക്കുന്നത് 3.25 സെന്റിലാണ്. എനിക്ക് ഉദ്ദേശിച്ചിരുന്ന എല്ലാ റിക്വയർമെന്റ്സും ആ എഞ്ചിനീയറിന് അത് ചെയ്തു തന്നിട്ടുണ്ട്. എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ പണ്ടേ കാലത്ത് വീട് വെക്കുമ്പോൾ 10 സെന്റ് 15 സെന്റ് 20 സെന്റിനകത്താണ് വീട് വെക്കുന്നത്. അതിനകത്ത് ഒരുപാട് കുറേ സ്ഥലം അവിടെ കളഞ്ഞു ഇവിടെ കളഞ്ഞു. പക്ഷെ നമ്മുടെ കോളേജ് ക്യാമ്പസുകളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഏക്കർ കണക്ക് സ്ഥലത്താണ്. പല കോളേജുകളിലെ ക്യാമ്പസുകൾ ചിലപ്പോൾ മൊത്തം കാട് പിടിച്ച് വളരെ യൂസ്ലെസ് ആയിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ 2.5 സീറ്റിൽ 2.5 സെന്റ് 2.25 സെന്റ് 1.25 സെന്റിലൊക്കെ വീട് വെക്കുന്നത് കണ്ടിട്ടില്ലേ? എത്ര ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ? നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ആശയം എന്താണ് വീട് നിർമ്മിക്കുമ്പോൾ ആശയം? പഴയ കാലത്ത് വീട് വെക്കുമ്പോൾ നാട്ടിലുള്ള എല്ലാ വീടും ഒരുപോലെ ഇരിക്കും അല്ലേ? ആകാശ്, സംതിങ് ഡിഫറെന്റ് അല്ലേ? നമ്മുടെ വീട്ടിൽ നേരത്തെ ഒരു കടയിൽ പേന വാങ്ങിക്കാൻ പോകുന്നത് പോലെ വീട് വെക്കാൻ പോകുമ്പോൾ നമ്മുടെ ആശയം അതല്ലേ? എന്റെ വീട് പോലെ എന്റേത് മാത്രമേ കാണാൻ പാടുള്ളൂ, റൈറ്റ്? അതെ അതെ അല്ലേ? അതായത് അവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് വേണം. എനിക്ക് വേണമെങ്കിൽ അവിടെ കുറച്ച് ചെടി വെക്കാനുള്ള സ്പേസ് വേണം. എന്റെ കുട്ടികൾക്ക് കളിക്കാൻ കുറച്ച് സ്പേസ് വേണം. ഫ്രീ ആയ ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലം വേണം അല്ലെ? ഇതിനകത്തുള്ള കുറെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് വയ്ക്കും. ഇതിനെ വെച്ചിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. 3 ഡയമെൻഷൻ ഇമേജസ് ഒക്കെ നമ്മുടെ തരും. ഇതുപോലെ പ്രിയ കുട്ടികളെ, നമ്മുടെ മുമ്പിലിരിക്കുന്ന ക്ലാസ് മുറി ഇങ്ങനെ ആകണം. നമ്മുടെ ഇരിക്കുന്ന കുട്ടികളും ഇന്നതാകണം. എല്ലാവരും വ്യത്യസ്തമായ ഓരോ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. സമൂഹത്തിൽ പഠിത്തം കഴിച്ച് കുട്ടിയിലേക്ക് അല്ലെങ്കിൽ എറിഞ്ഞു കളയത്തക്ക രീതി ഒന്നുമില്ല. ഒരു യൂസ്ലെസ് ആയ ഫെല്ലോ, കുറെ മാർക്ക് മാത്രമുണ്ട്, ജീവിതത്തിൽ എങ്ങും വിജയിക്കത്തില്ല ഇനിയുള്ള കാലത്ത്. പഴയ കാലത്ത് നമുക്ക് അടുത്ത അഡ്മിഷൻ കിട്ടി അങ്ങനെ പോകും. മാർക്കിനെ വെച്ച് ഇപ്പൊ BEd നോക്കുമ്പോൾ എല്ലാവർക്കും സ്കോർ ഒരുപോലെ ആയിരിക്കും. ചെറിയ 1, 2, 10 മാർക്കിന്റെ ഡിഫറൻസേ ഉള്ളൂ. എല്ലാ കുട്ടികൾക്കും നല്ല ഗ്രേഡ് ഉണ്ട്. എന്നാൽ നാം ഇവിടെ നേടിയെടുക്കുന്ന നല്ല സ്കിൽസ് ആണ്, കോമ്പിറ്റൻസി ആണ്, പൊട്ടൻഷ്യൽ, യുണീക്നെസ് ആണ്. ആ ചിന്ത നമ്മൾ ഉണ്ടാകണം. എന്നാൽ മാത്രം ഫ്യൂച്ചറിൽ നമ്മൾ ഒരു കരിയറിലേക്ക് എത്തപ്പെടും. ഒരു ഇന്റർവ്യൂ ബോർഡിൽ 10 കുട്ടികൾ വരുമ്പോൾ 10 കുട്ടികളുടെ പ്രസന്റേഷനെക്കാട്ടിലും കൂടി ഒരു കുട്ടിയുടെ വ്യത്യസ്തമായ ഒരു പ്രസന്റേഷൻ സ്റ്റൈലാണ് അല്ലെങ്കിൽ സ്പീച്ച് പാറ്റേൺ ആണ്, ബോഡി ലാംഗ്വേജ് ആണെങ്കിൽ നമ്മൾ വി ഹാവ് ടു സെലക്ട് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റുഡന്റ്. അതാണ് ഇന്ന് നമുക്ക് ആവശ്യം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ പറയും മാർക്ക് കുറവാണെങ്കിലും ഹി ഓർ ഷീ ക്യാൻ ഏബിൾ, അയാളെ കൊണ്ട് പറ്റും എന്ന നിലയിൽ നമ്മൾ പറയും നോട്ട് എഴുതി വെക്കും. അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കൊടുത്താൽ അയാൾക്ക് അതിലേക്ക് എത്തപ്പെടാൻ കഴിയും എന്ന് നമ്മൾ പലപ്പോഴും ചില ഇന്റർവ്യൂ ബോർഡുകളിലൊക്കെ എഴുതി വെക്കാറുമുണ്ട്. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാവരുടെയും സ്കോറിനെക്കാട്ടിലുപരി നമ്മൾ എത്രത്തോളം കോമ്പിറ്റന്റ് ആണ്, അല്ലെ? അതാണ് ടാസ്ക് ഫോഴ്സ് അല്ലെ? നമ്മുടെ മുമ്പിലുള്ള റോഡ് മാപ്പിൽ ഹ്യൂമൻ റിസോഴ്സസ് കോമ്പിറ്റന്റ് ടാസ്ക് ഫോഴ്സ് ആയിട്ട് നമുക്ക് മാറാൻ കഴിയും. നെക്സ്റ്റ് വൺ. ഓക്കെ, അടുത്തത്. ഓക്കെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾ എല്ലാവരും ഓണ്ടർപ്രണർ ആണോ? ഇവിടെ ഓണ്ടർപ്രണർഷിപ്പ് ക്ലബിൽ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഓണ്ടർപ്രണർ ആണോ എന്ന് നോക്കുമ്പോൾ ആക്റ്റീവ് ആണോ? ഞാൻ ആക്റ്റീവ് ആണ്. ഒന്നാമത്തെ കോമ്പിറ്റൻസി ക്യാരക്ടർ ഞാൻ ആക്റ്റീവ് ആണോ, അല്ലെങ്കിൽ അങ്ങനെ എനർജറ്റിക് ആണോ? അത് ഒന്നാമത്തെ കാര്യം. അട്രാക്റ്റീവ് കാഴ്ചയിലുള്ള അട്രാക്ഷൻ അല്ല, എന്റെ സംസാരം കൊണ്ടും എന്റെ ഡീലിങ്സ് കൊണ്ടും ബിഹേവിയർ പാറ്റേൺ കൊണ്ടും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലും ഞാൻ ഒരാളുടെ അട്രാക്ഷൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ടോ? അപ്രോപ്രിയേറ്റ്, റൈറ്റ് ടൈം, ഡൂയിങ് റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം, റൈറ്റ് അല്ലെ? ടൈം ഈസ് പ്രോപ്പർലി യൂട്ടിലൈസ്, പ്ലേസ് പ്രോപ്പർലി യൂട്ടിലൈസ്, എനർജി പ്രോപ്പർലി യൂട്ടിലൈസ്, അപ്രോപ്രിയേറ്റ് ടൈം, കറക്റ്റ് ടൈം, അറ്റൈനബിൾ. ഞാൻ ഉദ്ദേശിക്കുന്ന ഗോൾ സെറ്റ് ചെയ്താൽ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അസസിബിൾ, കൃത്യമായിട്ട് എന്നെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആക്റ്റീവ്, അട്രാക്റ്റീവ്, അപ്രോച്ചബിൾ അല്ല അപ്രോപ്രിയേറ്റീവ്, അറ്റൈനബിൾ, അസസിബിൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും എനിക്കൊരു ഓണ്ടർപ്രണറായി മാറാൻ പറ്റും. നെക്സ്റ്റ് വൺ. ഇതാണ് എൻ്റെ ഒരു പ്രത്യേകത. എനിക്കൊരു ഇനിഷ്യേറ്റീവ്, ഒരു വെഞ്ചർ കണ്ടാൽ, എന്തെങ്കിലും കാര്യം കണ്ടാൽ ടേക്ക് ആക്ഷൻ. എവിടെയാണെങ്കിലും സിമ്പിൾ എക്സാമ്പിൾ, ഒരു റോഡിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ പെട്ടെന്ന് വീണ് കിടക്കുന്നു, ഓടിച്ചെന്ന് ഞാനിവിടെ ചെല്ലുന്നെങ്കിൽ എനിക്ക് സംതിങ് സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ട്. അല്ലെ? കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ ഒരു എഡ്യൂക്കേറ്റഡ് ആയ ഒരു പീപ്പിളുടെ ഒരു പ്രത്യേകത കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു കേട്ടതാണ്. ഇവിടെ അടുത്ത ഒരു വീട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ഉച്ചത്തിലുള്ള ബഹളവും കരച്ചിലും നിലവിളിയും കേൾക്കുമ്പോൾ കണ്ടിട്ടും കേട്ടിട്ടും അനങ്ങാതെ പോകുന്നെങ്കിൽ നാം എഡ്യൂക്കേഷൻ വാക്കിൽ മാത്രമല്ല നമ്മുടെ പേപ്പറിലുള്ള എഡ്യൂക്കേഷൻ ആണ്. അതിനോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ കൊണ്ട് നോ വാല്യൂ എന്നാണ് പറയുന്നത്. അതെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ? അന്നേരം ഇതേപോലെ ഏതെങ്കിലും കാര്യങ്ങളിലാണെങ്കിലും ഇനിഷ്യേറ്റീവ്. നെക്സ്റ്റ് വൺ, ഡ്രൈവ് ടു ഡു. എന്റെ ഇന്നേറ്റീവായുള്ള എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്റെ കാര്യമാണ്. കമ്മിറ്റ്മെന്റ്. കുറച്ച് ചില ആൾക്കാർക്കുണ്ട് ഒരു ഇനിഷ്യേറ്റീവിൽ സ്റ്റാർട്ട് ചെയ്യും, ഒരു അല്ലെങ്കിൽ ടീച്ചർ ടീച്ചിങ് ഗൈഡ് ഉണ്ടാകും, അത് കംപ്ലീറ്റ് ആക്കില്ല, അടുത്തതിലേക്ക് പോകും.
അത് അപ്പൊ ലെസൺ പ്ലാൻ കുറച്ച് എഴുതും, അത് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റിന്റെ പ്രത്യേകത അതല്ല. നെക്സ്റ്റ് വൺ പെർസീവറൻസ്, ഓർഗനൈസ്ഡ് എഫർട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന അച്ചീവ്മെന്റ് ഔട്ട്ലുക്ക്. നമുക്ക് എഫർട്ടുകൾ പരസ്പരം, ഞാൻ ആദ്യമേ പറഞ്ഞു, റിസ്ക് വിത്ത് പെർഫെക്ഷൻ അല്ലെ, ഒരുമിച്ച് കൊണ്ടുവന്നപ്പോൾ മാത്രമേ അതിനകത്ത് പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. ഒരു വീട് നിർമ്മിക്കുമ്പോൾ പറയാം അയ്യേ അത് കൊള്ളാം, പക്ഷെ പെർഫെക്ഷൻ അല്ല. ഒരു ലെസൺ പ്ലാൻ എടുക്കുമ്പോഴും എഴുതിയിട്ടുണ്ട് പെർഫെക്റ്റ് അല്ല അല്ലെ, എവിടെയൊക്കെയോ ഗ്യാപ്പുകൾ ഫീൽ ചെയ്യുന്നു. അച്ചീവ്മെന്റ് ഔട്ട്ലുക്ക്, that is very much important. Next one, right? നമുക്ക് ഞാൻ എപ്പോഴും ഇന്നോവേഷനിലേക്ക് വേണം. എന്താണ് ഇന്നോവേഷൻ? പ്രോബ്ലം റെക്കഗ്നിഷൻ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ക്ലാസ് മുറിയെ ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ കോവിഡ് കാലത്ത് ഒരുപാട് ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ടപ്പുകൾ മുളച്ചു വന്നു. അവിടെ എന്താ ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് സോൾവ് ചെയ്യണം, അതിനൊരു ഇന്റർവെൻഷൻ കൊടുക്കണം, അതിന്റെ ഇടപെടണം. പ്രശ്നമുണ്ട്, എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഞാൻ ഇടപെട്ട് നോക്കട്ടെ, ആ പ്രശ്നത്തിൽ കൂടി എത്തിയിട്ട് ഒരു സൊല്യൂഷൻ. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് നേരത്തെ ആ സൊല്യൂഷൻ ഉണ്ട്, എങ്കിൽ ആ സൊല്യൂഷൻ തന്നെ ഉപയോഗിച്ചാൽ പോരെ. പക്ഷെ പ്രോബ്ലം ആയി വന്നത് എന്തുകൊണ്ട് ആ സൊല്യൂഷൻ ഫീസിബിൾ അല്ല അല്ലെ. അതിന് ഞാൻ അതിന് ആ സെയിം സൊല്യൂഷനുമായി പോയാൽ ഞാൻ സക്സസ് ആവില്ല. നമുക്ക് വേണമെങ്കിൽ അത് നോക്കാം. ആ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഡ്രോബാക്ക് ആയിരിക്കണം, കൂടുതൽ പോരായ്മകളെ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴും അതിൽ നിന്നൊരു ഇന്നോവേഷനിലേക്ക് എത്തപ്പെടാനായിട്ട് കഴിയുന്നു. സി, പ്രോബ്ലം റെക്കഗ്നിഷൻ, then problem solving, then solution exploitation. Problem solving, solution exploitation, that leads to innovation. Next one. See, ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം, ഒരു സ്ഥാപനം നോട്ട് എക്സ്ക്ലൂസീവ്ലി പെർട്ടിനന്റ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്റർപ്രൈസ്, ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്ത് but to people caught up in any endeavor. ഏത് കാര്യങ്ങളിലാണെങ്കിലും സ്റ്റാർട്ടപ്പിന്റെ ഒരു പ്രത്യേകത, സയൻസ് പഠിച്ചോണ്ട് സയൻസിൽ മാത്രം നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല, മാത്സ് പഠിച്ചോണ്ട് മാത്സിൽ തന്നെ നിൽക്കണമെന്നില്ല. മാത്തമാറ്റിക്സ് എസ് എ ഡിഫിക്കൽട്ട് സബ്ജക്ട് കോമൺ ആയിട്ട് പറഞ്ഞു. എന്തുകൊണ്ട് ഈ ഡിഫിക്കൽറ്റി മാറ്റാൻ? നിങ്ങളുടെ SNTC വർക്കലയിലെ നിങ്ങൾ 10 കുട്ടികൾ മാത്സിലുണ്ടെങ്കിൽ 10 പേർക്കും ചേർന്ന് അതിന് വേണ്ടുന്ന ഒരു വെഞ്ചർ ഉണ്ടാക്കിക്കൂടെ, ഒരു എൻഡിവർ ഉണ്ടാക്കിക്കൂടെ? അത് സ്ലോ ലേണേഴ്സിനും അല്ലെങ്കിൽ ലോ പ്രൊഫഷണൽ ലേണേഴ്സിനും മാത്തമാറ്റിക്സിന് വേണ്ടുന്ന സംതിങ് ഡിഫറെന്റ് ആയ ഒരു ലേണിംഗ് കിറ്റ്, ഒരു മെറ്റീരിയൽ ഉണ്ടാക്കി അത് പബ്ലിക്കിന്റെ മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ബൈജൂസ് ലേണിംഗ് ആപ്പിനെക്കാളും ബെസ്റ്റ്, ബൈജൂസിന് അവർക്ക് വളരെ അവർക്ക് യഥാർത്ഥത്തില് ഇപ്പൊ നിങ്ങൾക്കുള്ള വളരെ വ്യത്യസ്തമായ മറ്റൊരു സ്കോപ്പ് എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് കണ്ടന്റ് ഡെവലപ്പർ, ഡിജിറ്റൽ. അതായത് നിങ്ങൾക്ക് മാത്സ് നന്നായിട്ട് അറിയാം, പെഡഗോജി അറിയാം, പക്ഷെ ടെക്നോളജി അറിയാം അത്ര അറിയില്ലെങ്കിൽ പോലും ടെക്നോ പെഡഗോജിക്കൽ സ്കിൽസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനികളിലേക്ക് നിങ്ങൾക്ക് എന്താവും, ഇതുപോലെ കണ്ടന്റ് റൈറ്റർ, കണ്ടന്റ് ഡെവലപ്പർ, ഈ കണ്ടന്റ് ഡെവലപ്പർ, ഡിജിറ്റൽ റൈറ്റർ, ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് കിട്ടാൻ പറ്റും. ഓർക്കേണ്ടത് നിങ്ങൾക്ക് അതിനെ ഈ സ്കൂൾ ലെവൽ മാത്രമല്ല, ഒരുപാട് എഡ്യൂക്കേഷനിൽ മൾട്ടി ലെവൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ ഈ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൂടുതൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും ഫീൽഡ് ആപ്ലിക്കേഷൻ പലപ്പോഴും ഞങ്ങൾക്ക് കുറവായിരിക്കും. എന്നാൽ നിങ്ങളാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇതിനെ ഇൻവോൾവ് ആവേണ്ടത്. ഞാൻ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സിനോട്, ഞങ്ങൾ മൈസൂർ RIയില് കുട്ടികളുമായിട്ട് M.Ed കുട്ടികളുമായിട്ട് ഞാൻ ഒരു കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ഈ കോവിഡ് തൊട്ട് മുമ്പത്തെ ബാച്ചിൽ ഒരു അക്കാഡമിക് ട്വിന്നിങ് പ്രോഗ്രാം ഉണ്ട്. 2 ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിൽ ട്വിന്നിങ് പ്രോഗ്രാം, M.Edന്റെ ഒരു പ്രോഗ്രാമാണ്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ കുട്ടികളുടെ നമ്മുടെ സിലബസ് തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടുത്തെ കുട്ടികളും നമ്മുടെ കുട്ടികളും നമ്മുടെ ഇന്ററാക്ഷനിൽ നമ്മൾ ചോദിച്ചൊരു ചോദ്യം, എഡ്യൂക്കേഷൻ ടെക്നോളജി പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി എന്താണ്? എന്നിട്ട് അവർ പറയുന്നത് അവർ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതെല്ലാം മൾട്ടിനാഷണൽ കമ്പനികളിലാണ്. അതെന്ന് വെച്ചാൽ അവിടുത്തെ, എന്നിട്ട് അതിനുശേഷം ഏറ്റവും നന്നായിട്ട് എഡ്യൂക്കേഷൻ ടെക്നോളജി നന്നായിട്ട് ഉപയോഗിക്കുന്നവരെല്ലാം അവർ അബ്സോർബ് ചെയ്യുക. എന്താണ്? ജോബാണ്. എന്നിട്ട് അവർ പുതിയ കണ്ടന്റ് റൈറ്റർ, പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, അതായത് കണ്ടന്റ് കൊടുക്കാൻ നമുക്കല്ലേ പറ്റുള്ളൂ ടീച്ചേഴ്സിന് അല്ലേ, മാത്സിലെ ആണെങ്കിലും. അതുകൊണ്ടാണ് ആ കണ്ടന്റ് കൊടുക്കുകയും അതിന് ടെക്നോളജിയുമായിട്ട് നല്ല പെഡഗോജിക് എലമെന്റ്സ് കൊടുക്കാൻ നമുക്കല്ലേ പറ്റുള്ളൂ. പെഡഗോജി, സയൻസ് ഓഫ് ടീച്ചിങ് അല്ലെ, ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. അത് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനാണെങ്കിലും ഇപ്പൊ ബൈജൂസ് ലേണിംഗ് ആപ്പിലൊക്കെ ആണെങ്കിലും എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഓർക്കേണ്ടത് SNTC വർക്കലയിൽ നിങ്ങൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ED ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വെറൈറ്റി ആയ ലേണിംഗ് കിറ്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുക. ലേണിംഗ് കിറ്റ്സ്, അത് സ്ലോ ലേണേഴ്സിന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്താൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റാം. നോക്കൂ, അത് നിങ്ങളുടെ മോഡൽ സ്കൂളുകളിലേക്ക് കൊടുക്കുക. മോഡൽ സ്കൂൾ നിങ്ങൾക്ക് പണം കിട്ടുന്നതിനെക്കാട്ടിലും ഉപരി ഇന്നത്തെ ഒരു കാര്യം, അതിനകത്തെ ഡ്രൈവാണ്, ഇനിഷ്യേറ്റീവാണ്. നിങ്ങൾക്ക് അത് സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പിന്നീട് പറ്റും. ഇങ്ങനെയുള്ള സോഷ്യൽ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം നമ്മുടെ ഒരു വെഞ്ചറിന്റെ ഭാഗമായിട്ട് വരും. കുറെ കഴിയുമ്പോൾ ക്യാച്ചപ്പ് ചെയ്ത കൊള്ളാം. SNTC വർക്കലയുടെ പ്രോഡക്റ്റ് ആണിത്. ഈ പ്രോഡക്റ്റുകൾ ടീച്ചിങ് ഇന്റേൺഷിപ്പ് നടന്ന സ്കൂളുകളിലേക്ക് എല്ലാം എത്തപ്പെട്ട് കഴിഞ്ഞു.
നിങ്ങൾ ഉണ്ടാക്കുന്ന ലേണിംഗ് മെറ്റീരിയൽ ആണെങ്കിലും ടീച്ചിങ് എയ്ഡ് ആണെങ്കിലും സപ്പോർട്ട് സിസ്റ്റം ആണെങ്കിലും ഇതെല്ലാം എത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ആ ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, കോളേജ് സം എക്സ്റ്റെന്റ് പ്രസന്റ് ഇൻ എവറി ഡേ എവറി ഇൻഡിവിജ്വൽ. എല്ലാവരിലും അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഡെവലപ്പ് എ റാഷണൽ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ബിസിനസ് ആൻഡ് വർക്കിംഗ് ലൈഫ്. സി നെക്സ്റ്റ് വൺ ഇവിടെ ഞാൻ ഇതിടാൻ വേണ്ടിയിട്ടിരുന്നതാണ്, എന്താണ് വീഡിയോസ് ആണ്. സ്മിത ടീച്ചറെ ടൈം കുഴപ്പമില്ല സാർ. ഒരുപാട് ആകുമ്പോഴും കുറച്ച് നിർത്തിയേക്കാം. സി 3 കാര്യമാണ് എഡ്യൂക്കേഷൻ ഓണ്ടർപ്രണർഷിപ്പിൽ വരുന്നത്. ഒന്ന് എഡ്യൂക്കേഷൻ അബൌട്ട് എന്റർപ്രൈസ്, എഡ്യൂക്കേഷൻ ത്രൂ എന്റർപ്രൈസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എന്റർപ്രൈസ്. എന്താണ് വ്യത്യാസം? വൺ ഈസ് എഡ്യൂക്കേഷൻ അബൌട്ട്. ഓണ്ടർപ്രണർഷിപ്പിൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം എഡ്യൂക്കേഷൻ വിത്ത് എന്റർപ്രൈസ് എന്നൊരു കാര്യമാണ് വരുന്നത്. സി എഡ്യൂക്കേഷൻ അബൌട്ട്, എഡ്യൂക്കേഷൻ ത്രൂ, എഡ്യൂക്കേഷൻ ഫോർ. എന്തായിരിക്കും? നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഓർക്കേണ്ടത്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇതിന് ഉത്തരം ഇവിടെയുണ്ട്. എഡ്യൂക്കേഷൻ ഫോർ എന്റർപ്രൈസ് അല്ല, എഡ്യൂക്കേഷൻ ത്രൂ എന്റർപ്രൈസ്. ഒരു ഇന്റേൺഷിപ്പിൽ ഒരു സ്ഥാപനത്തിൽ പോയി ചെയ്യുമ്പോൾ എഡ്യൂക്കേഷൻ ത്രൂ ആണ്. എഡ്യൂക്കേഷൻ അബൌട്ട് എന്റർപ്രൈസ്, അതിന്റെ തിയറി, പ്രാക്ടിക്കൽ, അതൊക്കെയാണ് നമ്മൾ അവിടെ കോളേജുകളിൽ നടക്കുന്നത്. എഡ്യൂക്കേഷൻ അബൌട്ട് ആണ്, അല്ലേ? ശരിയല്ലേ? ഡിഫറൻസ് മനസ്സിലായല്ലോ? ഐ തിങ്ക് യു ഗോട്ട് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. എഡ്യൂക്കേഷൻ അബൌട്ട് എന്റർപ്രൈസ്, എഡ്യൂക്കേഷൻ ഫോർ എന്റർപ്രൈസ് ആൻഡ് എഡ്യൂക്കേഷൻ ത്രൂ എന്റർപ്രൈസ്. ഇത് 3 സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. സി നമ്മുടെ സ്ഥാപനം എഡ്യൂക്കേഷൻ അബൌട്ട് എന്റർപ്രൈസ് എന്ന ആശയത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത 2 തലങ്ങളിലേക്കും ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. നമുക്ക് കിട്ടുന്ന ഊർജ്ജം കിട്ടിയാൽ പോരെ. നമുക്ക് ഡ്രൈവ്, ഇനിഷ്യേറ്റീവ്, പെർസീവറൻസ്, ഓർഗനൈസ് എഫർട്ട്, അല്ലെ, ഒരു ഫോർവേഡ് ഔട്ട്ലുക്ക്, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഫോർ എന്റർപ്രൈസ് എന്നതിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ മാസ്റ്റേഴ്സ് ഉള്ളവരാണ്, ഞാൻ വിശ്വസിക്കുന്ന ഡിഗ്രി ഉള്ളവരാണ്. സ്കില്ലും കോമ്പിറ്റൻസും സബ്ജക്റ്റിൽ നേടിയെടുക്കുക, നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. നിങ്ങൾ പലപ്പോഴും BEd MEd കഴിയുമ്പോഴത്തേക്കുള്ള പ്രശ്നം വെച്ചാൽ നിങ്ങളുടെ PGയുടെയും മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്ട് കോമ്പിറ്റൻസി മാസ്റ്ററി ലെവൽ കുറഞ്ഞു പോകും. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണം. അത് നിലനിർത്തി കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഇതുമായിട്ട് ക്ലബ് ചെയ്ത് അല്ലെങ്കിൽ കപ്പിൾഡ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ കോമ്പിറ്റൻസി, അതിൽ കൂടി നിങ്ങൾക്ക് എന്താ ഡ്രൈവ് മുമ്പിലേക്ക് പോയി നല്ല സക്സസ്ഫുൾ ആയിട്ട് മാറുവാനായിട്ട് കഴിയും. ഇപ്പം തന്നെ നമ്മുടെ കോളേജിലെ കഴിഞ്ഞ MEd കഴിഞ്ഞ കുറെ കുട്ടികൾ ഓൺലൈൻ ട്യൂഷൻ, നമ്മുടെ കോളേജ് ടീച്ചേഴ്സ്, എന്റെ മക്കളെല്ലാം അവരുടെ ട്യൂഷൻ കുട്ടികളാണ്. അവർക്ക് കിട്ടുന്ന ഏണിങ്സ് നമുക്ക് വളരെ സന്തോഷമാണ്. ഞാൻ പഠിപ്പിച്ച കുട്ടി എന്റെ കുട്ടിയെ പഠിപ്പിക്കുന്നു, അത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ്. എല്ലാ കുട്ടികളും നമുക്ക് പണത്തെക്കാട്ടിലും എന്റെ കുട്ടികൾ ട്യൂഷൻ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പഠിച്ചെന്നിരിക്കും. എന്നാൽ പോലും അവരൊരു ഗ്രൂപ്പ് തുടങ്ങി അവർ നമ്മുടെ ടീച്ചേഴ്സിനെ പല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എനിക്ക് അതൊരു മെച്ചം എന്ന് വെച്ചാൽ എന്റെ ആ കുട്ടികളാണ് പഠിപ്പിക്കുന്നത്, അവരെ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് സജഷൻ കൊടുക്കാൻ പറ്റും. ഓൾറെഡി ഒരു നെക്സ്റ്റ് ജനറേഷൻ ട്രെയിനിങ്ങിലേക്ക് എനിക്ക് പോകുന്നത് പോലും പറ്റും. എന്റെ കുട്ടികളിലേക്ക് പോകുമ്പോൾ ഞാൻ കൊടുത്തു, എന്റെ സ്റ്റുഡൻസ് എന്റെ കുട്ടികൾക്കും എന്റെ മകൾക്കും കൊടുക്കുന്നു. അതായത് ആ റിലേഷൻഷിപ്പാണ്, ആ ബോണ്ടേജും വളരെ സ്ട്രോങ് ആയിട്ട് പോവുകയും ചെയ്യും. റൈറ്റ്? എന്നാൽ അവർ ഓൾറെഡി എന്നിൽ കൂടി അവർക്കൊരു ഏണിങ്സ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് എനിക്ക് കഴിയുന്നു. അതും എന്റെ ഓണ്ടർപ്രണർഷിപ്പിന്റെ ഒരു വലിയ ഭാഗം തന്നെയാണ്. ഞങ്ങളുടെ കുട്ടികളാണ് അത് ചെയ്യുന്നത് പോലും. ഇവിടെ നോക്കിയ ഞാൻ കുറച്ച് ഇത് പ്രത്യേകത, നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, റൈറ്റ്? ഒരു ഗോൾ ഉണ്ടാകണം, സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം, ആ സ്ട്രാറ്റജിയെ പ്ലാൻ ചെയ്യുക, ഒരു ടീമിലേക്ക് ഇൻവോൾവ് ചെയ്യുക, നമ്മുടെ ക്രിയേറ്റിവിറ്റി എലമെന്റ് അവിടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സക്സസ് ഉണ്ടാവും. നോക്കൂ, ഈ പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. പിക്ചേഴ്സ് വലിയ പ്രത്യേകതയൊന്നുമില്ല. ഈ പിക്ചേഴ്സിലെ ഒന്നാമത്തെ സക്സസിന്റെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് അതിനെ എങ്ങനെ വേണേൽ രൂപമാറ്റം വരുത്താം. ഒരു ഇമേജിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇമേജിന്റെ മീനിങ് എന്താണ്? റൈറ്റ് ആൻഡ് ആട്രിബ്യൂട്ട് ക്യാരക്ടർ ഓഫ് ദി ഇമേജ്. ചുമ്മാ എന്തെങ്കിലും എഴുതുക, ചുമ്മാ എഴുതിയിട്ട് കാര്യമില്ല, ചിന്തിക്കുക. ലേണിംഗ് ബിയോണ്ട് കോഗ്നിഷൻ, തിങ്കിങ് ടു തിങ്ക്, ലേണിംഗ് ടു ലേൺ. നമ്മൾ പറയാം മെറ്റാ കോഗ്നിഷൻ എന്ന് പറയുന്നില്ലേ, അല്ലെ? റിഫ്ലക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് പോലെ ചിന്തകൾ അവിടെ നിൽക്കാതെ അടുത്ത ലെവലിലേക്ക് ചിന്ത. ഇത് വന്നാൽ എന്തായിത്തീരും? ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? അല്ലെ? A+B² is equal to A² + 2AB + B² എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? അല്ലെ? ഇപ്പോഴ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എടുക്കുന്നത് നമ്മുടെ കുട്ടികളുടെ, ഞാൻ മാത്സ് കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് കൂടുതൽ മാത്തമാറ്റിക്സ് എക്സാമ്പിൾസ് പറയുന്നത്. നോക്കൂ, പണ്ട് എപ്പോഴും എന്റെ മനസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ ട്രിഗണോമെട്രി പഠിക്കുമ്പോൾ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, ഈ വാല്യൂ ഒക്കെ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് എന്താണ്? ഈ തീറ്റ എന്താ, എവിടെ ഇരിക്കുന്നു, ഇത് അതിന്റെ പൊസിഷൻ എന്താ? നമുക്കൊന്നും എനിക്കിത് അറിയാതെ നമ്മൾ എപ്പോഴും ഓർക്കും, എപ്പോഴും കുറെ കാര്യം സൈൻ സ്ക്വയർ തീറ്റ + കോസ് സ്ക്വയർ തീറ്റ = 1, സി സ്ക്വയർ തീറ്റ പ്ലസ് മറന്നുപോയല്ലേ, ടാൻ സ്ക്വയർ തീറ്റ = 1, കൊസിക് സ്ക്വയർ തീറ്റ - കോട്ട് സ്ക്വയർ തീറ്റ = 1, അങ്ങനെ ഒക്കെയാണ് പഠിച്ചത്. ഇത് എന്താണ്? ഇത് എങ്ങനെയാണ് ഇത് വരുന്നത്?
അപ്പോഴാണ് ഇപ്പോഴും ഞാൻ റിസർച്ച് കുട്ടികൾ ഒരു കുട്ടി ചെയ്യുന്നത് കമ്പ്യൂട്ടേഷണൽ മോഡലിംഗ് ഒക്കെ വരുന്ന സമയത്ത് തന്നെ ഡയമെൻഷൻസ് എല്ലാം കാണും. 3 ഡയമെൻഷൻസിൽ എവിടെ ഇരിക്കുന്നു, പൊസിഷൻസ് എല്ലാം കൃത്യമായി കാണും. ഇത് കുട്ടികളിലേക്ക് ഇത് ആരോ കൊടുത്തൊരു ഐഡിയ, ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സ് നിങ്ങളും എത്തട്ടെ അല്ലെ. റൂട്ട് 3 നിർണ്ണയിക്കുക. റൂട്ട് 3 എവിടെ ഇരിക്കുന്നു, റൂട്ട് 3യുടെ സ്ഥാനം. കൺഫ്യൂസ്ഡ് ആയ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അത് ചോദിക്കും അല്ലെ. റിസ്ക് ഉണ്ടെങ്കിലേ റിവാർഡ് കിട്ടുള്ളൂ. റിസ്ക് ഉണ്ടെങ്കിൽ റിവാർഡിലേക്ക് എത്തും. ഇത് പല ഇമേജസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. നമുക്ക് ക്ലാസ് മുറിയിൽ ഒരുപാട് ചോദ്യങ്ങൾ, സാറ് പറയും മിണ്ടാതിരിയടാ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൂ, അതല്ല. അതിനകത്ത് വേറെ ഓൾട്ടർനേറ്റീവ് ഫീസിബിൾ സൊല്യൂഷൻ ആണ് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ശരികൾ മാത്രം, തെറ്റുകളിൽ നമുക്ക് ശരിയിലേക്ക് പോകാൻ പറ്റും. തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ ശരിയാവണമെന്നില്ല. തെറ്റുകളെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന വേ ഔട്ട് എന്താണ്? ഇന്നത്തെ ക്ലാസ് മുറിയിൽ ആരും തോൽക്കുന്നില്ല, എല്ലാവർക്കും സക്സസ് ആണ് അല്ലെ. ഇത് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഓണ്ടർപ്രണർ ആണെങ്കിൽ ഫെയിലുവർ ഉണ്ടാകും അല്ലെ, റിസ്ക് ഉണ്ടാകും, ചലഞ്ചസ് ഉണ്ടാകും, പക്ഷെ അതിന്റെ അപ്പുറത്ത് ഒരു സക്സസ് ഉണ്ടാകും എന്നുള്ള ചിന്ത നമ്മളെ എപ്പോഴും മുന്നോട്ട് നയിക്കാൻ കഴിയട്ടെ. നെക്സ്റ്റ് വൺ, ഇത് നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരു ഓണ്ടർപ്രണറിന് ഒരുപാട് പോസിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, ദാറ്റ് ഈസ് കോൺഫിഡൻസ്, ലീഡർഷിപ്പ്, ഹാർഡ് വർക്കിംഗ്, ഒപ്റ്റിമിസം, ക്രിയേറ്റിവിറ്റി. വളരെ എനിക്ക് പറ്റും, ഐ ക്യാൻ ഡു എന്ന കാര്യങ്ങൾ. ഓക്കെ, ഇത് ഇപ്പൊ മാത്സിന്റെ ഞാൻ എപ്പോഴും മാത്തമാറ്റിക്സ് സ്മിത ടീച്ചറുടെ ഒരു പുസ്തകമാണ്, നിങ്ങളുടെ സ്മിത ടീച്ചറിന്റെ നമ്മുടെ ഈ PhD ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ബുക്കാണ്. ഞാൻ അത് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിലൊക്കെ ക്ലാസ് എടുക്കുമ്പോഴും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ബുക്ക്? ബുക്കിന് മറ്റേ വേദിക് മാത്തമാറ്റിക്സ് ഒരു ബുക്ക്, വേദിക് മാത്തമാറ്റിക്സ്. ഞാൻ ടീച്ചറിനെ ആ കോപ്പി ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പലയിടത്തും അത് ഉപയോഗിക്കാറുണ്ട്. എന്ത് രസകരമായിട്ടാണ് അതിനകത്ത് മാത്സ് പഠിപ്പിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ യഥാർത്ഥത്തിൽ അതിന്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് കുറച്ചുകൂടെ അല്ലെ നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് അതിനെയൊക്കെ കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട്, കുറെ കൂടെ വരേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ PhD ഒക്കെ ചെയ്യും, പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കും. ഇത് ലൈബ്രറികളിൽ മാത്രമായിട്ട് പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. പോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞത് ഇവർക്ക് കറേജ് ഉണ്ടാവണം, ഓണസ്റ്റി ഉണ്ടാവണം, പഞ്ച്വാലിറ്റി, ഇന്റഗ്രിറ്റി. പഞ്ച്വാലിറ്റി വളരെ പ്രത്യേകത ഉള്ളൊരു കാര്യമാണ്. ഞാൻ എന്താ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഡൂയിങ് ആണ്. ഒരു ടാസ്ക് ചെയ്യുമ്പോൾ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഡൂയിങ് ദാറ്റ് പെർട്ടിക്കുലർ ടാസ്ക്. ഇന്റഗ്രിറ്റി, ഇവിടെ ഓണസ്റ്റി, ഇതൊക്കെ വളരെ പ്രത്യേകത ഉള്ളതാണ്. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ഇതൊക്കെ നിങ്ങളുടെ സ്കില്ലുകളാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, എന്റെ ടൈം സ്പീഡ് അപ്പ് ആയിട്ട് പോട്ടെ. നെക്സ്റ്റ് വൺ, ഈ പിക്ചേഴ്സ് ജസ്റ്റ് ഒന്ന് കാണുക. ഓണ്ടർപ്രണറിയൽ പ്രോസസ് ആണ്. നെക്സ്റ്റ് ഒന്ന് ഒരു ക്ലിക്ക് കൂടെ കൊടുത്ത് ടീച്ചർ. നെക്സ്റ്റ് വൺ, ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ബാക്ക്. ഓക്കെ, ഇതാണ് പ്രോസസ്. 3 കാര്യങ്ങൾ: അവസരമുണ്ട്, റിസോഴ്സസ് ഉണ്ട്, ടീം ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റും. സുന്ദരമായിട്ട് ടീം ബിൽഡ് ചെയ്യുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. ഒരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടും, നല്ല ലീഡർഷിപ്പ് ഉണ്ടാവും. ഓക്കെ, ഇത് വരുമ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരും. ഇതെല്ലാം നിങ്ങൾക്കില്ലേ? അവസരങ്ങളില്ലേ? മുമ്പിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ടീമുകളുണ്ട്, പ്രോബ്ലംസ് ഒരുപാട്. ടീച്ചിങ് ലേണിംഗുമായി ബന്ധപ്പെട്ട കാര്യം. പ്ലാൻ, ഫിറ്റ് ആൻഡ് ഗ്യാപ്പുകളും ഉണ്ട്. എങ്ങനെ മുമ്പോട്ട് പോകും? ഒരുപാട് ആംബിക്വിറ്റി ഉണ്ട്, ഒരുപാട് എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ട്. ഇതൊക്കെ മാറ്റി നിർത്തുക അല്ലെ. മാർക്കറ്റ് ഫോഴ്സ്, അനിശ്ചിതത്വം. യഥാർത്ഥത്തില് ഈ അൺസർട്ടനിറ്റിയെയും മാർക്കറ്റ് ഫോഴ്സിനെയും ആംബിക്വിറ്റി, എക്സ്റ്റേനിയസ് ഫോഴ്സസിനെയും ഈ 4 എലമെന്റ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക, നമ്മുടെ മുമ്പോട്ട് വിടാതെ. അത് നോക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിനെക്കാളും കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് നല്ല ഓപ്പർച്യൂണിറ്റീസ്, റിസോഴ്സസ്, ടീം. അതിനെ ഒരു സർക്കിളിലേക്ക് കൊണ്ടുവരിക. ഇതിനെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂട്ടിയെടുക്കണം. ടീം ഉണ്ടെങ്കിൽ കൂടും, നല്ലതായിട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടും, റിസോഴ്സിനെ കൊണ്ടുവരാൻ, ലീഡർഷിപ്പിനെ കൂടെ കൊണ്ടുവരുമ്പോഴേക്ക് നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. ഏത് വെഞ്ചർ ആണെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, എല്ലാവരും ഓരോ ഓപ്ഷൻ വൈസ് ആണെങ്കിലും ഗ്രൂപ്പുകളാണെങ്കിലും ഒരു ലേണിംഗ് പ്രോബ്ലം കണ്ടുപിടിക്കുക. ആ ലേണിംഗ് പ്രോബ്ലത്തിന് ഇതേപോലെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. സുന്ദരമായിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുക. ടീച്ചേഴ്സിന് സപ്പോർട്ട് കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു ടീച്ചിങ് എയ്ഡ് എങ്ങനെ ഉണ്ടാക്കും? തെർമോകോള് അല്ലെങ്കിൽ കാർഡ്ബോർഡും ഒക്കെ മാറ്റിയിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങുക. എന്താണുള്ളത് അതിനെ എങ്ങനെ നമ്മുടെ നാച്ചുറൽ സയൻസ് പഠിപ്പിക്കാൻ ഒരു ടീച്ചിങ് മെറ്റീരിയൽ ആക്കാം. ചിന്തിക്കുക. നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും. ചിലപ്പോൾ അതിന്റെ മരത്തിന്റെ അതിനെ കുറെ ഉണങ്ങിയ മരം കഷ്ണങ്ങളായിരിക്കണം എടുക്കേണ്ടത്. അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്?
വ്യത്യസ്തമായി എടുക്കുക നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി. ഇപ്പൊ എനിക്ക് ക്രിയേറ്റിവിറ്റി കുറവാണ്, വേറെ ആൾക്ക് നല്ല ക്രിയേറ്റിവിറ്റിയാണ്, പക്ഷെ എനിക്ക് ഡൈവേർജൻ തിങ്കിങ് നന്നായിട്ടുണ്ട്. രണ്ടുകൂടെ ചേരുമ്പോൾ ടീമായി, റൈറ്റ്, ലീഡർഷിപ്പ് ആയി. അയാളുടെ സ്ട്രെങ്ത് എന്റെ വീക്ക്നെസ് ആകും. അയാളുടെ എന്റെ സ്ട്രെങ്തും എന്റെ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിച്ച് വി ഹാവ് ടു ഓവർകം അവർ വീക്ക്നെസ് ആൻഡ് ത്രെഡ്സ്. നമ്മൾ പറയുന്നത് SWOT അനാലിസിസ് പറയുന്നുണ്ട്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെഡ്. സ്ട്രെങ്ത് എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും സ്ട്രെങ്ത് എലമെന്റ് ഉണ്ട്, എല്ലാവരും വീക്ക്നെസ് ഉണ്ട്, എല്ലാവരും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ത്രെഡ് എലമെന്റും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ത്രെഡ് എലമെന്റ്സിനെ നോക്കിയിട്ട് കാര്യമില്ല, വീക്ക്നെസ്സിനെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ ഓപ്പർച്യൂണിറ്റി. നമ്മൾ എപ്പോഴും പറയാറുണ്ട് കാര്യം, നിങ്ങൾ നോക്കൂ, നമ്മുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് പലപ്പോഴും കുട്ടികളെ കാണുന്നപ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികൾ, സാറേ എനിക്ക് പറ്റില്ല, എനിക്ക് ഡിഫിക്കൽട്ടാണ്. പക്ഷെ ഓർക്കേണ്ടത്, നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ബ്ലെസ്സിങ്സ് 1, 2, 3, 4 ഇപ്പൊ ആ കവിതയിൽ കേട്ടതുപോലെ അല്ലെങ്കിൽ നമ്മുടെ പോയത്തിൽ കേട്ടതുപോലെ നമ്മുടെ പ്രയർ സോങ്ങിൽ കേട്ടത്, നമ്മുടെ സ്ട്രെങ്ത് എലമെന്റിനെ എല്ലാം ടിക്കിടുക, വീക്ക് എലമെന്റ്സിനെ ടിക്കിടുക. എപ്പോഴും സ്ട്രെങ്ത് ആയിരിക്കും കൂടുതൽ, എപ്പോഴും സ്ട്രെങ്ത്. ഞാൻ ഇപ്പം വേണമെങ്കിൽ ടിക്കറ്റ് നിങ്ങൾ ബുക്കിലെടുത്ത് മാർക്ക് ചെയ്ത് നോക്കൂ. സ്ട്രെങ്ത്, അയ്യോ എനിക്ക് രാവിലെ ആരോഗ്യം കിട്ടി, ഗുഡ് ടിക്ക്, നല്ല ഫുഡ് കിട്ടി, ടിക്ക്, നല്ല പേരൻസിനെ കിട്ടി, ടിക്ക്, നല്ല ടീച്ചേഴ്സിനെ കിട്ടി, ടിക്ക്, നല്ല സ്കൂൾ കിട്ടി, നല്ല സ്ഥാപനം കിട്ടി. അല്ലെ സ്ട്രെങ്ത് എലമെന്റ്, എനിക്ക് മാത്സ് നല്ല എഫക്റ്റീവ് ആയി കിട്ടി. ഇങ്ങനെ ടിക്കറ്റ് കഴിഞ്ഞിട്ട് വീക്ക് എലമെന്റ്സ് കിടുമ്പോഴും സ്ട്രെങ്ത് ആയിരിക്കും എപ്പോഴും കൂടുതൽ. എല്ലാ കുട്ടികളിലും അങ്ങനെയായിരിക്കും. അന്നേരം ഈ പ്രോസസ്സ് നമുക്ക് പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ് വൺ. അങ്ങനെ നിങ്ങൾക്ക് നെക്സ്റ്റ് വൺ. ഓക്കെ, ബാക്ക് ഇവിടെയാണ് അത് 3 പാർട്ടുകൾ. അതനുസരിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പ്ലാനിങ് വേണം, സ്ട്രാറ്റജിയും വേണം. പക്ഷെ ഒരു ലക്ക് എന്നൊരു എലമെന്റ് കൂടെ പറയുന്നുണ്ട്. എപ്പോഴും എല്ലാവരും ഭാഗ്യം എന്നൊരു കാര്യമുണ്ട്, ചിലയിടത്ത് ക്ലിക്ക് ആകത്തില്ല എന്ന് പറഞ്ഞാലും അത് റിസ്കിന്റെ ഒരു കാര്യമാണ്. ഓക്കെ, ഭാഗ്യം മാത്രമായിട്ട് കാര്യമില്ല, പ്രോപ്പറായ പ്ലാനിങ്ങും നല്ല സ്ട്രാറ്റജിയും ഡിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസും കൂടെ തന്നെ എത്തും. നെക്സ്റ്റ് വൺ. ഓക്കെ, ഇവിടെ പറയുന്നത് ലക്ഷ്മി മോഹൻ, ക്യാമ്പസ് ഹെഡ് ITM, അവർ ബിസിനസ് സ്കൂളിന്റെ ഹെഡാണ്. അവർ പറയുന്നത്, ദ പെഡഗോജി ഹാസ് ടു ബി പ്രാക്ടിക്കൽ, ലേണിംഗ് ക്യാൻ ബി എൻഹാൻസ്ഡ് ത്രൂ ഫീൽഡ് വിസിറ്റ്, ഇ-ലേണിംഗ്, ഇൻഡസ്ട്രി ഡ്രിവൺ പ്രോജക്ട്, ഡിജിറ്റൽ ഓർ വീഡിയോ ഇൻപുട്സ് ആൻഡ് സോ ഓൺ. ഇതെല്ലാം നിങ്ങൾക്കില്ലേ? നമ്മുടെ പെഡഗോജിക്കൽ എല്ലാം ഇതുപോലല്ലേ ചെയ്യുന്നത്. ഇ-ലേണിംഗ് ഉണ്ട്, ഫീൽഡ് വിസിറ്റ് ഉണ്ട്, ഇൻഡസ്ട്രി ഡ്രിവൺ പ്രോജക്ട്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ പെഡഗോജിയെ കൺവേർട്ട് ചെയ്ത് പ്രാക്ടീസ്. ഞാൻ ആദ്യം പറഞ്ഞത് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ പ്രത്യേകത അതാണ്. ഈ സിസ്റ്റം കംപ്ലീറ്റ് മാറണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ കരിക്കുലം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കുട്ടികളുടെ സ്കിൽസിനെയും കോമ്പിറ്റൻസിയൊക്കെ ഒക്കെ സ്കോർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രോജക്റ്റുകളൊക്കെ ചിലപ്പോൾ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഇന്ന പാറ്റേണിൽ തന്നെ ആകാൻ പാടുള്ളൂ അല്ലെ. സംഗീതം ഞാനിവിടെ വൈവ ബോർഡിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ അല്ലെ, ഒരു സ്റ്റീരിയോടൈപ്പായ പല കാര്യങ്ങളിലേക്ക് എത്തപ്പെടുന്ന കാര്യമുണ്ട്. നെക്സ്റ്റ് വൺ നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട്. ക്രിട്ടിക്കൽ ജഡ്ജ്മെന്റ് ഉണ്ട്, ക്രിയേറ്റീവ് തോട്ട്സ് ഉണ്ട്, ഇന്നോവേറ്റീവ് ആൻഡ് യുണീക്ക്, റിസ്ക് ബെയറിംഗ് ആൻഡ് ഗുഡ് ഗോൾ സെറ്റ്. ഡെഫിനറ്റ്ലി നിങ്ങൾ നല്ലൊരു ഓൺടർപ്രണർ ആണ്, എഡ്യൂക്കേഷണൽ ഓൺടർപ്രണർ ആയി മാറാൻ പറ്റും. നെക്സ്റ്റ് വൺ നിർത്താൻ പോവുകയാണ്. നെക്സ്റ്റ്. ഓക്കെ, പോട്ടെ. നെക്സ്റ്റ് വൺ. നിങ്ങളുടെ കുറച്ച് ഞാൻ PPT ടീച്ചറിന് കൊടുത്തേക്കാം. ടീച്ചറിന്റെ $1 ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. നെക്സ്റ്റ് വൺ. ഓക്കെ, നിങ്ങൾക്ക് കൊടുക്കുന്ന ഈ എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കാവുന്നതാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, റിയൽ വേൾഡ് എക്സ്പീരിയൻസസ്, ഇൻക്വയറി ബേസ്ഡ് ടീച്ചിങ്, തിങ്കിങ് സ്കിൽ സ്ട്രാറ്റജീസ്, ഇന്റഗ്രേറ്റീവ് സ്ട്രാറ്റജീസ്, മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചസ്, ദെൻ പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ്, റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ്, ആക്ഷൻ റിസർച്ച് ഓർ കേസ് സ്റ്റഡി. ഇതിനെല്ലാം കിട്ടുന്ന ഔട്ട്കം നമ്മുടെ ഓൺടർപ്രണർഷിപ്പിലേക്ക് നയിക്കുന്നതായിരിക്കും. നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, നമ്മൾ ഈ ചെയ്യുന്ന എല്ലാം ഒരു യുണീക്നെസ് ആണ്, ഇന്നോവേറ്റീവ് പ്രാക്ടീസസ് ആയിരിക്കും നമ്മുടെ മുമ്പിലേക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ. ഓക്കെ, ഇതുണ്ട്. ഇത് നമ്മുടെ പല സ്ട്രാറ്റജികൾ ഉപയോഗിക്കുമ്പോഴും പെഡഗോജിക്കൽ അപ്രോച്ചസിൽ വ്യത്യാസം വരുന്നുണ്ട്. എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും കിട്ടില്ല. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗിൽ എല്ലാം കിട്ടില്ല, പ്രോജക്ട് ബേസ്ഡിൽ എല്ലാം കിട്ടില്ല. പക്ഷെ ഓൺടർപ്രണർഷിപ്പ് എഡ്യൂക്കേഷനിൽ കൂടി ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് എത്തപ്പെടുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റീവ് ആയ ഒരു പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച് ആയിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ. ഇവിടെ ഈ പിക്ചേഴ്സിനകത്ത് കണ്ടില്ലേ, അടുത്തൊരു പിക്ചർ കാണി കുറച്ച് ക്ലിയർ ആവും. നെക്സ്റ്റ് വൺ ടീച്ചർ. ഓക്കെ, ഇത് നോക്കൂ, ഇതൊരു എന്താ ഈ ഡയമെൻഷൻ നോക്കുക. 4 ആസ്പെക്ട്സ് ആണ് പറഞ്ഞത്, ABCD. നിങ്ങൾ നോ എബിലിറ്റി ടു ഡു. സി ഇവിടെ നോക്കിയ A കാറ്റഗറിയിലാണ് വരണമെങ്കിൽ എബിലിറ്റി ടു ഡു, എബിലിറ്റി ഉണ്ട്,
എനിക്ക് അതിന്റെ എബിലിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവരും ആ എബിലിറ്റി ഉണ്ട്. പക്ഷെ ചില കുട്ടികൾ പറയുന്നത് എനിക്ക് നോ എബിലിറ്റി ആണ്, പക്ഷെ എനിക്ക് വിൽ ടു ഡു ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് യാത്രക്കാരനായിട്ട് അല്ലെങ്കിൽ അതിനകത്ത് കുറേ ദൂരം യാത്ര ചെയ്ത് പോവാം, പാസഞ്ചറിനെ പോലെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ എപ്പോഴും കീപ് മോട്ടിവേഷൻ ഹൈ ആകുന്നത് ഐ ഹാവ് ദ എബിലിറ്റി ടു ഡു. എനിക്ക് അതാ വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ സക്സസ് ആവും. 2 കാറ്റഗറി എപ്പോഴും ഉണ്ട്. എപ്പോഴും ഒരു പിന്നെ ഉണങ്ങിയ മരത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഡെഡ് വുഡിനെ പോലെ ഒരു ബേർഡനായി മാറുന്നതാണ് നോ എബിലിറ്റി നോ വിൽ. ഇങ്ങനെയുള്ള കുട്ടി ബാക്ക് ബെഞ്ചേഴ്സ് അല്ലെങ്കിൽ പറയുന്നത് യാതൊരു പ്രയോജനം ഇല്ലാത്തവർ. എബിലിറ്റി ഉണ്ട്, നോ വിൽ, നോട്ട് വില്ലിങ്. നല്ല കഴിവുള്ള കുട്ടികൾ ഒന്നും ചെയ്യാത്തവർ. എന്താ പ്രയോജനം? ഒരു കാര്യമില്ല. ഫസ്റ്റ് ബെഞ്ച് അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ നിൽക്കാൻ എല്ലാ കുട്ടികളും ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും ഫസ്റ്റ് കോളം ഏ കാറ്റഗറിയിൽ നിൽക്കുക. നിങ്ങൾക്ക് എല്ലാവരിലും 100% ഞാൻ വിശ്വസിക്കുന്നു എബിലിറ്റി ഉണ്ട്, വിൽ പവറും ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് നേരത്തെ നിങ്ങളുടെ സ്ട്രെങ്ത് എലമെന്റ്സിനെ കൂട്ടുക, ഓപ്പർച്യൂണിറ്റീസിനെ കൂട്ടുക. അത് രണ്ടും കൂടെ ഉപയോഗിച്ച് നമ്മുടെ വീക്ക്നെസ്സിനെയും ത്രെഡ്സിനെയും നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് കഴിയട്ടെ. നെക്സ്റ്റ് ഓൺ. ഓക്കെ, പ്രസന്റേഷൻ കഴിഞ്ഞു. ഇതാണ് എന്റെ മനസ്സിലുള്ള ഓൺടർപ്രണർഷിപ്പ് എഡ്യൂക്കേഷൻ. പ്രിയ കുട്ടികളെ, നിങ്ങളുടെ ക്ലബുകൾ കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, ചെയ്യാൻ നമുക്ക് സാഹചര്യങ്ങളുണ്ട്. ഇന്ന ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന തൊഴിൽ തരാനൊന്നും പറ്റില്ല. തൊഴിൽ കണ്ടുപിടിക്കേണ്ട നിങ്ങളുടെ ചുമതലയാണ്. സെൽഫ് എംപ്ലോയ്മെന്റിൽ എത്തപ്പെടേണ്ട നിങ്ങളാണ്. അവസരങ്ങളുണ്ട്. സ്ഥാപനം നോക്കിയാൽ മൊത്തം അവസരങ്ങളാണ്. നോക്കി ആ കടലിന്റെ തീരത്തിൽ നിൽക്കുന്ന ആ SN ട്രെയിനിങ് കോളേജ് ആലോചിക്കുക. ഇതിനെ നമുക്ക് നല്ലൊരു ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോഴും നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ സ്ഥാപനത്തിന് എങ്ങനെ കഴിയും? ഒരു പ്രോജക്റ്റ് ആക്കിക്കൂടെ? എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചിന്തിക്കാൻ പറ്റും? അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു വിഷനായിട്ട് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, ഹൗ ടു ഡെവലപ്പ് നമ്മുടെ ആ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ. കുട്ടികളുടെ ഒരു നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് മുകളിൽ കയറി നിന്നാൽ, ടെറസിൽ കയറി നിന്നാൽ നമുക്ക് കിട്ടുന്ന നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ കോളേജിന് മുമ്പിൽ നല്ലൊരു പെഡഗോജിക്കൽ പാർക്ക് നിർമ്മിക്കാൻ പറ്റും? എന്റെ ലേണിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ എന്റെ ക്ലാസ് റൂം എങ്ങനെ വൈബ്രന്റ് ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? സുന്ദരമായ ഒരു ലേണിംഗ് മെറ്റീരിയലുമായിട്ട് ഞാൻ എങ്ങനെ ഒരു ഇന്നോവേറ്റീവ് ടീച്ചിങ് മെറ്റീരിയലുമായിട്ട് പോകണം? തെർമോക്കോൾ വേണ്ട, ടീച്ചിങ് എയ്ഡ് വേണ്ട, അല്ല മീൻസ് ഈ കാർഡ്ബോർഡ് വേണ്ട, അല്ലെങ്കിൽ ടെക്നോളജിയെ കളഞ്ഞിട്ട് എന്താണ് എന്റെ മനസ്സിൽ ചിന്തിക്കുക, റിസോഴ്സസിനെ കൊണ്ടുവരിക, പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. എഡ്യൂക്കേഷൻ അബൌട്ട് എന്റർപ്രൈസ്, ത്രൂ എന്റർപ്രൈസ്, ഫോർ എന്റർപ്രൈസ്. അബൌട്ട് എന്റർപ്രൈസിനുള്ള എല്ലാ സ്കിൽസും കോമ്പിറ്റൻസിയും ഉണ്ടാക്കുക. നല്ല ചായ ഉണ്ടാക്കുക. ചായ ഉണ്ടാക്കി നിങ്ങൾ ചോദിച്ചു നല്ലതെന്ന് പറയാതെ ഞങ്ങളെ പോലെയുള്ള നമ്മളെ പോലുള്ള മുമ്പിൽ ഇരിക്കുന്നവർക്കെല്ലാം മനോഹരമായ സുന്ദരം എന്ന വാക്കിലേക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന ചായ എത്തപ്പെടാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും. സ്ഥാപനത്തിന് നന്ദി. പ്രതിജനെ വിളിച്ചാൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് സാർ. ഷീബ ടീച്ചർ, ടീച്ചർ കോളേജിലാണ് സാർ. അപ്പൊ എനിവേ വളരെ എന്താ പറയണമെന്ന് അറിയത്തില്ല സാർ. ഇത്രയും നല്ല മോട്ടിവേഷനാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയെന്നുള്ളതിന് ഉറപ്പാണ്. അപ്പോൾ സാർ ഒരുപാട് ഡൈവേർജന്റ് തിങ്കിങ് ഉള്ള പോസിബിലിറ്റീസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇവരെല്ലാം ഒരുപാട് കഴിവുള്ളവരാണ് സാർ. ഒരുപാട് പേര് സെൽഫായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ പറഞ്ഞ ആ എല്ലാ പോയിന്റ്സും അല്ലെങ്കിൽ ആ ഒരു ഇൻപുട്സ് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാം. സിമ്പിൾ എക്സാമ്പിൾ, എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവ് ഇൻസ്ട്രക്ഷണൽ മൊഡ്യൂൾ ഫോർ ട്രൈബൽ സ്റ്റുഡൻസിന്. ഞാൻ അത് ചെയ്തിപ്പം അതാണ് എനിക്ക് ആ സെൻട്രൽ ഗവൺമെന്റ് ചെയ്ത പ്രോജക്റ്റ്. അത് ആക്ച്വലി ഈ ട്രൈബൽ സ്റ്റുഡൻസ് ട്രിവാൻഡ്രത്ത് കട്ടയില സ്കൂളിലെ ട്രൈബൽ കുട്ടികളാണ്. പക്ഷെ അവിടെ ചെന്ന് നമുക്ക് ഒന്നും ആ മൊഡ്യൂൾ കൊണ്ടൊന്നും പോകണ്ട. നമ്മൾ അവിടെ ചെന്ന് അവരിൽ നിന്ന് പഠിക്കുക. അവരിൽ എന്തെല്ലാം ഓൾറെഡി ഇൻഹെറിറ്റന്റ് ആയ പല കാര്യങ്ങളുണ്ട്. ചുമ്മാ കുറെ ടീച്ചിങ് കുറെ പേപ്പറുകളും അതും ഇതും സംഭവങ്ങളും കൊണ്ട് കൊടുത്താൽ മതി. അവരുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയ സംഭവങ്ങൾ എന്തെല്ലാമാണ്. നമുക്ക് അവിടെ നിന്ന് ഒരുപാട് ലേണിംഗ് സ്കിൽ ഇങ്ങോട്ട് കിട്ടും. മനസ്സിലായി? ഒരു കുറെ മുളയോ അല്ലെങ്കിൽ കുറെ ഈറക്കഷ്ണങ്ങളോ അല്ലെങ്കിൽ കുറെ സാധനങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം ക്രിയേറ്റീവ്. ഗ്രൂപ്പ് തിരിക്കുമ്പോഴത്തേക്ക് വെറൈറ്റി ആയിട്ട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പുതിയ പ്രോഡക്റ്റ് നമുക്ക് പേരൂടെ കൊടുത്ത് പർപ്പസ് ഇന്നതാണെന്ന് നമ്മൾ ഹെഡിങ് കൊടുത്താൽ മതി. ഇന്ന പർപ്പസ് നമുക്ക് ഇത് ഉപയോഗിക്കാം. മാർക്കറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് പോവുകയും ചെയ്യും. ശരിക്കും അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായാൽ മതി. നമുക്കത് ക്യാച്ചപ്പ് ആക്കാനുള്ള മൈൻഡ് സെറ്റ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അറിവും കൂടിയാണ് സാർ. അപ്പോ എന്താ പറയുക, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്കിനി അടുത്തതിലോട്ട് കിടക്കാം സാർ. ഷീബ ടീച്ചർ. ഞാൻ സാറിന്റെ ക്ലാസ് ആദ്യമായിട്ട് ആ ഒരു ലൈവ് ക്ലാസ് കാണുന്നത്. നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ സാർ ഭയങ്കര പ്ലസന്റ് ആണ്. ഞാൻ എപ്പോഴും പറയലേ,
അതേ കണക്ക് ആ ഒരു പ്ലസന്റ് ഫേസ് സാർ എന്താ സ്റ്റാർട്ടിങ് ടു എൻഡ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സൈക്കോളജി ഒക്കെ പഠിപ്പിക്കുന്നത് എന്റെ മുഖഭാവമൊക്കെ പലപ്പോഴും മാറാറുണ്ട്. സാർ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോയി. പിന്നെ ടോപ്പിക് കോണ്ടന്റ് അത് ഭയങ്കര റിച്ച് ആയിരുന്നു സാർ. ഞാൻ പൊതുവെ അങ്ങനെ എപ്പോഴും എല്ലാവരുടെ ചാടിക്കൊരു അഭിപ്രായം പറയാറില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ പറയേണ്ടി വന്നത്. സാറിന്റെ സ്റ്റുഡൻസിനോട് ഒരു കാര്യം ഞാൻ ബയോഡേറ്റിൽ ഒരു 2 കാര്യം വിട്ടുപോയി. ഒന്ന് സാർ ഒരു കേരള യൂണിവേഴ്സിറ്റി PhD ഗൈഡ് കൂടെയാണ്. അതിന്റെ ഒപ്പം സാറിന് കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷന്റെ ഒരു ഇൻസ്പയറിംഗ് ടീച്ചർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പൊ ഈ ഇൻസ്പയറിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഈ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി അവർക്ക് ഇപ്പൊ ഒരു ഓൺടർപ്രണർഷിപ്പ് സ്കിൽ അതൊക്കെ മനസ്സിലുള്ളവർക്കാണെങ്കിൽ അത് എയിം ചെയ്താതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പലർക്ക് താല്പര്യം കാണും, പക്ഷെ എങ്ങനെ എവിടെ തുടങ്ങണം എന്നുള്ള ഒരു ഇത് കാണില്ല. എങ്ങനെ അവരുടെ ഒരു ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യണം, ടാർഗറ്റ് അവർ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഇത് കാണില്ല. സാറിന്റെ പല സ്ലൈഡ്സ് എന്ന് പറയുന്നത് വെറുതെ കുറച്ച് ഇമേജസ് ഉണ്ടെങ്കിലും ദ ഇമേജസ് സ്പീക്ക് എ ലോട്ട്. സാർ അതിന് കുറച്ചൊരു സപ്പോർട്ട് കൊടുക്കുന്നു അതിൻ്റെ ഒപ്പം. പക്ഷെ അത് ഒരുപാട് ഭയങ്കര നല്ല സ്ലൈഡ്സ് ആണ് അത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം സാർ പറഞ്ഞില്ലേ ആ ഒരു ഇതിലെല്ലാത്തിനും ഉപരി നമ്മുടെ ടീച്ചർ നമ്മുടെ ഫീൽഡിൽ വരുമ്പോൾ, ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ഫീൽഡിൽ വരുമ്പം മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസിൽ കാണുന്ന ഒരു ഇൻഹിബിഷൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എപ്പോഴും ഒരു സേഫ് സോൺ ആഗ്രഹിക്കുന്നവരാണ്. ടീച്ചിങ് പ്രൊഫഷനിൽ തന്നെ ഒരു സേഫ് സോൺ, അതിൽ നിന്ന് മാറി നമ്മൾ പറയുമ്പോൾ സാർ നമ്മുടെ കുറച്ച് ഹാർഡ്ഷിപ്സ് വേണം, അത് എടുത്ത് വേറൊരു ഫീൽഡിലേക്ക് കയറി ഇപ്പൊ സാറ് പറഞ്ഞു ലേണിംഗ് എയ്ഡ്സ് ഉണ്ടാക്കുന്ന കാര്യം. ഇപ്പം ടെക്നോ പാർക്കിൽ തന്നെ ഒരുപാട് കമ്പനീസ് ഈ കോണ്ടന്റ് റൈറ്റിംഗിന്റെ ഇത് അഡ്വർടൈസ്മെന്റ്സ് വരാറുണ്ട്. നമ്മൾ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 100-ൽ ചിലപ്പോൾ 1-2 പേരെയൊക്കെ പലപ്പോഴും റെസ്പോണ്ട് ചെയ്യാറുള്ളൂ. എനിക്കൊന്ന് 2-3 വർഷം മുമ്പത്തുള്ളതിൽ എനിക്ക് ഓർമ്മയുണ്ട് 1-2 പിള്ളേരൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ, പോയിട്ടുള്ളൂ. അത് നോർമൽ സ്റ്റുഡൻസിന് മാത്രമല്ല, എനിക്കും തക്കാട് അതിനടുത്തുള്ള ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒരു ഇതുണ്ടായിരുന്നു. അതിനകത്തൊക്കെ വളരെ കുറച്ച് പേരെ പോയിട്ടുള്ളൂ. അതിന്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫിയർ ആണ്, ഒരു സ്റ്റാർട്ടിങ് ഫിയർ. നമ്മൾ മറ്റേ ഈ പെർമനന്റ് ആയിട്ട് ഒരു പോസ്റ്റ് സ്കൂളിൽ പൊസിഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണ്ടെന്നുള്ള ഒരു ഇതും, അതേസമയം ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ റിസ്ക് ആണ്, സാർ പറഞ്ഞൊരു റിസ്ക് ടേക്കിംഗ് ആണ്, അങ്ങനെ എടുത്തിരുന്നു. പക്ഷെ അതിനൊരു പക്ഷെ സാറിന്റെ ഈ ഒരു ക്ലാസ് ഒരുപാട് സ്മിത ടീച്ചർ പറഞ്ഞോട്ടെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികൾ ഈ ബാച്ചിലുണ്ട്, എല്ലാ സബ്ജക്ട്സിലും ഉണ്ട് പല രീതിയിൽ. ഇപ്പൊ തന്നെ ഇപ്പം ക്ലാസ് നമ്മുടെ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും അവര് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നവരൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്, വളരെ ഇന്നോവേറ്റീവ്. അതായത് 10-8 ക്ലാസ്സുകളല്ല, അവർ ഡിഗ്രി PG ക്ലാസ്സുകളാണ് എടുക്കുന്നത്. അപ്പൊ അത്രയും പൊട്ടൻഷ്യൽ ഉള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ അങ്ങനെ ചെയ്യാൻ അവരുടെ കഴിവുണ്ട് എന്ന് തിരിച്ചറിയാത്തവരും അങ്ങനെയുണ്ട്. അങ്ങനെ ഉള്ളവർക്കും ഈ ഒരു ക്ലാസ് ഡെഫിനറ്റ്ലി ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഞാൻ ടീച്ചറിനോട് പറയുന്നത് എല്ലാ വർഷവും ടീച്ചർ സാറിന്റെ ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലൊരു ഇതാണ്. കാരണം ഞാൻ GCTയിലെ കാര്യങ്ങൾ സാറ് പറഞ്ഞപ്പോഴാണ് ശരിക്കും അത് ഭയങ്കര ആ പ്രോജക്ട്സ് അങ്ങനെ കുട്ടികൾ കൊടുത്തു എന്ന് പറഞ്ഞുള്ള ഐഡിയ കേട്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനത് കോളേജിൽ അത്രയും കൊണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു ലെവലിലുള്ള ഒരു ഐഡിയാസ് റോബോട്ടിക്സിന്റെ അത് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് അങ്ങനെ ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ഇവര് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് അതിലപ്പുറം ഇപ്പൊ നോർമലി ഉള്ളതിനേക്കാൾ അവര് ഏബിൾ ആകും, എഫിഷ്യൻസി കൂടും. തീർച്ചയായിട്ടും എഫിഷ്യന്റ് ആവും. നമുക്ക് അവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്, പേടി വരും നമുക്ക്. റോബോട്ടിക്സ് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ പേടി ചിലപ്പോൾ വരും. അതാണ് അത് ഞാൻ സ്ലോ ലേണേഴ്സിന്റെ കാര്യം പറഞ്ഞു സാർ, അത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്കൊക്കെ ചെയ്യാൻ ശ്രമിച്ചു നോക്കാവുന്ന കാര്യമാണ്. വളരെ അസറ്റ് ആയിരിക്കും കോളേജിനും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്കൊക്കെ പാർക്ക് ലാബുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പെഡഗോജിക്കൽ ലാബ് എന്ന നിലയിലേക്ക് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് വന്ന് ചെയ്യുന്ന എങ്ങും സ്ഥാപനത്തിൽ കാണാറില്ല. ഫ്രീ ആയിട്ട് വേണം എല്ലാ മെറ്റീരിയൽസ് അവിടെ കൊടുക്കണം. എല്ലാ ടീച്ചിങ് എയ്ഡ് മീൻസ് അവർക്ക് ഉപയോഗിക്കാത്തക്ക രീതിയിലുള്ള നമ്മുടെ മനസ്സിൽ ടീച്ചിങ് ചെയ്യുന്ന കുട്ടികളുടെ മനസ്സിലിരിക്കുമ്പോഴും കുറെ പഴയ കാലം നമ്മുടെ കാലത്ത് തെർമോക്കോളൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും തെർമോക്കോള് ഇങ്ങനെ കുറെ സംഭവങ്ങൾ സ്ഥിരം ഉണ്ടല്ലോ. അതിനേക്കാളും മാറി ഏതെല്ലാം റിസോഴ്സസ് പ്രത്യേകിച്ച് ഇപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ ഒരുപാട് ഇഷ്യൂ വരുന്നുണ്ട്. അതിനെല്ലാം ടീച്ചിങ് എയ്ഡ് ആയിട്ട് ലോങ് ഇയേഴ്സ് അതിനെ മോഡിഫൈ ചെയ്യാനും പറ്റും, ഇളക്കി കഴിഞ്ഞാൽ വേറെ രൂപത്തിലേക്ക് മാറ്റാനും പറ്റും. ഇങ്ങനെയുള്ള അല്ലേ നല്ല ഓൺടർപ്രണർഷിപ്പിന്റെ ഡിജിറ്റൽ ടെക്നോളജിയിലും കൂടെ ഡിജിറ്റൽ ഇറ ആയതുകൊണ്ട് തന്നെ നല്ല സ്കോപ്പ് ഉണ്ട്. പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾ ഇവർക്കൊക്കെ ആകുമ്പോൾ നല്ലതായിട്ട് അതിനെ കുറിച്ച് അറിവുണ്ട് സാർ. ചെയ്യാവുന്ന കാര്യങ്ങളാണ്, എല്ലാവരും ചെയ്യണം നമ്മുടെയാണ് സാർ പറയുന്നത്. അതെ തീർച്ചയായിട്ടും ചെയ്യണം. നിങ്ങൾ ഓൺടർപ്രണർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, ഫീൽഡിലേക്ക് വരണം.
വന്നാലേ നിങ്ങൾ പണം കിട്ടുന്നതല്ല. പക്ഷെ എന്ത് കാര്യം, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കുട്ടികള് തുണി കോളേജിലെ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിൽ തുണി സഞ്ചി ഉണ്ടാക്കി. ചുമ്മാ നമ്മുടെ കയ്യിൽ കോളേജിൽ തയ്യൽ മെഷീൻ ഉണ്ട്, കോളേജിൽ കൊണ്ടുവന്ന് തയ്യൽ അറിയാം. എല്ലാ കുട്ടികളെയും കൊണ്ട് തയ്യലൊക്കെ സഞ്ചി ഉണ്ടാക്കാൻ വലിയ പ്രയാസമില്ലല്ലോ. അവർ ചെയ്തായിരുന്നു പിന്നെ കോളനികളിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും, എല്ലാ വീട്ടിലും 2 പ്ലാസ്റ്റിക് കവറിന് തിരിച്ച് മേടിച്ചോട്ടോ സഞ്ചി അങ്ങ് കൊടുത്ത്. മനസ്സിലായില്ലേ? പ്ലാസ്റ്റിക് എല്ലാ കവറുകളും തിരിച്ച് 1-2 പ്ലാസ്റ്റിക് കവർ തിരിച്ച് തരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തുണി സഞ്ചി തരാം. പേരൻസ് എല്ലാവർക്കും സാധ്യത 1 അല്ല 2 3 എടുത്ത് തരാൻ റെഡിയാ. നമുക്ക് അത്രയും കൊണ്ടുവന്ന് കളക്ട് ചെയ്യാനും അല്ലെ കൊണ്ട് മാറ്റാനും പറ്റും. ഇതൊക്കെ ചെറിയ ബുദ്ധി മതി, വലിയ ബുദ്ധിയുടെ ഒന്നും പ്രയോജനപ്പെടും അല്ലെ, വലിയ നാളെ വേണ്ട, അങ്ങനെ മതി. അതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം. ഓരോരുത്തർക്കും അവനാൽ കഴിയുന്ന ചെയ്യാമല്ലോ അല്ലേ സർ? അതെ, തീർച്ചയായും ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ സാർ, താങ്ക് യു. കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സാറിനോട് ചോദിക്കാനോ? ആകാശ് പറയൂ ആകാശ്. പറയാനായിട്ട് സാറ് നേരത്തെ പറഞ്ഞ ആ പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സാറ് കോളേജ് ബേസ് ചെയ്ത് പ്രോജക്റ്റുകൾ ചെയ്യാന്ന് പറഞ്ഞല്ലോ. അതെ, അപ്പൊ അതില് നിങ്ങളുടെ ഐഡിയ കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. YAP കോളേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. YAP അതിന് അവർ ഓരോ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഗ്രൂപ്പുകൾ 2 to 5 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ടീം സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോ അഖിലോ ആകാശ് അല്ലെ, ആകാശും വേറെ 3-4 പേരും ചേർന്ന് നിങ്ങൾക്ക് ഒരു മെന്ററെ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ കോളേജിൽ ഒരു ടീച്ചറിനെ സെലക്ട് ചെയ്യാം, മെന്റർ രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ ഐഡിയ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഈ ഐഡിയ നിങ്ങൾ ആശയം മതി അവർക്ക്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഇത് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ഫണ്ട് എവിടെ നിന്ന് കിട്ടും, ഇങ്ങനെയുള്ള കാര്യം. അന്നേരം നമ്മുടെ ആശയം അവർക്ക് കൊടുക്കുക. ആശയം എങ്ങനെ ഫലവത്താകാം, ഞാൻ ഇന്ന ഗ്രൂപ്പിലാണ് ഉദ്ദേശിക്കുന്നത്, ആ കുട്ടികളിൽ ഇന്നൊരു പ്രോബ്ലം കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്, ആ ഫേസ് ചെയ്യാവുന്ന പ്രോബ്ലം നമുക്ക് ഈ രീതിയിൽ സോൾവ് ചെയ്യാം. പക്ഷെ ഒരു പ്രത്യേകത, ആരും സോൾവ് ചെയ്യാത്തൊരു പ്രോബ്ലം രീതി ആയിരിക്കണം. മീൻസ് ഐഡിയ ആണ്, ആശയമാണ്. ഈ ആശയം യുണീക്ക് ആയിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം, വർക്കബിളും ആയിരിക്കണം. ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കടലിന്റെ അടിയിൽ പോയിട്ട് ചെയ്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. നമ്മുടെ ഉള്ള റിസോഴ്സസിനെ അവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഉള്ള അവൈലബിൾ ആയ റിസോഴ്സസിനെ പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് പറ്റും എന്നത് നമ്മളാണ് പ്രൂവ് ചെയ്ത് പറയേണ്ടത്. ഇന്റർവ്യൂ ബോർഡിൽ ആദ്യത്തെ ഫേസിലെ ഇന്റർവ്യൂലൊക്കെ മിക്കവാറും കയറി പോകും. നല്ല ഐഡിയ ആണെങ്കിൽ, പ്രത്യേകിച്ച് എഡ്യൂക്കേഷനെ ഇപ്പോഴാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ബ്രോഷർ നോക്കുമ്പോൾ കാണാം. ആ എഡ്യൂക്കേഷനകത്ത് വരുന്ന കുട്ടികളുടെ നീഡ് ബേസ്ഡ് അങ്ങനെ കണ്ട ടോപ്പിക്കാണ്. നിങ്ങൾ ആശയങ്ങൾ കൊടുക്കുക. ആശയം കൊടുക്കുമ്പോൾ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ വരുമ്പോൾ ജില്ലാ കളക്ടറൊക്കെ ഇരിക്കുന്ന ഒരു ബോഡിയാണത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇപ്പം കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് പ്രത്യേക പ്രൈസ് ഉണ്ട്, നല്ല മെന്ററിന് ക്യാഷ് പ്രൈസ് ഉണ്ട്. നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ സർക്കാർ തന്നെ അത് ടേക്കപ്പ് ചെയ്യും, നിങ്ങൾക്ക് ഫണ്ട് തരികയും ചെയ്യും. നിങ്ങളുടെ ഐഡിയ കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഐഡിയ ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടുമല്ലേ അല്ലേ? നമ്മുടെ ഐഡിയ നമ്മൾ ചിന്തിക്കും, യുണീക്ക് ആവും. ഇത് കൊള്ളില്ലല്ലോ, മറ്റൊരാൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെക്കാട്ട് വേറൊരു ഇൻപുട്ട് എന്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്ത് റിസോഴ്സ് അതിനകത്ത് ഇടാം. ഇൻപുട്ട് ഇട്ടാൽ അത് എങ്ങനെ പ്രോസസ് ചെയ്താൽ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. ഇങ്ങനെ ടീച്ചർ ക്രിയേറ്റീവ് ആയാലേ കുട്ടി ക്രിയേറ്റീവ് ആവും. ഞാൻ ക്രിയേറ്റീവ് ആയാലേ എന്റെ കുട്ടികൾ ക്രിയേറ്റീവ് ആവും. ഞാൻ യുണീക്കായി മാറിയാലേ എന്റെ കുട്ടികൾ യുണീക്നെസ് ഉള്ളവരാവും. എന്റെ കുട്ടികളോട് ഞാൻ പറയും, ഞാൻ എഴുതുന്ന ലെസൺ പ്ലാൻ നിങ്ങൾക്ക് ഞാൻ ഫ്രെയിംവർക്ക് തരും, സ്ട്രക്ചർ, അതേപോലെ ഒരു ലെസൺ പ്ലാൻ എഴുതിക്കൊണ്ട് എന്റെ അടുക്ക വരരുതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് അല്ലേ, ഇങ്ങനെ ഒരു ലെസൺ പ്ലാൻ സെയിം എഴുതിക്കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ലെസൺ പ്ലാൻ ആഫ്റ്റർ ദ യൂഷ്വൽ ക്ലാസ് റൂം പ്രാക്ടീസ് ടീച്ചർ സ്റ്റാർട്ട്സ് ദ ക്ലാസ് എഴുതിച്ച് എല്ലാ പിള്ളേരും അതുപോലെ എഴുതി വയ്ക്കും. എന്തിനാ ഇതിനെ എഴുതി വരുന്നത്? എന്റെ കാര്യമല്ലേ? അങ്ങനെ എഴുതാതെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ലെസൺ പ്ലാനിലും വരണം. ഓക്കെ, അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ. ഇതിന്റെ ഒരു സന്തോഷം കൂടെ പറഞ്ഞോട്ടെ സാർ. ഞങ്ങളുടെ ഒരാള് ഇതിന്റെ ഇടയിലുണ്ട്, ദിവ്യശ്രീ. ദിവ്യക്ക് ഇപ്പൊ UBയുടെ ഒരു ഉന്നത ഭാരത് അഭിയാൻ നമ്മുടെ കോളേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാർ. അപ്പൊ അത് അറിയാലോ സാറിന്. മറ്റേ ഒരുപാട് ആർട്സ് ആൻഡ് സയൻസ് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അവര്, വീഡിയോ കോമ്പറ്റീഷൻ. അവര് നമ്മൾ കുറച്ച് പേർക്ക് പങ്കെടുത്തു. നമ്മുടെ കുട്ടിക്കാണ് ഫസ്റ്റ്, റീജിയണൽ ലെവലിൽ ഫസ്റ്റ് കിട്ടിയത് സാർ. അപ്പൊ ഇവരെല്ലാം നല്ല കഴിവുള്ള കുട്ടികളാണ്. ആകാശൊക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ക്ലാസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. നല്ല നമ്മുടെ മനസ്സിൽ ആദ്യം ഇരിക്കുന്നത് ഇതിന്റെ യൂട്യൂബ് ചാനൽ ഇടുക, അതിൽ കിട്ടുന്ന പണം കിട്ടുക. അതിനേക്കാളുപരി നല്ല ടീച്ചേഴ്സിനെ കിട്ടാനും അല്ലെങ്കിൽ നല്ല റിസോഴ്സ് കിട്ടാനും പാടാ. ഒരുപാട് അധ്യാപകരുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം, നിങ്ങളിപ്പോ ചിത്രയാണെങ്കിൽ, നിമിഷയാണെങ്കിൽ, അക്ഷരയാണെങ്കിലും, ജ്യോതിയാണെങ്കിലും, ദിബിനാണെങ്കിലും, ഇവരൊക്കെ കുട്ടികളുടെ മനസ്സിലെത്തുന്ന അധ്യാപകരായിത്തീരണം അല്ലേ? മനസ്സിലായോ എന്ന് ഞാൻ 100 പ്രാവശ്യം ചോദിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ ഒരു ഫലവും ഇല്ല, നമ്മുടെ ബയോഡാറ്റയ്ക്ക് ഒരു കനവും ഇല്ല. അതങ്ങനെ ചിന്തയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
എന്നിട്ട് നമ്മൾ അത് എപ്പോഴും ഓർക്കേണ്ടത്. ഞാനൊരു പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ അത് ഞാൻ നേരത്തെ ചായയുടെ കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ എനിക്ക് ചായ ഞാൻ രുചിക്കുമ്പോഴാണ് എന്റെ എന്താ രസമകളങ്ങളെ അല്ലെങ്കിൽ ഉദ്ദീപിപ്പിക്കുന്നതായിരിക്കണം ആ ചായ. അപ്പോഴാണ് എല്ലാ ചായയിലിടുന്ന ഇൻഗ്രീഡിയന്റ് ഒരുപോലെ, തേയില, പഞ്ചസാര, വെള്ളം, പാലിന്റെ അളവ് ഇതെല്ലാം ഉണ്ട്. ഒരേ രീതിയിൽ വാട്ടർ തീയുടെ അളവ് അല്ലെങ്കിൽ വെള്ളം ചൂടാകുന്ന ലെവലും ഒരുപോലെ. പക്ഷെ എന്താ വെച്ചാൽ ആ വ്യത്യാസം അത് കുടിക്കാനേ തോന്നില്ല. ഇവിടെയാണ് ആ വ്യത്യസ്തത. നമുക്ക് ആ രീതിയിലേക്ക് പോവുക. പ്രോജക്റ്റുകളുണ്ട് സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് കണക്ട് ചെയ്ത, ഞാനത് ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് അവരൊക്കെ നോക്കിയിരിക്കാൻ തോന്നുന്നു ആർക്കെങ്കിലും ഒക്കെ പ്രോജക്റ്റ് ഒക്കെ കൊടുക്കാൻ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ MOUസിന്റെ കാര്യം നമ്മുടെ സ്ഥാപനം നിങ്ങളുടെ സ്ഥാപനം ഒക്കെ ആയിട്ട് ചേർന്നൊക്കെ ചെയ്യാൻ പറ്റും, ക്ലബ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയാൽ രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റ്സ് ആണ്. റിസോഴ്സ് ഷെയറിങ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇനിയുള്ള കാലത്ത് ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഐഡന്റിറ്റി ആയിട്ട് നിൽക്കാതെ സ്ഥാപനങ്ങളുമായിട്ട് ക്ലബ് ചെയ്യാനായിട്ട് ഞാൻ കോളേജിൽ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള MOUs അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. റിസോഴ്സ് ഷെയർ മാത്രമേ ഞങ്ങൾക്കൊന്നും അധികമൊന്നും ഇല്ല സാർ. ഞാൻ പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിസർച്ചിനാണെങ്കിലും കൺസൾട്ടൻസീസ് ആണെങ്കിലും എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണെങ്കിലും അല്ലെ, മോഡൽ ബിൽഡിംഗ് ആണ്. ഇപ്പൊ റിസർച്ചിന്റെ ഒക്കെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗിന്റെ ഒരു മോഡൽ ബിൽഡ് ചെയ്യുന്നു, 2 കോളേജുകൾ ചേർത്ത് അവർ പുതിയ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നു. ഇതൊക്കെയാണ് ടീച്ചർ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് കൂടുതൽ സർക്കാരിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇനിയുള്ള കാലത്ത് വേണ്ടത്. താങ്ക് യു ആകാശ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വിജി ടീച്ചർ, റോഷ്നി ടീച്ചർ. റോഷ്നിക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഇപ്പൊ കിട്ടിയിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ. ഹലോ ടീച്ചർ, പറയൂ, സാറിനോട് എന്തെങ്കിലും പറയാൻ. മോട്ടിവേറ്റിംഗ് ക്ലാസ് ആണ് സത്യത്തില്. വളരെ ഇൻഫോർമേറ്റീവും അതുപോലെ മോട്ടിവേറ്റിംഗും. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡള്ളാവുന്ന ടൈപ്പാണ്. എന്തെങ്കിലുമൊക്കെ ആവേശത്തിൽ ചെയ്യും, എന്തെങ്കിലും ഒരു നെഗറ്റീവ് എവിടെയെങ്കിലും കേട്ട് കഴിയുമ്പോൾ ചെറുതായിട്ട് ഇടയ്ക്കൊന്ന് ഡെസ്പ് ആവും. പിന്നെ സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും, എന്നിട്ട് വീണ്ടും ഇറങ്ങി തിരിക്കും. പക്ഷെ സാറിന്റെ ക്ലാസ് വളരെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു സാർ. നമുക്ക് എവിടെ നിന്നൊക്കെ റിസോഴ്സ് എങ്ങനെയൊക്കെ കണ്ടെത്താം, നമ്മൾ സിമ്പിൾ വേ ഓഫ് ഫൈൻഡിങ് റിസോഴ്സസ്, ഇതൊക്കെ സാറിൽ നിന്ന് കിട്ടും. നമ്മളെ നേച്ചറിൽ നിന്ന് തന്നെ നമുക്ക് റിസോഴ്സസ് കിട്ടാം. അതുമായിട്ട് ബന്ധപ്പെട്ട പല മീൻസിൽ കൂടെ ലേണിംഗ് എൻഹാൻസ് ചെയ്യാം. ഇതൊക്കെ വളരെ എന്ന് വെച്ചാൽ സാറിനെ പോലെ ഒരാളത് പറയുമ്പോൾ നമുക്കൊരു ഹലോ ഓഡിബിൾ ആണോ? ഹലോ, ഓക്കെ സാർ. അങ്ങനെ കേട്ടപ്പോ വളരെയധികം സാർ വളരെ ഹാപ്പിയാണ് സാറിന്റെ ക്ലാസ് കേട്ടതിൽ. എനിക്ക് വളരെയധികം റിസോഴ്സ്ഫുൾ ആയിരുന്നു, എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു, വളരെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മളെ BEd കുട്ടികൾ, ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവര് ടെക്നോളജിയിൽ തന്നെ ജനിച്ചു വന്ന കുട്ടികളാണ്. അവർക്ക് ഇപ്പൊ എന്നെ പോലെ ഒരാളെക്കാളും എനിക്ക് പഠിച്ചെടുക്കണം ടെക്നോളജി. പക്ഷെ അവർക്ക് ടെക്നോളജി അവരുടെ ഹാബിറ്റ് ആണ്, അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് സാർ. എനിക്ക് ഇത്രത്തോളം ഹെൽപ്ഫുൾ ആയെങ്കിൽ അവർക്ക് ഇതിനേക്കാളും നല്ല ഹെൽപ്ഫുൾ ആവും. എല്ലാ പേരും സെൽഫ് ലേൺഡ് ആയിട്ട് വരാൻ ഇതൊരു മോട്ടിവേറ്റിംഗ് ക്ലാസ് തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സർ. Thank you, Roshna. Anyway, it was an eye-opener to all of us. Thank you so much, sir. അപ്പം നമുക്കിനി അടുത്ത സെഷനിലോട്ട് കിടക്കാം. അവണി. Okay. Thank you so much, sir. I'm very happy to attend such a good session. So now I invite Ashwini Prasannan, Student Coordinator of ED Cell, for the vote of thanks. എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ട്രെയിനിങ് കോളേജിലെ ED സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നാഷണൽ വെബിനാറിലാണ് നമ്മളിപ്പോൾ പങ്കെടുത്തു കഴിഞ്ഞത്. സ്മിത ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാണ് ഇങ്ങനെ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നതിന്. അതിനൊരു അവസരം ഒത്തുകിട്ടിയത് നമുക്ക് ഇപ്പോഴാണ്. അതുപോലെ തന്നെ ഒരുപാട് അറിവുകളും അനുഭവ സമ്പത്തൊക്കെ ഉള്ള ഒരു വ്യക്തിത്വത്തിനെ നമുക്ക് ലഭിച്ചു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് തന്നെ ഈ വെബിനാറിലെ അധ്യക്ഷ സ്ഥാനം വഹിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി പൂർണ്ണ പിന്തുണയും നൽകിയ ഏവർക്കും പ്രിയങ്കരിയായ ബഹുമാനപ്പെട്ട നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ ടീച്ചറിന് ED സെല്ലിന്റെയും കോളേജിന്റെയും എന്റെ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു ടീച്ചർ. അടുത്തതായി ഓൺട്രപ്രണർഷിപ്പ് എഡ്യൂക്കേഷൻ എ റോഡ് മാപ്പ് ഫോർ മോൾഡിംഗ് യുണീക് ഹ്യൂമൻ ടാസ്ക് ഫോഴ്സ് എന്ന വിഷയത്തിനെ ആസ്പദമാക്കി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വെബിനാർ എടുക്കുന്നതിന് വേണ്ടി നമുക്കൊപ്പം എത്തിച്ചേർന്ന
തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ കൊമേഴ്സ് എഡ്യൂക്കേഷൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഐസക് പോൾ സാറിനോടാണ് നന്ദി അറിയിക്കാനുള്ളത്. സത്യം പറഞ്ഞ ഒരു വൈബ്രന്റ് ക്ലാസ് ആയിരുന്നു അത്. കാരണം നമ്മുടെ തന്നെ കഴിവിനെ കണ്ടെത്താൻ ഒരുപക്ഷെ എല്ലാവർക്കും സാധിച്ചു എന്ന് വരത്തില്ല. ആ കഴിവിനെ നമ്മൾ മനസ്സിലാക്കുക. കാരണം സാർ പറഞ്ഞതുപോലെ തന്നെ സ്ട്രെങ്തൻ ആയിട്ടുള്ള കപ്പാസിറ്റി അതുപോലെ തന്നെ വീക്ക്നെസ് നമുക്കുണ്ടാവും. പക്ഷെ എപ്പോഴും നമ്മൾ വീക്ക്നെസ്സിലോട്ടായിരിക്കും ഫോക്കസ് ചെയ്യുക. നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമുക്കുള്ള കഴിവിനെ കണ്ടെത്തുക അല്ലെങ്കിൽ അതിനെ മറ്റൊരാൾ കണ്ടെത്തി തരിക, അതിനൊരു പ്രോത്സാഹനം നൽകുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഒരു കാര്യമാണ്. അപ്പൊ നമ്മളുടെ ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കഴിവിനെ എങ്ങനെ നമുക്ക് സക്സസിലോട്ട് എത്തിക്കാം, അത് നമ്മുടെ വീക്ക്നെസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ സക്സസിൽ പൂർണ്ണമായിട്ട് നമുക്ക് എത്താൻ പറ്റൂ. അതുപോലെ തന്നെ നമ്മളിപ്പം ടീച്ചർ സ്റ്റുഡൻസ് ആണ്. അപ്പം നമുക്കിപ്പോ ലെസൺ പ്ലാൻ പ്രിപ്പറേഷനും ടൈമും കൂടിയാണ്. അപ്പോ ഇങ്ങനെയുള്ള ഈ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മുടെ ലെസൺ പ്ലാൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റീവായി മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തപ്പെട്ട രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിനുള്ള ഐഡിയാസും ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും എന്റെ സുഹൃത്തുക്കൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഓൺട്രപ്രണർ എങ്ങനെ ആയിരിക്കണം, അയാളുടെ ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെ വിജയത്തിലോട്ട് എത്തിച്ചേരാം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പുതിയ നൂതനമായിട്ടുള്ള ഐഡിയാസ് സ്കിൽസുകളൊക്കെ നമുക്ക് എങ്ങനെ നമ്മളുടെ ബോധനത്തിൽ ഇൻസ്ട്രക്ഷനിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതിനെ പറ്റിയെല്ലാം വളരെ ഇൻസ്പിറേഷൻ നൽകുന്ന വിധത്തിലും വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര എന്നെ വല്ലാതെ അത് സ്പർശിച്ചിട്ടുണ്ട് ഈ ക്ലാസ്. പിന്നെ പറയുകയാണെങ്കിൽ അപ്പോ ഇത്തരത്തിലുള്ള നമുക്കൊരു ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് വളരെ സക്സസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്തു തന്ന ഡോക്ടർ ഐസക് പോൾ സാറിന് കോളേജിന്റെ പേരിലും ഇഡിസെലിന്റെ പേരിലും നമ്മൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് സാർ. അടുത്തതായി നമ്മുടെ ഈ വെബിനാറിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിച്ച ഇഡിസെലിന്റെ കോർഡിനേറ്ററും നമുക്ക് ഏവർക്കും പ്രിയങ്കരിയുമായ സ്മിത ടീച്ചർക്കാണ് നന്ദി പറയാനുള്ളത്. ഏതൊരു പ്രോഗ്രാം ആയാലും നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ കോളേജിൽ തന്നെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സെല്ലാണ് ഇഡിസെൽ എന്ന് പറയാം. അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ ഞാൻ വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. അതുപോലെ നമ്മുടെ കോർഡിനേറ്ററായ സ്മിത ടീച്ചർ ഒരുപാട് പരിപാടികൾ നമ്മൾ ഇതിനോടൊക്കെ തന്നെ സംഘടിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഏതൊരു പരിപാടി ആയാലും അതിന് വേണ്ട ശക്തമായിട്ടുള്ളൊരു പിന്തുണ നൽകുന്നു എന്നുള്ളത് തന്നെയാണ് പരിപാടിയുടെ ഒരു വിജയമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏതൊരു പ്രോഗ്രാമും ഇഡിസെലിന്റെ ഭാഗമായിട്ട് കോളേജിൽ സംഘടിപ്പിക്കാൻ കഴിയുന്നതിന് പൂർണ്ണമായി പിന്തുണ നൽകുന്ന ഞങ്ങൾക്ക് പ്രിയങ്കരിയായ സ്മിത ടീച്ചറാണ്. അപ്പൊ സ്മിത ടീച്ചറിനും ഇഡിസെലിന്റെ പേരിലും കോളേജിന്റെ പേരിലും നമ്മൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു ടീച്ചർ. അടുത്തതായി നമ്മുടെ റിസോഴ്സ് പേഴ്സണായ ഡോക്ടർ ഐസക് പോൾ സാറിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്ന നമ്മുടെ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ സംഗീത ടീച്ചർക്കാണ് ഇഡിസെലിന്റെയും നമ്മൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു ടീച്ചർ. അടുത്തതായി ഈ പരിപാടിക്ക് ആശംസ നൽകി സംസാരിച്ച അസിസ്റ്റന്റ് പ്രൊഫസർ വിജി ടീച്ചർക്ക് ഇഡിസെലിന്റെയും നമ്മൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു വിജി ടീച്ചർ. അടുത്ത എനിക്ക് പറയാനുള്ളത് ഇഡിസെലിലെ ഓരോ അംഗങ്ങളോടുമാണ്. അപ്പൊ നമ്മുടെ കോളേജിലെ ആക്റ്റീവായ ഒരു സെല്ലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്ത് കാര്യം വന്നാലും ഏതൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പൊ ചിലപ്പോൾ അധികം നമുക്ക് സമയമൊന്നും കിട്ടിയെന്നൊന്നും വരത്തില്ല, ഒരുപാട് പ്ലാനിങ്ങും ചിലപ്പോൾ ഉണ്ടാകത്തില്ല. പക്ഷെ അതിന്റെ ആ ഒരു സക്സസിൽ എത്തിക്കാൻ വേണ്ടി ഇതിന് ആരും തന്നെ പിന്നോട്ട് നിൽക്കാറില്ല, എല്ലാവരും മുമ്പോട്ടാണ് നിൽക്കാറ്. സജീവമായിട്ടുള്ള ഒരു പങ്കാളിത്തം എല്ലാ മെമ്പേഴ്സിന്റെയും ഭാഗത്തുനിന്ന് ഈ ഒരു പരിപാടിയിൽ ഉണ്ടാവാറുണ്ട്, എല്ലാ പരിപാടികളിലും. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഇഡിസെലിന്റെ ആക്റ്റീവായ മെമ്പേഴ്സിനാണ് ഞാൻ അടുത്ത നന്ദി പറയാൻ പോണത്. അപ്പോ ഈ ഇഡിസെലിലെ ഓരോ അംഗങ്ങളോടും എന്റെ പേരിലും കോളേജിന്റെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. അടുത്തതായി ഈ വെബിനാറിൽ ആദ്യ അവസാനം വളരെ മനോഹരമായി കോമ്പയർ ചെയ്ത ആവണിക്കും ഈശ്വര പ്രാർത്ഥന ആലപിച്ച മാനസിക്കും നാഷണൽ ആന്തം ആലപിക്കാൻ പോകുന്ന അവർണയ്ക്കും ഈ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഈ വെബിനാർ കണ്ടക്ട് ചെയ്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രതിസന്ധി ഘട്ടമാണ്, മഴയുണ്ട് പലയിടത്തും. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഇതിനകത്ത് വന്നിട്ടില്ല. അതിനാരും കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം പലയിടത്തും റേഞ്ച് പോലും ഇഷ്യൂ ഉണ്ട്. അപ്പോ ഈ മഴ ഉണ്ടായിട്ടും ഇത്രയും പ്രതിസന്ധി ഘട്ടം ഉണ്ടായിട്ടും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ബഹുമാനീയരായ അധ്യാപകർക്കും എന്റെ പേരിലും കോളേജിന്റെ പേരിലും ഇഡിസെലിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you, Ashwini. So now it is time to wind up the session. I invite Aparna B, Department of Physical Science, for the National Anthem.
जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे आगे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे।